Good evening, one and all. ഇന്ന് നമ്മൾ സൈബ്രിഡ്ജുമായിട്ട് അസോസിയേറ്റഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി ഒരു കരിയർ ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തുകയാണ്. എല്ലാ കുട്ടികൾക്കും ബിരുദം കഴിഞ്ഞിട്ട് എന്താണ് കരിയർ ഏത് ചൂസ് ചെയ്യണം എന്നതിനെ കുറിച്ച് വളരെയധികം കൺഫ്യൂഷൻ ഉള്ള ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ഇത് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. എന്താണ് ഭാവിയിൽ നിങ്ങൾക്ക് കരിയർ എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ കിട്ടാൻ ഇത് നന്നായിരിക്കും. ഈ പ്രോഗ്രാമില് എല്ലാ ആശംസകളും നിർത്തുന്നു. ഐഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ സൈക്കോളജി സ്റ്റുഡൻസിന് പ്രാക്ടിക്കൽ ഓറിയന്റേഷന് വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് വരുന്നത് സൈബ്രിഡ്ജ് എന്ന് പറയുന്ന കോഴ്സിൽ. ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ ഓറിയന്റഡ് സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം. ആൻഡ് ഇന്ന് നമുക്ക് ഓൺ ദ ടോപ്പിക് സൈക്കോളജിയിലെ നമ്മളുടെ കരിയർ ഗൈഡൻസിന് വേണ്ടിയിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള റിസോഴ്സ് പേഴ്സൺ is Riaz Rumi sir. He is a psychologist and a career counselor. He is currently the chief psychologist and career coach at Hikewise. He has completed his MPhil in psychology from Peria University, Salem, his MA in applied psychology from Jamia Millia Islamia, New Delhi, his bachelor's in psychology from AWH Special College, Payyanur. And saying about him, to say a few words to introduce his activities to you. He conducts weekly sessions in All India Radio on higher education and career opportunities. He is a skill development trainer at the Smile Project. He is a resource person for career guidance and adolescence counseling cell, higher secondary department, and a resource person for Walk with Scholar program, collegiate education department. He is a resource person. He is our resource person for today's webinar, and he has led more than 1,000 training programs on career guidance, life skill development, and different psychology related topics. He is the Indian representative for the Global Youth Meets Imphal, Manipur, and the 8th International Youth Peace Fest, Chandigarh. Sorry, I invite Twinkle ma'am to say a few words. Yes, so thank you so much everybody for joining. So നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിയാസ് സർ have joined along with us. So sir, we welcome you. വലിയ സന്തോഷം നിങ്ങൾ എല്ലാ ആളുകളെയും ഈ പ്ലാറ്റ്ഫോമിൽ കാണാൻ കഴിഞ്ഞതിൽ. ഐഫറിന്റെ സൈബ്രിഡ്ജും പ്രചോദി നികേതൻ കോളേജും കമ്പൈനായി കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ കണ്ടക്ട് ചെയ്യുന്ന രണ്ട് ഓർഗനൈസേഷൻസിന്റെ തന്നെ വെളിച്ചത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഐഫറുമായിട്ട് ഞാൻ പല സാഹചര്യങ്ങളിലും അസോസിയേറ്റ് ചെയ്യാറുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. രണ്ടാമത് പ്രചോദി നികേതൻ കോളേജ്, ഞാൻ ഡിഗ്രി പഠിക്കുന്ന കാലത്തെ അന്ന് സൈക്കോളജി കൊടുക്കുന്ന അപൂർവം ചില കോളേജുകളിൽ ഒന്ന് പ്രചോദി നികേതൻ കോളേജ്. പ്രചോദിയിൽ പഠിക്കാൻ മാത്രം വലിയ മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രം അവിടെ പഠിക്കാൻ പറ്റാതെ പോയ ഒരാളാണ്. എങ്കിൽ പോലും 2012 മറ്റോ സൈക്കോളജിയിലെ ഒരു സെമിനാറിന്, ന്യൂറോ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട സെമിനാറിന് ഞാൻ പ്രചോദിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ അത്തരം ഒരു സ്ഥാപനത്തിൽ വരണം, ക്ലാസ് എടുക്കണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇതുപോലത്തെ വെബിനാറിൽ പ്രചോദി നികേതനിൽ അടക്കം പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം. സൈക്കോളജിയുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാനൊരു സെമി ഫോമലായിട്ട് സംസാരിക്കാന്നാണ് കരുതുന്നത്. ഒരുപാട് ആളുകൾ ഈ സ്ക്രീനിൽ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ പോസിബിൾ ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുന്ന കോലത്തിലൊക്കെ ആണെങ്കിൽ ക്യാമറ ഓൺ ആക്കുകയാണെങ്കിൽ, മൈക്ക മ്യൂട്ടായിട്ട് തന്നെ ഇരുന്നോട്ടെ, ക്യാമറ ഓൺ ആക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും കണ്ട് ആസ്വദിക്കായിരുന്നു. പിന്നെ ഒപ്പം തന്നെ സൈക്കോളജി ഒരു വലിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാണ്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട മേഖലക്ക് വലിയൊരു പ്രശസ്തി കൈവരുന്നു എന്നുള്ളത് ഒരു സൈഡിലും, അതേസമയം ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള റെഗുലേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൈക്കോളജി വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഇനിയിപ്പോ എന്താ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഞാൻ പല വിദ്യാർത്ഥികളും എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, സൈക്കോളജി ഡിഗ്രി പഠിക്കുന്നു, സൈക്കോളജി PG കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പല അർത്ഥത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സെഷനിൽ പൊതുവിൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള കരിയറുകൾ സംസാരിക്കുക, ഒരു ആമുഖമായി സംസാരിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്.
ബഹുഭൂരിപക്ഷം സമയവും നമുക്ക് നിങ്ങൾക്കുണ്ടാകുന്ന ചോദ്യങ്ങള്, ആശങ്കകള്, അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പേസിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ സ്മൂത്ത് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷനും കോർപ്പറേഷനും എനിക്ക് അനിവാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്ക് ഞാൻ നേരിട്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ മൈക്ക് പരമാവധി മ്യൂട്ടായി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചില ആളുകൾ അബദ്ധത്തിലെങ്കിലും ജോയിൻ ചെയ്യുന്ന സമയത്ത് അൺമ്യൂട്ട് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മ്യൂട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്യാം. പിന്നെ പരമാവധി പങ്കെടുക്കുക. നിങ്ങൾ പല സാഹചര്യത്തിലും പല അവസ്ഥയിലും ആയിരിക്കും നിങ്ങളുടെ വീടകങ്ങളിൽ ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും പരമാവധി ഇത് ശ്രദ്ധാപൂർവം ഒരു ആത്മാർത്ഥതയോട് വീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്യാമറ ഓൺ ആക്കാൻ താല്പര്യമുള്ള ആളുകൾ വേണമെങ്കിൽ ഓൺ ആക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഇനി തുടങ്ങാം. അങ്ങനെ സൈക്കോളജിക്ക് സ്കോപ്പ് ഉണ്ടോ എന്നാണ് പൊതുവെ കുട്ടികൾ ചോദിക്കാറുള്ള ചോദ്യം. ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ ആളുകളൊക്കെ എഞ്ചിനീയറിംഗിന് സ്കോപ്പ് ഉണ്ടോ, ഫാർമസി പഠിച്ചാൽ സ്കോപ്പ് ഉണ്ടോ, നഴ്സിംഗ് പഠിച്ചാൽ സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ സൈക്കോളജി പഠിച്ചാൽ സ്കോപ്പ് ഉണ്ടോ എന്നതാണ് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സൈക്കോളജി പഠിച്ചാൽ ശരിക്കും സ്കോപ്പ് ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഒരു ചാറ്റ് ബോക്സ് ഉണ്ടാവും. അപ്പൊ ആ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കാണാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു അവസരത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ് ചാറ്റ് ബോക്സ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഈ സൈക്കോളജിക്ക് ശരിക്കും സ്കോപ്പ് ഉണ്ടോ? സ്കോപ്പ് ഉണ്ട് എന്നാണ് എല്ലാ ആൾക്കാരെയും അഭിപ്രായം. സ്കോപ്പ് ഉണ്ട്. ഓക്കെ. യെസ്. വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി സൈക്കോളജിക്ക് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളാണ്. എല്ലാവർക്കും സ്കോപ്പ് ഉണ്ടെന്ന് ഒരാൾ പോലും സ്കോപ്പ് ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ. ബട്ട് ശരിക്കും അറിയില്ല. ഓക്കെ, ഉണ്ടെന്നാ തോന്നുന്നു. എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടാണ് പറ്റിച്ച് ഈ കോഴ്സിന് ജോയിൻ ചെയ്തതെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ. ഓക്കെ, ഈ സൈക്കോളജിയുടെ സ്കോപ്പ് എന്താ, സൈക്കോളജിയുടെ സാധ്യത എന്താ എന്നുള്ളതാണ്. ഞാൻ 2009 സൈക്കോളജി എന്നുള്ള സബ്ജക്റ്റിൽ പ്ലസ് ടു കഴിഞ്ഞ് വന്ന ഒരാളാണ്. ഞാൻ വരുന്ന സമയത്ത് സൈക്കോളജി പഠിക്കാൻ നമ്മളുടെ ഈ വിരലിന്റെ 10 അക്കത്തിൽ താഴെ വരുന്ന കോളേജുകൾ മാത്രമേ സൈക്കോളജിയിൽ ഡിഗ്രി കൊടുത്തിരുന്നു. സൈക്കോളജി എന്നിട്ടുള്ള BSc സൈക്കോളജി എന്നുള്ള ഡിഗ്രി പ്രോഗ്രാം കൊടുത്തിരുന്നത് 10ൽ താഴെ കോളേജുകളായിരുന്നു. അവിടുന്ന് ഒരു 10 കൊല്ലം ഇങ്ങോട്ട് വന്ന് 10-12 കൊല്ലം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇന്ന് ശരിക്കും സൈക്കോളജിയിൽ BSc സൈക്കോളജി എന്ന് പറഞ്ഞ കോഴ്സ് കേരളത്തിൽ മാത്രം നൽകുന്നത് 150ൽ പരം കോളേജുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കൊല്ലം കൊണ്ട് സൈക്കോളജി 10 ഇരട്ടിയിലേറെ കോളേജുകളിൽ വന്നിട്ടുണ്ട് എന്നാണ്. ഇനി നിങ്ങൾക്ക് കേരളത്തിൽ മറ്റേത് കോഴ്സുകൾ എടുത്തു നോക്കിയാലും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയധികം കോളേജുകളിൽ വന്ന വേറൊരു കോഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല. സൈക്കോളജിയുടെ ഒരു വളർച്ച എന്നുള്ളത് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നൊക്കെ പറയില്ലേ, സാധാരണഗതിയിൽ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനൊക്കെ പഠിക്കുന്ന പോലെ ഒരു ഫിഷൻ റിയാക്ഷൻ പോലെയായിരുന്നു സൈക്കോളജിയുടെ ഗ്രോത്ത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കൊണ്ട് ധാരാളം കോളേജുകളിൽ സൈക്കോളജി വരുന്നു. സൈക്കോളജി പഠിക്കുന്ന ഇഷ്ടം പോലെ കുട്ടികൾ ഉണ്ടാവുന്നു. ഞാൻ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് എന്റെ പഞ്ചായത്തിൽ തന്നെ സൈക്കോളജി പഠിക്കുന്ന വേറെ ആളുണ്ടായിരുന്നില്ല. സൈക്കോളജി എന്നുള്ള ഒരു അപൂർവ കോഴ്സായിട്ട് അത്ഭുതത്തോടു കൂടി ആളുകൾ കണ്ടിരുന്ന കാലത്ത് ഇന്ന് സൈക്കോളജിയിൽ പോവുകയാണെങ്കിൽ എന്റെ അമ്മാവന്റെ മകളും ഇതാ പഠിക്കുന്നത്, എന്റെ അമ്മായിയുടെ മകളും, എന്റെ വല്യച്ഛന്റെ ചേച്ചിയും, ഇങ്ങനെ പല അർത്ഥത്തില് നമ്മളുടെ കസിൻസ് ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും റിലേറ്റീവ്സും ആയിട്ടൊക്കെ ഇഷ്ടം പോലെ ആളുകൾ സൈക്കോളജി പഠിക്കുന്ന സൈക്കോളജി ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു കോഴ്സായിട്ടാണ് ഇന്ന് പരിഗണിക്കുന്നത്. എങ്കിൽ പോലും സൈക്കോളജിക്ക് നിങ്ങളെ കോളേജിൽ കൊടുക്കുന്ന മറ്റ് കോഴ്സുകൾ BA ഇംഗ്ലീഷോ BSc ഫിസിക്സോ BCAയോ BComൽ നിന്നൊക്കെ ഒരു വ്യത്യസ്ത തരം പരിച്ഛേദം ഉണ്ട്. അതിന്റെ സ്വഭാവം അങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ബസ്സിലോ മറ്റൊക്കെ പോകുമ്പോൾ ആളുകൾ നിങ്ങൾ സൈക്കോളജിയാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു അല്പം കൗതുകമുണ്ട്. സൈക്കോളജി ആണല്ലേ പഠിക്കുന്നത്. അവരുടെ കണ്ണുകളൊക്കെ വിടരും. കാരണം നമ്മൾക്ക് അവർക്കറിയാത്ത എന്തൊക്കെയോ അപൂർവമായിട്ടുള്ള അറിവും ജ്ഞാനവും ഉണ്ട് എന്നാണ് കരുതുന്നത്. അപ്പോ ശരിക്കും സൈക്കോളജി എന്താ എന്നുള്ള ഒരു സംഗതി വരുന്നുണ്ട്. ഈ സൈക്കോളജിയുടെ സാധ്യത എന്താ? ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ പ്ലസ് ടു കഴിഞ്ഞ ശേഷം മൈക്ക് ഇനിയും മ്യൂട്ടാക്കാത്ത ആളുകൾ ഒന്ന് മ്യൂട്ടാക്കണേ. എന്നെ കേൾക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനുള്ളിലെ സംസാരങ്ങളൊക്കെ ഒരുപാട് ആളുകൾ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് ഒരു മനഃശാസ്ത്ര പഠനത്തിന് നല്ലതാണെങ്കിലും നമ്മൾ ആ പഠനത്തിന് ഇപ്പൊ നിൽക്കണ്ട എന്നുള്ളതാണ്. എനിവേ, ശരിക്ക് സൈക്കോളജി ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ല. സൈക്കോളജി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഈ ഇടയ്ക്കുള്ള സ്വരങ്ങള് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന മറ്റാളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ കൗതുകത്തിന് കേൾക്കുക കേട്ടോ. കാരണം ഈ ഒരു സൈക്കോളജിസ്റ്റുകാരൊക്കെ തിങ്ക് ലൈക്ക് എ സൈക്കോളജിസ്റ്റ്, സൈക്കോളജിസ്റ്റായി ചിന്തിക്കാനും സൈക്കോളജിസ്റ്റായി മനസ്സിലാക്കാനും ശ്രമിക്കണം എന്നാണ് പൊതുവെ പറയാറുള്ളത്. എനിവേ, സൈക്കോളജി ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു നിശ്ചിത കാലം ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച്
കോഴ്സ് പഠിച്ച ഉടനെ തന്നെ ജോലി കിട്ടുന്ന തരത്തിലുള്ള ഒരു കോഴ്സേ അല്ല. ഈ പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് BSc നഴ്സിംഗോ MBBS BTechോ BArchോ ഹോട്ടൽ മാനേജ്മെന്റോ ലോ കോഴ്സുകളൊക്കെ പോലെയല്ല. അപ്പൊ എന്താണ് ഇപ്പൊ ഇത്തരം കോഴ്സുകളുടെ ഒരു സംഗതി എന്താണ്? +2 കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിപ്പിക്കാൻ സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. ഇപ്പോൾ ലോ പഠിക്കാൻ ലോ കോളേജ്, നഴ്സിംഗ് പഠിക്കാൻ നഴ്സിംഗ് കോളേജ്, എഞ്ചിനീയറിംഗ് പഠിക്കാൻ എഞ്ചിനീയറിംഗ് കോളേജ്, ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ്, സ്പെഷ്യലൈസ്ഡ് കോളേജുകളിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോട് കൂടിയിട്ട് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസേഷനോടൊപ്പം തന്നെ അതത് കോഴ്സ് മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള കൗൺസിൽ റെക്കഗ്നൈസേഷൻ കിട്ടും. ഇപ്പോൾ നഴ്സിംഗ് പഠിച്ചാൽ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ, ലോ പഠിച്ചു കഴിഞ്ഞാൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് മെമ്പർഷിപ്പ് കിട്ടുക അല്ലെങ്കിൽ റെക്കഗ്നൈസേഷൻ കിട്ടുക. MBBS പഠിച്ചാൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, BAMS ആയുർവേദ ഹോമിയൊക്കെ പഠിച്ചാൽ ആയുഷ് കൗൺസിൽ, അങ്ങനെ ഒരു കൗൺസിൽ റെക്കഗ്നൈസേഷനോട് കൂടി പഠിക്കുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് അല്ല സൈക്കോളജി. പകരം സൈക്കോളജി വിവിധ യൂണിവേഴ്സിറ്റികളിലൊക്കെ യൂണിവേഴ്സിറ്റികളിലും അഫിലിയേറ്റഡ് കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന സാധാരണ അക്കാദമിക് കോഴ്സാണ്. അഥവാ BA BCom BCA BBA BSc പ്രോഗ്രാമുകളോടൊപ്പം തന്നെ ഇംഗ്ലീഷും ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും ഫിസിക്സും കെമിസ്ട്രിയും സുവോളജി ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ പഠിക്കുന്ന ഒരു തരത്തിലുള്ള ഡിഗ്രി പ്രോഗ്രാമുകളാണ്. അതിനുശേഷം ഒരു ഉപരിപഠനത്തിലൂടെ ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു കോഴ്സാണ്. ഈ ഒരു ബോധം, ഈ ഒരു അറിവ് പ്രാഥമികമായി നമുക്ക് വേണം. അഥവാ ഡിഗ്രി കൊണ്ട് തീരുന്ന ഒരു കോഴ്സ് അല്ല സൈക്കോളജി. ഡിഗ്രിക്ക് മുകളിലും പഠിച്ച് വിവിധങ്ങളായ സ്പെഷ്യലൈസേഷനുകളിൽ എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൈക്കോളജിയുടെ പഠനത്തിന് ഒരു അക്കാദമികമായ സ്വഭാവം ഉണ്ട് എന്നാണ്. നിങ്ങളിൽ പല ആളുകളും ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത ആളുകളാച്ചാൽ FYUP പ്രോഗ്രാം ആയിരിക്കും, ഫസ്റ്റ് ഇയർ 4 ഇയർ പ്രോഗ്രാം ആയിരിക്കും, സെക്കൻഡ് ഇയറും തേർഡ് ഇയറിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് 3 വർഷത്തെ പ്രോഗ്രാമിലായിരിക്കും നിങ്ങളുള്ളത്. നിങ്ങൾ സൈക്കോളജിക്ക് പുറമെ ഫിസിയോളജിയും സ്റ്റാറ്റിസ്റ്റിക്സും, ചില ആളുകൾ ഫിലോസഫി, സോഷ്യോളജി, വേറെ പല തരത്തിലുള്ള കോഴ്സുകൾ, ഒരു സബ്സിഡറി പ്രോഗ്രാമുകളൊക്കെ പഠിക്കുന്ന ഒരു തരത്തിലായിരിക്കും സൈക്കോളജി പഠിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. സൈക്കോളജി എന്നുള്ള മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾ സൈക്കോളജി എന്നുള്ളത് കേൾക്കുമ്പോൾ, ഒരു സൈക്കോളജിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ പുറത്തുള്ള ആളുകൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് പോലെ ആയിക്കൊള്ളണം എന്നില്ല. സൈക്കോളജി എന്നുള്ള മേഖലയുടെ കരിയർ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു ലേമാൻ, പുറത്തുള്ള ഒരു റോഡിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ ആരാണ് സൈക്കോളജിസ്റ്റ് എന്നുള്ളത് എങ്ങനെയായിരിക്കും മനസ്സിലാക്കുക? ഇമ്മീഡിയറ്റ്ലി മനസ്സിലാക്കുക എങ്ങനെയായിരിക്കും? മിക്കവാറും മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഒരു മനുഷ്യനാണ് സൈക്കോളജിസ്റ്റ് എന്നാണ്. ശരിക്കും ഇതാണോ സൈക്കോളജിസ്റ്റ് എന്നുള്ളതാണ്. ഇനി പോട്ടെ, സൈക്കോളജി വിടും. ഒരു എഞ്ചിനീയർ ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ നമ്മുടെ നാട്ടിൽ ആരായിരിക്കും എഞ്ചിനീയറിന്? ഒരു ലേമാൻ, ഒരു സാധാരണ ഒരു നാട്ടുകാരനോട് ചോദിച്ചാൽ പാലം ഉണ്ടാക്കുന്ന, വീടുണ്ടാക്കുന്ന ആളെ, ഒരു കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളെയാണ് എഞ്ചിനീയർ എന്ന് പറയുകയായിരിക്കും പൊതുവിൽ പറയാൻ സാധ്യതയുള്ളത്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഒരാൾ മാത്രമല്ല സൈക്കോളജിസ്റ്റ്. സൈക്കോളജി എന്നുള്ളത് നിങ്ങൾ സൈക്കോളജിയുടെ ഡെഫിനിഷൻ ഒക്കെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ടാകും. സ്റ്റഡി ഓഫ് മെന്റൽ ബിഹേവിയർ ആൻഡ് മെന്റൽ വീണ്ടും പുതിയതായി വന്ന ആളുകൾ, പല ആളുകളും മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോ മ്യൂട്ട് ചെയ്യാത്ത ആളുകളൊന്ന് മ്യൂട്ട് ചെയ്യണേ. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അബദ്ധത്തിലായിരിക്കും നിങ്ങൾ സൗണ്ട് കേൾക്കുന്നത്, ബാക്കി ഒരാൾ നിങ്ങൾക്ക് ഓർമ്മിച്ച് തരാനും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മ്യൂട്ട് ചെയ്യാത്ത ആളുകളൊന്ന് മ്യൂട്ട് ചെയ്യണേ. എനിവേ, അപ്പോ സൈക്കോളജി എന്നുള്ളത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും ചിന്തകളെയൊക്കെ പഠിക്കുന്ന ഒരു അക്കാദമിക സബ്ജക്റ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയായിരിക്കും, മനുഷ്യന്റെ മെന്റൽ പ്രോസസ്സുകൾ, തിങ്കിങ് എങ്ങനെയായിരിക്കും, ഇമോഷൻസ് എങ്ങനെയായിരിക്കും, ഇത് വ്യത്യസ്ത തലങ്ങളിൽ ഒരു സാമൂഹിക ജീവിതത്തിൽ, ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ, മെന്റൽ ഹെൽത്ത് സെക്ടറിലൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ അക്കാദമികമായി പഠിക്കുന്ന ഒരു വിഷയമാണ് സൈക്കോളജി എന്നുള്ളത്. പിന്നീട് ഉപരിപഠനത്തിലൂടെ പല നിലക്ക് അപ്ലൈഡ് മേഖലയിൽ പോകുന്ന ഒന്നാണ് സൈക്കോളജി എന്നുള്ളത്. അപ്പൊ സൈക്കോളജി എന്നുള്ളത് ഒരു എഞ്ചിനീയറിങ്ങോ നഴ്സിംഗോ പോലെ തുടക്കത്തിൽ തന്നെ പ്രായോഗികമായി പഠിപ്പിക്കുന്ന ഒരു വിഷയമേ അല്ല. പകരം അക്കാദമിക സ്വഭാവത്തോടെ സബ്സിഡറി സബ്ജക്റ്റിന്റെ ഒരു ആഭിമുഖ്യത്തോടു കൂടി പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് സൈക്കോളജി എന്നതാണ്. ഇതിൽ പതിയെ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഒരു മേഖലയിലേക്ക് എത്തുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്ക് നിർബന്ധമായും ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി, ഒന്ന് ഈ വിഷയത്തോട്, ഈ ഒരു സബ്ജക്റ്റിനോട് അദമ്യമായിട്ടുള്ള ഒരു അനുരാഗം ഉണ്ടാവണം എന്നുള്ളതാണ്. പൊതുവെ ലൈറ്റ് അഡോളസൻ എന്നൊക്കെ പറയുന്ന തരത്തിൽ 18 കഴിഞ്ഞ് 20കളുടെ തുടക്കത്തിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ
അനുരാഗ നിമഗ്നനായിരിക്കാനുള്ള ഒരു വലിയ ടെൻഡൻസി ഉണ്ട്. നമുക്കൊക്കെ ഉള്ളിൽ പ്രണയം ഉദിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾ പലതരത്തിലുള്ള പ്രണയങ്ങളിൽ ആയിരിക്കും ചെയ്യും. അതോടൊപ്പം ഒരു പ്രണയം ഒരു പ്രേയസിയായി കണക്കാക്കാവുന്ന ഒന്നാണ് സൈക്കോളജി എന്നുള്ളൊരു വിഷയം. ഈ വിഷയത്തോട് അത്യധികം വിഷയാനുരാഗം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ള സംഗതി. സൈക്കോളജി എന്നുള്ള വിഷയത്തോട് മറ്റുള്ള സബ്ജക്റ്റുകളിൽ നിന്ന് വിഭിന്നമായ ഒരു സവിശേഷമായ ഒരു ഇഷ്ടം ഉണ്ടാവുക എന്നുള്ളതാണ്. വീണപൂവില് പറയുന്ന പോലെ മറ്റുള്ള പൂവുകളെക്കാൾ ഒരു ഭംഗിയുള്ള പൂവാവുക എന്ന പോലെ മറ്റുള്ള വിഷയങ്ങളെക്കാളേറെ സൈക്കോളജി എന്നുള്ള വിഷയത്തോടും ഒരു ഇഷ്ടം ഉണ്ടാവുക എന്നുള്ളത്. ഇഷ്ടമില്ലാതെ അനിഷ്ടത്തോടെ വെറുപ്പോടെ പകയോടെ ഒരു വിഷയത്തെ സമീപിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തോടെ ഒരു അനുരാഗം ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത് സൈക്കോളജി എന്നുള്ള വിഷയത്തിന്റെ ഒരു സവിശേഷത, സൈക്കോളജി ഇടപെടാത്ത ഒരു മേഖലയും ഇല്ല എന്നുള്ളത്. നിങ്ങൾ ഏതേത് മേഖലകളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ, സൈക്കോളജി എന്തെങ്കിലും തരത്തിൽ ഇടപെടാത്ത ഒരു മേഖലയും ഉണ്ടാവില്ല. ഞാൻ ഇപ്പോ പാരീസിൽ ഒളിമ്പിക്സ് നടക്കുകയാണ്. ഈ നമുക്ക് അറിയാം പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഗുസ്തി താരത്തിന്റെ ഒളിമ്പിക്സ് മെഡൽ നഷ്ടപ്പെടുന്നത് ഒരു സംഗതി, നീരജ് ചോപ്രക്ക് പിന്നെ വെള്ളി മെഡൽ കിട്ടിയ സംഗതികൾ, പല അർത്ഥത്തിലുള്ള സംഗതികളാണ്. ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് സൈക്കോളജിക്ക് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചെയ്തു. സ്പോർട്സ് ഒരു വലിയ കായികമായ ഭാഗമാണ്. ഈ കായിക മേഖലയിൽ സൈക്കോളജിക്ക് സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന എല്ലാ സ്പോർട്സ് താരത്തിന്റെയും പിറകിൽ, അവരുടെ പെർഫോമൻസിന്റെ പിറകിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അശ്രാന്ത പരിശ്രമം ഉണ്ടാവുന്നതാണ്. എല്ലാ ടീമുകളിലും ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റ്, പെർഫോമൻസ് സൈക്കോളജിസ്റ്റ് ഉണ്ടാവും. അപ്പൊ സ്പോർട്സിൽ മുന്നിരിക്കുന്നിടത്ത് പൂച്ചക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന പോലെ അല്ല, സ്പോർട്സിൽ സൈക്കോളജിസ്റ്റിന് എന്ത് കാര്യം, സൈക്കോളജിസ്റ്റിന് സ്പോർട്സിലും കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പൊ എന്നെ കാണുന്ന ഈ ഒരു ഇന്റർഫേസ്, ഈ ഒരു വെബ്സൈറ്റ്, ഈ ഒരു ആപ്ലിക്കേഷൻ എന്നെ നിങ്ങൾ കാണുന്നു, ഈ കാണുന്നതിന്റെ രീതി, ഇതിന്റെ യൂസർ ഇന്റർഫേസ് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളതിന് പിറകിലും ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു 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 എന്താണ് പ്രയത്നം ഉണ്ടാവും എന്നുള്ള. ഇങ്ങനെ നമ്മൾ കാണുന്ന എല്ലാത്തിലും പല രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ട് അല്ലെ. ഫലസ്തീൻ ഇസ്രായേൽ വാർ നടക്കുന്നുണ്ട്, ഉക്രൈൻ റഷ്യയിൽ വാർ നടക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ട്. ഇത്തരം യുദ്ധം നടക്കുന്ന സ്ഥലത്തുള്ള ഈ മിലിറ്ററികളിൽ സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. നേവിയിലും ആർമിയിലും എയർഫോഴ്സിലും സൈക്കോളജിസ്റ്റുകൾക്ക് കൃത്യമായ കാര്യമുണ്ട്. ഇങ്ങനെ നമ്മൾ എവിടെ എടുത്ത് നോക്കുകയാണെങ്കിലും എഞ്ചിനീയറിംഗ് തൊട്ട് ഡിഫൻസ് വരെ, സ്പോർട്സ് തൊട്ടിട്ട് ഫൈൻ ആർട്സ് വരെ, ജേർണലിസം തൊട്ടിട്ട് ലാംഗ്വേജ് ലേണിംഗ് വരെ, ഇങ്ങനെ ഏത് മേഖലകൾ എടുത്തു നോക്കുകയാണെങ്കിലും അവിടെയൊക്കെ സൈക്കോളജിയുടേതായിട്ടുള്ള ഒരു ഫ്ലേവർ, സൈക്കോളജിസ്റ്റിൻ്റെതായിട്ടുള്ള ഒരു സംഭാവനകൾ അനിവാര്യമാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റെന്തൊക്കെ തരത്തിലുള്ള അഭിനിവേശങ്ങളും താല്പര്യങ്ങളും കൗതുകങ്ങളും ഉണ്ടോ, ഈ കൗതുകങ്ങളോടൊപ്പം ഉൾച്ചേർക്കാൻ പറ്റുന്ന ഒന്നാണ് സൈക്കോളജി. നിങ്ങൾക്ക് മ്യൂസിക്കിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മ്യൂസിക്കും സൈക്കോളജിയും കമ്പൈൻ ചെയ്യുന്ന മ്യൂസിക് തെറാപ്പി പോലുള്ള ആർട്ട് ബേസ്ഡ് തെറാപ്പികൾ പോലുള്ള സംവിധാനം ചെയ്യുക. ഫിറ്റ്നസും സൈക്കോളജിയും കമ്പൈൻ ചെയ്യുന്നത്, നിങ്ങൾ ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റിക് ആണ്, സ്പോർട്സ് എന്തൂസിയാസ്റ്റിക് ആണ്, അവിടെയും കമ്പൈൻ ചെയ്യാം. നിങ്ങൾക്ക് ഭാഷ, എഴുത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട്, വരയും സർഗാത്മക പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ നിങ്ങൾ ഏതേത് താല്പര്യങ്ങളെയും ഏതേത് കൗതുകങ്ങളിലേക്കും കണക്ട് ചെയ്യാനുള്ള സൈക്കോളജിയുടെ ഈ ഒരു തരത്തിലുള്ള ഈ പ്ലാസ്റ്റിസിറ്റി നമ്മൾക്ക് കരിയറിൽ ഉടനീളം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നതാണ്. സൈക്കോളജിയിൽ പൊതുവിൽ ആളുകൾ ചൂസ് ചെയ്യാത്ത ഒരു സവിശേഷ ഒരു പ്രൊഫഷണൽ മേഖല ചൂസ് ചെയ്ത ആളാണ് ഞാൻ എഡ്യൂക്കേഷണൽ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട മേഖലയിലാണ്. നിങ്ങളെപ്പോലെ വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സും പ്ലസ് ടുവും ഡിഗ്രിയും മിഡ് കരിയർ പ്രൊഫഷണൽസുമായ ആളുകളുടെ തൊഴിൽ ജീവിതം, തൊഴിൽ, കോഴ്സ്, ഉപരിപഠനം, സ്കില്ല്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ സൈക്കോളജിസ്റ്റിന് കൃത്യമായ ഒരു ഇടപെടലുണ്ട്. അവിടെ ആ സെഗ്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആളുകളുടെ ഇമ്മീഡിയറ്റ് മെന്റൽ ഹെൽത്തിനുമായി ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളെ അല്ല. അതുകൊണ്ട് മെന്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം അല്ലാത്ത മേഖലയിലും സൈക്കോളജിസ്റ്റിന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്കോപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഈ സൈക്കോളജിക്ക് ഇങ്ങനെ ബഹുമുഖമായിട്ടുള്ള കരിയർ മേഖലകളുള്ള പ്രവിശാലമായിട്ടുള്ള എല്ലാ തരം കരിയറുകളിലും എല്ലാ തരം ജ്ഞാന മേഖലയുമായി അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിസ്തൃതമായിട്ടുള്ള ഒരു കരിയർ മേഖലയാണ് ശരിക്കും സൈക്കോളജി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൈക്കോളജി എന്നുള്ള മേഖല കൃത്യമായിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റിനോട് ഒരു അനുരാഗവും ഒപ്പം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കേണ്ട സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ എല്ലാ മേഖലയിലും
സൈക്കോളജിസ്റ്റിൻ്റെതായിട്ടുള്ള തോട്ട് പ്രോസസ്സിന്റെ ആവശ്യമുണ്ട്. അത് കച്ചവടമോ വാണിജ്യമോ വ്യവസായമോ കലയോ മീഡിയയോ എന്തോ ആവട്ടെ, അവിടെയൊക്കെ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഇന്ന് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നതിൽ ബിഹേവിയറൽ എക്കണോമിക്സുകൾ ചെലുത്തുന്ന സ്വാധീനം സുപ്രധാനമാണ്. ആളുകൾ എന്ത് ഇഷ്ടപ്പെടും, ആളുകൾ എന്ത് ഇഷ്ടപ്പെടില്ല, ആളുകൾക്ക് എന്ത് വിളമ്പണം, ആളുകൾക്ക് എന്ത് കൊടുക്കരുത്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സൈക്കോളജിസ്റ്റുകളുടെ പഠനങ്ങൾ ഏറെ ഇന്ന് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ബിഹേവിയറൽ എക്കണോമിക്സ് പോലുള്ള കോഗ്നിറ്റീവ് സയൻസിൻ്റെതായിട്ടുള്ള മേഖലകളിലൊക്കെ നടക്കുന്ന പുതിയ തരത്തിലുള്ള ഗവേഷണങ്ങളും അതുപോലെ തന്നെ ഈ ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഓർഗനൈസേഷണൽ വെൽബീയിങ് തൊട്ട് നാഷണൽ വെൽബീയിങ് വരെയുള്ള പല അർത്ഥത്തിലുള്ള ഹാപ്പിനെസ് പ്രൊജക്ടുകൾ, വെൽബീയിങ് പ്രൊജക്ടുകളിലൊക്കെ സൈക്കോളജിസ്റ്റ് ഒരുപാട് ഇടപഴകുന്നുണ്ട് എന്നതാണ്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പക്ഷെ നിങ്ങളുടെ സിലബസിന് പുറത്തുള്ള ഒരു അറിവിലേക്ക് പടരാൻ വേണ്ടി നിൽക്കുന്നതാണ്. നിങ്ങൾ എല്ലാ ആളുകളും യൂട്യൂബ് കൺസ്യൂം ചെയ്യുന്ന ആളുകളാണ്. ഇത്തരത്തിൽ പല ആൾക്കും സ്റ്റീഫൻ പിങ്കർ പോട്ടെ, ഡാൻ അയേലിയെ പോലെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളൊക്കെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പല അർത്ഥത്തിൽ സംസാരിക്കുന്ന വീഡിയോകളും ലെക്ചറുകളൊക്കെ നമ്മൾ കണ്ടു. പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകളൊക്കെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ഇവരൊക്കെ ഏറ്റവും പുതിയ നോളജുകൾ പലപ്പോഴും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പല ഗവേഷണ മാസികകളിലും ഈ പുതിയ പുതിയ ഗവേഷണങ്ങളെ കുറിച്ച് വരാറുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ഒരു പക്ഷേ പുതിയ ലോകം, കൊറോണാനന്തര ലോകം മനഃശാസ്ത്രത്തിന് ഏറെ സ്വാധീനമുള്ള ഒരു ലോകത്തേക്കായിരിക്കും പോകുന്നത്. മനഃശാസ്ത്രമായ അറിവുകളും ജ്ഞാനവും സ്കില്ലുള്ള ആളുകൾക്ക് വർക്ക് ചെയ്യാൻ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ലോകത്തേക്കായിരിക്കും പോകേണ്ടത് എന്നാണ്. അപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങൾ ചെയ്യേണ്ടത് ആ ലോകത്തേക്ക് നിങ്ങൾ എക്വിപ്ഡ് ആവുക എന്നുള്ളതാണ്. അത് കേവലപരമായ ഒരു ഡിഗ്രി കരസ്ഥമാക്കുക എന്നുള്ളതല്ല. സൈക്കോളജിയിൽ പ്രത്യേകിച്ച് ജനറൽ സൈക്കോളജിയിൽ ആഴത്തിലുള്ള അറിവുണ്ടാവുക, അത്യധികം ഗവേഷണ താല്പര്യത ഉണ്ടാവുക, പുതിയ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുക, ടെക്നോളജിയെ കുറിച്ച് അറിയുക, ഇത്തരത്തില് പുതിയ ലോകത്തേക്ക് നമ്മൾ പ്രിപ്പയർഡ് ആവണം എന്നൊക്കെയാണ്. ഇനി നിങ്ങൾ പൊതുവെ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ഫിസിയോളജിയും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പോലത്തെ സബ്സിഡറി പേപ്പറുകളൊക്കെ പഠിക്കുന്നുണ്ട്. പല ആളുകളും സൈക്കോളജി മാത്രമല്ലല്ലോ പഠിക്കാൻ, വേറെയും കുറെ കാര്യം, കുറെ മാത്സ് വരുന്നുണ്ട്, കുറെ ബയോളജി വരുന്നുണ്ട് എന്ന് കുറ്റം പറയാറുണ്ട്. ഇതൊക്കെ സൈക്കോളജി ഒരു സൈക്കോളജി എന്നുള്ള വിഷയത്തിൽ മാത്രം മനസ്സിലാക്കുന്ന ഒന്നേ അല്ല. അതിന് മറ്റു പല ഡിസിപ്ലിന്റെയും സപ്പോർട്ടോട് കൂടിയിട്ട് ഇപ്പോ ഗവേഷണ മേഖലയിൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് അറിയുക എന്നുള്ളത് പ്രധാനമായ കാര്യം. അല്ലാത്തതുകൊണ്ട് നമുക്ക് ഗവേഷണം ചെയ്യുന്നതിൽ പലതരത്തിലുള്ള പരിമിതികൾ ഉണ്ടാവും. മനുഷ്യ ശരീരത്തെ മനസ്സിലാക്കത്തോടത്തോളം കാലം നമുക്ക് ഈ ബ്രെയിൻ ബേസിസ് ഓഫ് ബിഹേവിയറിന്, തലച്ചോറിന്റെ പ്രവർത്തനവും പെരുമാറ്റവും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ മനുഷ്യ ശരീരത്തെ മനസ്സിലാക്കാൻ ഫിസിയോളജി സ്വാഭാവികമായിട്ടും പഠിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഈ തിയററ്റിക്കൽ ലേണിംഗിൽ നിങ്ങൾ ഒരിക്കലും മുഷിപ്പ് ആക്കേണ്ടതില്ല. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ കൗതുകത്തോടു കൂടി തന്നെ ഈ വിഷയങ്ങളെ, തിയറികളെ, ടെക്സ്റ്റ് ബുക്കുകളെ പഠിക്കാനും അതിൽ ഒരു ആഴത്തിലുള്ള അവയർനെസ് ഉണ്ടാവാനും ശ്രമിക്കുക. പലപ്പോഴും ഞാൻ സൈക്കോളജി പഠിക്കുന്ന സമയത്തും ഇതെന്തൊക്കെയോ നിഗൂഢ ജ്ഞാനമാണ്, ഒരു മാജിക് പഠിക്കുന്ന പോലെ, അതല്ലെങ്കിൽ ഒരു ജാലവിദ്യ പഠിക്കുന്നത് പോലെ വളരെ എന്തൊക്കെയോ ഒരു നിഗൂഢമായ ജ്ഞാനമാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. സ്വാഭാവികമായിട്ടും ഈ തിയറികൾ പഠിക്കുക, വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കുന്നതിലോട് ഒരു ഭയങ്കര വിരക്തി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുകയും മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള അറിവിന്റെ വ്യവസ്ഥയാണ് സൈക്കോളജിക്കുള്ളിലുള്ളത് എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഇനി സൈക്കോളജി പഠിച്ചാൽ പണി കിട്ടുമോ, അതല്ല സൈക്കോളജി പഠിച്ചിട്ട് പണി കിട്ടിയവരുണ്ടോ എന്നുള്ള ഒരു സുപ്രധാന ചോദ്യം. അപ്പോ ഞാൻ ഇതിനെ രണ്ട് ഒരു സാഹചര്യത്തിലാണ് പറയുന്നത്. ഒന്ന്, സൈക്കോളജിക്ക് ഒരുപാട് തരം തൊഴിൽ മേഖലയുണ്ട്. ഒരുപക്ഷെ ഞാൻ APAയുടെ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് 2000-ൽ പരം തെറാപ്പികൾ ഇന്നുണ്ട് എന്നാണ്. അപ്പൊ 2000-ൽ പരം തെറാപ്പിസ്റ്റുകളായിട്ട് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സൈക്കോളജിക്ക് സബ് ബ്രാഞ്ചുകളൊക്കെ ചില 200-ൽ പരം ബ്രാഞ്ചുകൾ സൈക്കോളജിക്ക് ഉണ്ട് എന്ന് കണക്കാക്കുന്നുണ്ട് പലതരത്തിൽ. അപ്പം സൈക്കോളജി അതൊക്കെ നമുക്ക് ഒരു വെബിനാറിൽ പറഞ്ഞു തീരാൻ മാത്രം പറഞ്ഞാലും തീരാത്തത്ര വലിപ്പമുള്ള ഒരു സംവിധാനം. അപ്പൊ ഞാൻ പ്രധാനമായിട്ടും സൈക്കോളജിസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ചില സൈക്കോളജിസ്റ്റുകളും അവരുടെ ക്വാളിഫിക്കേഷൻസും എങ്ങനെ അതിലേക്ക് എത്താം എന്നുള്ളതിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ തൊഴിൽ മേഖലയിലേക്ക് കിടക്കാം. പൊതുവെ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു മേഖല ഉണ്ട്. സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ കൗൺസിലർ ആവാൻ വേണ്ടി പറ്റും.
അപ്പൊ ഈ കൗൺസിലിംഗ് എന്നുള്ള ടേം തന്നെ ഒരല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടേമാണ്. എന്താണ് ശരിക്കും കൗൺസിലിംഗ് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു കൗൺസിലർ നിങ്ങളെ പഞ്ചായത്തിൽ ഉണ്ടാവും അല്ലെ? നമ്മളെ വാർഡിലും പഞ്ചായത്തിലൊക്കെ നിങ്ങൾക്ക് അറിയാം മുനിസിപ്പാലിറ്റി കൗൺസിലർ എന്നാണ്. എനിക്ക് തോന്നുന്നത് മായാനദി സിനിമയിൽ ചോദിക്കുന്നുണ്ട് എന്താ വർക്ക് ചെയ്യുന്നത്, കൗൺസിലറാണ്, ഏത് മുനിസിപ്പാലിറ്റിയുടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂഷൻ ആണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ലോയർ ഓഫീസിൽ പോയ ലീഗൽ കൗൺസിലർ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ കൗൺസിലിംഗ് എന്നുള്ള ടൈം ലിറ്റിൽ കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ കൗൺസിലർ എന്നുള്ളത് കൊണ്ട് എന്താണ് സൈക്കോളജിയുടെ ഉള്ളിൽ വിവക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഒരു സൈക്കോളജിസ്റ്റിന്റെ അറിവിന്റെയും കഴിവിന്റെയും പരിധിക്കുള്ളിൽ വരുന്ന ഒരു പ്രൊഫഷനാണ് ശരിക്ക് സൈക്കോളജി എന്നുള്ളത്. അപ്പൊ കൗൺസിലിംഗ് എന്നത്, ഈ കൗൺസിലിംഗ് ഒരു വലിയ അംബ്രല്ല ടൈമാണ്. അപ്പൊ ഈ കൗൺസിലിംഗിനുള്ളിൽ തന്നെ പലതരം സബ് കൗൺസിലിംഗ് മേഖലകളുണ്ട്. പ്രധാനമായിട്ടും മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് എന്ന് പറയുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്കറിയോ ഈ RCI പുതിയൊരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. BA ഹോണേഴ്സ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എന്നാണ് കോഴ്സിന്റെ പേര്. ആ കോഴ്സ് 4 വർഷത്തെ കോഴ്സാണ്. ആ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗൺസിലർ ഇൻ മെന്റൽ ഹെൽത്ത് ആയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കൗൺസിലിംഗ് മെന്റൽ ഹെൽത്ത് പറഞ്ഞാൽ മാനസികാരോഗ്യപരമായ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കൗൺസിൽ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ മാനസികാരോഗ്യപരമായ ബുദ്ധിമുട്ട് മെന്റൽ ഡിസോർഡർ ആവണം നിർബന്ധമൊന്നുമില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് ഭയങ്കര അമിതമായ ദേഷ്യമാണ്, അച്ഛനെ അമ്മയെ കാണുമ്പോൾ തന്നെ ദേഷ്യം തോന്നുന്നത്. അപ്പൊ ഈ ദേഷ്യം നിയന്ത്രിക്കണം, പിന്നെ കുറ്റബോധം തോന്നും ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ആളുകൾക്ക് ഈ ഓവറായിട്ടുള്ള ഈ ദേഷ്യം നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട്, ഒരു കൗൺസിലിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ചെറിയ ആളുകൾക്ക് ഇൻസ്റ്റാഗ്രാം അഡിക്ഷൻ ആയിരിക്കും. റീൽസ് കണ്ട് സമയം പോകും, പിന്നെ കുറ്റബോധം വരും, പണ്ടാരം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ഒരു ബിഹേവിയറൽ കൺട്രോൾ, എക്സസീവ് ഡിജിറ്റൽ അഡിക്ഷൻ ഒരു ബിഹേവിയറൽ കൺട്രോൾ അനിവാര്യമായിരിക്കും. അപ്പൊ അതൊരു ഡിസോർഡർ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമല്ല. ഒരു ഡയഗ്നോസബിൾ ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആവണമെന്നില്ല. എന്നാൽ ഒരാളുടെ ഒരു മാനസികപരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. ചില സമ്മർദ്ദങ്ങൾ, സ്ട്രെസ്സുകൾ, ഇത്തരം കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നിടത്ത് ഒരു സൈക്കോളജിസ്റ്റ് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകളെ മെന്റൽ ഹെൽത്ത് കൗൺസിലർ എന്ന് പറയുന്നത്. ഈ സ്കൂളുകളിൽ സ്കൂൾ കൗൺസിലർ, എഡ്യൂക്കേഷണൽ കൗൺസിലർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ കൗൺസിലേഴ്സ് ഉണ്ടാവും. ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ പഠനം, അവരുടെ സാമൂഹിക ജീവിതം, അവരുടെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു സ്കൂൾ കൗൺസിലർ. ഇനി എന്റെയൊക്കെ പോലെ കരിയർ കൗൺസിലേഴ്സ് ഉണ്ടാവും. ഉപരിപഠനം, തൊഴിലുമായി ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. ഹെൽത്ത് കൗൺസിലേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഓപ്പറേഷന് വിധേയമാകുന്ന ആളുകൾ, പലതരത്തിലുള്ള സർജിക്കൽ പ്രൊസീജിയറിലൂടെ പോകുന്ന ആളുകൾ, പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിലെ ആളുകൾ. ഇവർക്ക് ആരോഗ്യ സംബന്ധിയായിട്ടുള്ള കൗൺസിലിംഗ് അനിവാര്യമായിരിക്കും. നിങ്ങൾ കണ്ണാശുപത്രിയിലൊക്കെ ചെന്നാൽ അവിടെ കൗൺസിലറെ കാണാൻ വേണ്ടി പറ്റും. ഇനി ചില ആളുകൾക്ക് ഡി അഡിക്ഷൻ കൗൺസിലേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഏതെങ്കിലും അഡിക്റ്റീവ് ബിഹേവിയർ ഉള്ള ആളുകൾക്ക് അങ്ങനത്തെ ആളുകൾക്ക് ഡി അഡിക്ഷൻ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യും. മാരേജ് കൗൺസിലേഴ്സ് ഉണ്ടാവും അല്ലെ? മാരേജ് കൗൺസിലേഴ്സ് കല്യാണം എന്തൊരു അസുഖം ആയതുകൊണ്ടല്ല, മാരേജ് ഒരു അസുഖമൊന്നുമല്ല. പകരം ഈ മാരേജുമായി ബന്ധപ്പെട്ട് പലതരം ആശങ്കകൾ, സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളെ പരിഹരിക്കുന്ന മാരേജ് കൗൺസിലർ, കപ്പിൾ കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കൗൺസിലർ ആവുക എന്നുള്ളത് സൈക്കോളജിയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയ മേഖല. അതിനുള്ളിൽ തന്നെ പലതരം സ്പെഷ്യലൈസേഷനിൽ നമുക്ക് കൗൺസിലേഴ്സ് ആവാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു കൗൺസിലർ ആവാനുള്ള യോഗ്യത സാധാരണഗതി ആരായിരിക്കണം ഒരു കൗൺസിലർ എന്നുള്ളതിന് നിലവിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു റെക്കഗ്നൈസിങ് ലൈസൻസിങ് അതോറിറ്റി ഒന്നും ഇല്ല. പക്ഷെ പൊതുവിൽ ഗവൺമെന്റിൽ അടക്കമുള്ള കൗൺസിലേഴ്സ് ഒക്കെ സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സ് എങ്കിലും ഉള്ള ആളുകൾക്ക് കൗൺസിലറായി പ്രാക്ടീസ് ചെയ്യാം. ഒപ്പം തന്നെ കൗൺസിലിംഗിന്റെ മെത്തേഡുമായി ബന്ധപ്പെട്ട ഒരു ജ്ഞാനം, അറിവുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും അനിവാര്യമാണ്. അപ്പൊ കൗൺസിലർ എന്നുള്ളത് സൈക്കോളജിയുടെ ഉള്ളിൽ ഒരുപാട് പേർക്ക് പോകാൻ വേണ്ടി പറ്റുന്ന, പലതരത്തിലുള്ള ബ്രാഞ്ചുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ക്ലിനിക്കൽ സൈക്കോളജി എന്നത്. ഈ ക്ലിനിക്കൽ സൈക്കോളജിയാണ് ശരിക്ക് ഒരു മെന്റൽ ഹെൽത്ത് ടീമിൽ മെമ്പർ ആയിട്ടുള്ള ഒരു ശരിക്കും മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഒരു ചികിത്സാ മനഃശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന ഒരു കരിയർ ഫീൽഡ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മാനസിക രോഗങ്ങളെ പലതരം തെറാപ്പികളിലൂടെ ചികിത്സിക്കുക ചെയ്യുന്ന ഒരാളാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ളത്. അപ്പൊ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാനുള്ള നിയമം, അതിന് ശരിക്കും ഇന്ത്യയിൽ ഒരു ലൈസൻസിങ് സംവിധാനം നിലവിലുണ്ട്. അത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് നിലവിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് ലൈസൻസിങ് പ്രൊവൈഡ് ചെയ്യുന്ന അതോറിറ്റി. ഒരു 3 മാർഗങ്ങളിലൂടെയാണ്. ഇതിലൊക്കെ ഈ റെഗുലേഷൻസ് ഇപ്പൊ കുറെ നടക്കുന്നത് കൊണ്ട് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാനദണ്ഡം 3 കോഴ്സുകളാണ്. ഒന്ന് PG സൈക്കോളജിക്ക് ശേഷം MPhil ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞ പ്രോഗ്രാം ആണ് നിലവിലുള്ളത്. ഈ വർഷമൊക്കെ ഉള്ളത്. ഇപ്പൊ നിംഹാൻസും CIP ഒക്കെ അഡ്മിഷൻ നടത്തി കഴിഞ്ഞു. രണ്ടാമത്തത് PDCP പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷത്തെ കോഴ്സാണ്. മൂന്നാമത്തത് SID എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം.
ഇങ്ങനെ 3 പ്രോഗ്രാമുകളിലൂടെ PG സൈക്കോളജിക്ക് ശേഷമാണ് നമ്മൾ ഈ സ്പെഷ്യലൈസ്ഡ് ആയ പ്രോഗ്രാമിലൂടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുക. അപ്പൊ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുക എന്നാൽ ഇന്ത്യയിൽ കുറച്ച് ശ്രമകരമാണ്. വ്യത്യസ്തങ്ങളായ എൻട്രൻസുകൾ എഴുതി അപൂർവം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രമേ കോഴ്സസ് ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു 25,000 പേരെങ്കിലും PG സൈക്കോളജി പഠിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ ഒരു 1000-ൽ താഴെ ആളുകൾക്ക് മാത്രമേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ ഒരു വർഷം കഴിയുള്ളൂ. അത്രയും കുറച്ച് സീറ്റുകൾ മാത്രമേ ഇന്ത്യയിൽ ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ള ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ളൂ എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായ കോഴ്സ് MPhil ക്ലിനിക്കൽ സൈക്കോളജിയാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്താ വെച്ചാൽ ഈ കോഴ്സ് നിർത്താൻ വേണ്ടി പോവുക. ഈ കോഴ്സ് നിർത്താൻ വേണ്ടി പോകുമ്പോൾ ഈ കോഴ്സ് ഇനി ഉണ്ടാവില്ല എന്നുള്ളതല്ല, ഈ കോഴ്സിന് പകരം MA ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ള പ്രോഗ്രാം ആയിരിക്കും 2026 മുതൽ ഉണ്ടാവുക എന്നുള്ളതാണ് RCI നമുക്ക് തരുന്ന ഒരു നിർദ്ദേശം. അങ്ങനെ ഉള്ള കോഴ്സുകളിലേക്ക് 4 വർഷത്തെ സൈക്കോളജി കഴിഞ്ഞ ആളുകൾക്ക് നേരിട്ടോ 3 വർഷത്തെ സൈക്കോളജി കഴിഞ്ഞ ആളുകൾക്ക് 2 വർഷത്തെ PGക്ക് ശേഷമോ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഇപ്പൊ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിക്കുന്ന ആളുകൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ ശരിക്കും MPhil ക്ലിനിക്കൽ സൈക്കോളജി ആയിരിക്കില്ല ചെയ്യുക. അവർ പകരം MA ക്ലിനിക്കൽ സൈക്കോളജി വിത്ത് RCI റെക്കഗ്നൈസേഷൻ ഉള്ള കോഴ്സ് ആയിരിക്കും ചെയ്യുക. 4 ഇയർ ഡിഗ്രിക്കാർക്ക് നേരിട്ടും 3 ഇയർ ഡിഗ്രിക്കാർക്ക് ആഫ്റ്റർ PGക്ക് ശേഷമായിരിക്കും ഈ കോഴ്സിന് ജോയിൻ ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്. ഇതാണ് ക്ലിനിക്കൽ സൈക്കോളജി. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഹോസ്പിറ്റലുകളിലെ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റുകൾ, മെന്റൽ ഹെൽത്ത് സെന്ററുകൾ, സൈക്യാട്രി ക്ലിനിക്കുകളിലൊക്കെ വർക്ക് ചെയ്യും. ഒരു മെന്റൽ ഹെൽത്ത് ടീമിന്റെ ഒപ്പം സൈക്യാട്രിസ്റ്റും സൈക്യാട്രിക് നഴ്സും സൈക്യാട്രിക് സോഷ്യൽ വർക്കറും ഒക്കെ ഉള്ള ഒരു ടീമിന്റെ ഒരു മെമ്പർ ആണ് ശരിക്കും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ളതാണ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെതായി. ഈ തൊഴിൽപരമായ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ താരതമ്യേന സാധ്യത കൂടുതലുള്ള ഒരു മേഖലയാണ് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഈ ക്ലിനിക്കൽ സൈക്കോളജിയോടൊപ്പം തന്നെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ റെക്കഗ്നൈസേഷൻ കൊടുക്കുന്ന മറ്റൊരു സൈക്കോളജി പ്രൊഫഷണൽസ് റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റുകളാണ്. റീഹാബിലിറ്റേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഡിഫറൻറ്റ്ലി ഏബിൾ ആയ ആളുകളിൽ വർക്ക് ഇന്റലക്ച്വലി ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഇപ്പോൾ ഓട്ടിസമോ സെറിബ്രൽ പാൾസിയോ ഡൗൺ സിൻഡ്രമോ ഇങ്ങനെ പല നിലക്കുള്ള ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയ ആളുകളിൽ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് ശരിക്കും റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റുകൾ. റീഹാബിലിറ്റേഷൻ സൈക്കോളജിയിൽ PG DRP പോലത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ റീഹാബിലിറ്റേഷൻ സൈക്കോളജി പോലെ മാസ്റ്റേഴ്സ് ഇൻ റീഹാബിലിറ്റേഷൻ സൈക്കോളജി പോലുള്ള പ്രോഗ്രാമുകളിലൂടെ റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കോഴ്സുകളിലേക്കും പോകാൻ വേണ്ടി പറ്റും. അതും ഈ RCIയുടെ ലൈസൻസ് പ്രകാരം പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട സൈക്കോളജി കരിയർ ആണ്. അപ്പൊ ആ അർത്ഥത്തിലും നിങ്ങൾക്ക് സൈക്കോളജിയിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഇനി ചില ആളുകളെങ്കിലും സൈക്കോളജി പഠിച്ചിട്ട് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, വലിയ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ആളുകൾക്കാണ് ഓർഗനൈസേഷൻ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, കോർപ്പറേറ്റ് സൈക്കോളജി, ബിസിനസ് സൈക്കോളജി എന്നൊക്കെ പറയുന്ന പൊതുവിൽ നമ്മുടെ നാട്ടിൽ OB ഓർഗനൈസേഷണൽ ബിഹേവിയർ HR സൈക്കോളജി എന്നൊക്കെ പറയുന്ന ഫീൽഡുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഇത് പൊതുവിൽ ചെയ്യുന്നത് ഒരു സൈക്കോളജിസ്റ്റിന് ഒരു കമ്പനിയിലായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക. എസ്പെഷ്യലി HR ഡിപ്പാർട്ട്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ് പൊതുവിൽ വർക്ക് ചെയ്യാറുള്ളത്. റിക്രൂട്ട്മെന്റിലും ട്രെയിനിങ്ങിലും ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിലും ഓർഗനൈസേഷണൽ വെൽബീയിങ് ഈ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ഒരു നല്ല ആളുകളെ പേഴ്സണാലിറ്റി അസസ്മെന്റ് ഒക്കെ ചെയ്ത് റിക്രൂട്ട് ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യുക, അവരുടെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റുകൾ മാനേജ് ചെയ്യുക, ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള വെൽബീയിങ്ങിനെ ഇംപ്രൂവ് ചെയ്യുക, ആക്ടിവിറ്റീസുകളെ കോർഡിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ലേബർ വെൽഫെയർ ഈ ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ സുദീർഘമായിട്ടുള്ള സേവനം അനുഷ്ഠിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റുകൾ. ഓർഗനൈസേഷൻ സൈക്കോളജി ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് PG സൈക്കോളജി തന്നെ ഡിഗ്രിക്ക് ശേഷം സൈക്കോളജി മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ OB സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ചില യൂണിവേഴ്സിറ്റികൾ നേരിട്ട് തന്നെ HR സൈക്കോളജി പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട്. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി നേരിട്ട് കോഴ്സുകൾ. ഹലോ സാർ കേൾക്കാം, ഡൗട്ട് ചോദിക്കാമോ സാർ? ഇപ്പം ഡൗട്ട് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിരുന്നു. ഫ്ലോ നഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിവേ, അപ്പോ അതാണ് ഓർഗനൈസേഷൻ സൈക്കോളജിയുടെ ഉള്ളിൽ വരുന്ന ഒരു മേഖല. ഓർഗനൈസേഷൻ സൈക്കോളജിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും കരിയർപരമായ ചില പരിമിതികൾ ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് പെട്ടെന്ന് ആവാൻ വേണ്ടി പറ്റും. കാരണം ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റുകൾ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികളുടെ എണ്ണം താരതമ്യേന കുറവാണ്. മാത്രമല്ല ഒരു PhD ഒക്കെ അനിവാര്യമാണ് സ്വാഭാവികമായിട്ട്. ഇപ്പോൾ IIMകളൊക്കെ പോലത്തെ ഇന്ത്യയിലെ മുൻനിര മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ FPM ഫെല്ലോ പ്രോഗ്രാം ഇൻ മാനേജ്മെന്റോ PhD ഒക്കെ പോലത്തെ പ്രോഗ്രാമുകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്.
ഇനി സൈക്കോളജിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട തൊഴിൽ മേഖല അക്കാദമിക്സ് ആണ്, ടീച്ചിങ് ആണ്. റിസർച്ചും ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സൈക്കോളജി പഠിച്ച ആളുകൾ സൈക്കോളജി ടീച്ചർ ആവാം. ഏത് മുതൽ ഈ സ്കൂളുകളിൽ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എന്താണ് സൈക്കോളജി സബ്ജക്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ അവിടെ നിങ്ങൾക്ക് സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവാം. സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സും സെറ്റ് BEd പോലത്തെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോ ചില സ്കൂളുകളിൽ ഹൈസ്കൂളിൽ തന്നെ ലൈഫ് സ്കിൽ എഡ്യൂക്കേറ്റർ പോലത്തെ പോസ്റ്റുകൾ, വെൽനസ് ടീച്ചർ പോലത്തെ ടീച്ചിങ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വെൽനസ് ടീച്ചറോ ലൈഫ് സ്കിൽ എഡ്യൂക്കേറ്റർ ഒക്കെ ആയിട്ടും സൈക്കോളജി പഠിച്ച ആളുകൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കോളേജുകളിൽ നിങ്ങൾക്ക് സൈക്കോളജിയിൽ മാസ്റ്റേഴ്സും നെറ്റും ഉണ്ടെങ്കിൽ കോളേജുകളിൽ പഠിപ്പിക്കാം. അത് സൈക്കോളജി സബ്ജക്ട് പഠിക്കാം. സൈക്കോളജി സബ്സിഡറി പേപ്പർ ആയിട്ട് ഫിലോസഫി പോലത്തെ സബ്ജക്റ്റുകളിൽ കൊടുക്കുന്നുണ്ട്. സോഷ്യോളജി പോലത്തെ സബ്ജക്റ്റുകൾ അവിടെ നിങ്ങൾക്ക് സബ്സിഡറി പേപ്പർ ആയി പഠിപ്പിക്കാം. ഇനി അലൈഡ് ഹെൽത്ത് കെയർ കോഴ്സുകൾ, നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, ഒക്യുപേഷണൽ തെറാപ്പി പോലത്തെ കോളേജുകൾ കോഴ്സ് പഠിക്കുന്ന കോളേജുകളിൽ സൈക്കോളജി ഒരു സബ്ജക്റ്റ് ആയി പഠിപ്പിക്കുന്നുണ്ട്. അവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ സൈക്കോളജി പഠിപ്പിക്കുന്ന ടീച്ചർമാരാവാൻ വേണ്ടി പറ്റും. സൈക്കോളജിയിൽ മാസ്റ്റേഴ്സും നെറ്റാണ് എലിജിബിലിറ്റി, എങ്കിൽ കൂടി PhD പോലത്തെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഡിഗ്രി ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. പഠിപ്പിക്കാനുള്ള ഒരു ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ പാസ്സാവുന്നത് പോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കൂടി നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്, പഠിപ്പിക്കാനുള്ള ഒരു അധ്യാപകർക്കുള്ള സ്കില്ല് കൂടി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണ്. ടീച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞ സമയത്താണ് സൈക്കോളജിക്കാർക്ക് പോകാൻ പറ്റുന്ന സവിശേഷമായ മറ്റൊരു ടീച്ചിങ് ഉണ്ട്, അത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ്. ഇപ്പൊ സൈക്കോളജി ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് തന്നെ PG സൈക്കോളജി ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചെയ്തിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആവാൻ വേണ്ടി പറ്റും. അഥവാ സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾ ഉണ്ടാവും, എസ്പെഷ്യലി ഈ ID ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, ബുദ്ധിമാന്യം, ഓട്ടിസം ഒക്കെ പോലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സ്പെഷ്യലൈസേഷനോട് കൂടി ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആവാൻ പറ്റും. ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആവാനുള്ള കോഴ്സിനും RC റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെക്കഗ്നൈസേഷൻ വേണം. ഇവ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് RCA ലൈസൻസോട് കൂടിയിട്ട് മാത്രമേ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മിഡിൽ ഈസ്റ്റിലൊക്കെ സെൻ എഡ്യൂക്കേറ്റർ, സെൻ കോർഡിനേറ്റർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഒക്കെ നല്ല സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പൊ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ള മേഖലയിലും അധ്യാപന മേഖലയിൽ പോകാൻ വേണ്ടി പറ്റും. എസ്പെഷ്യലി ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് 2 വർഷത്തെ BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പോലത്തെ പ്രോഗ്രാമുകൾ ഉണ്ട്. MEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പോലത്തെ പ്രോഗ്രാമുകൾ BEd കഴിഞ്ഞ ആളുകൾക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനുള്ളിൽ തന്നെ ID, ഓട്ടിസം, ലേണിംഗ് ഡിസബിലിറ്റി, വിഷ്വൽ ഇമ്പയർമെന്റ്, ഹിയറിംഗ് ഇമ്പയർമെന്റ് പോലത്തെ പല തരത്തിലുള്ള സ്പെഷ്യലൈസേഷനോട് കൂടി 2 വർഷത്തെ കോഴ്സ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ടീച്ചിങ് എന്നുള്ള മേഖലയും സൈക്കോളജി പഠിച്ചു കഴിഞ്ഞിട്ട് തിരഞ്ഞെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ഒരു മേഖല കൂടി. ഇനി ഈ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല നേരത്തെ പറഞ്ഞ സ്പോർട്സ് ആൻഡ് എക്സസൈസ് സൈക്കോളജി, സ്പോർട്സ് ആൻഡ് പെർഫോമൻസ് സൈക്കോളജി. ഈ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് എസ്പെഷ്യലി സ്പോർട്സ് പെർഫോമൻസ്, ആർട്ട് പെർഫോമൻസ് ആയിട്ട് ഒരാളെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാനും അവരുടെ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാനും അവരുടെ സ്ട്രെസ്സിനെ കുറക്കാനും ഒരു പീക്ക് പെർഫോമൻസിലേക്ക് എത്തിക്കാനും സ്പോർട്സ് സൈക്കോളജിസ്റ്റുകൾക്ക്, പെർഫോമൻസ് സൈക്കോളജിസ്റ്റുകൾക്കൊക്കെ ധാരാളം സാധ്യതകളുണ്ട്. നമ്മൾ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് സ്പോർട്സ് സൈക്കോളജിസ്റ്റുകളെ റിക്രൂട്ട് ചെയ്യാറില്ലാണ്. പല പ്രൈവറ്റ് സ്പോർട്സ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്പോർട്സ് സൈക്കോളജിസ്റ്റുകളെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. സ്പോർട്സിനോടൊരു താല്പര്യമില്ല, ഏതെങ്കിലും ഒരു സ്പോർട്സിലൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണ് എങ്കിൽ സ്പോർട്സ് സൈക്കോളജി കുറച്ചുകൂടി നല്ലതാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റിസർച്ച് ആണ്, ഈ ഗവേഷണപരമായ താല്പര്യമുള്ള ആളുകൾക്ക് സൈക്കോളജി നിങ്ങൾക്കറിയാം ഒരു ബേബി സയൻസ് ആണ്. ഒരുപക്ഷെ സൈക്കോളജിയുടെ ഒരു ശാസ്ത്രീയ പഠനമൊക്കെ തുടങ്ങുന്നത് ഏത് വർഷമാണ് നിങ്ങൾക്കറിയാം? ഈ വില്യം വൂണ്ട് ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ലീപ്സിംഗില് ഒരു ലബോറട്ടറി സ്ഥാപിച്ചത് മുതലാണ്. ഏത് വർഷമാണത് ഓർമ്മ ഉണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്യാവോ? നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. 1879 വില്യം വൂണ്ട് ലീപ്സിംഗ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ ലബോറട്ടറി സ്ഥാപിക്കുന്നത്. അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ പോലും 150 കൊല്ലക്കാലത്തെ പഴക്കം വരുന്ന ഒരു സൈക്കോളജി, ഒരു കുഞ്ഞു സയൻസ് ആണ്. നിങ്ങൾ ഒരുപക്ഷെ ന്യൂട്ടനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അപ്പോ മറ്റ് സയൻസുകളെ കമ്പയർ ചെയ്യുമ്പോൾ സൈക്കോളജി ഒരു ബേബി സയൻസ് ആണ്. സൈക്കോളജി ഉള്ളിൽ ഒരുപാട് ഗവേഷണത്തിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പലതരത്തിലുള്ള മേഖലകൾ. അപ്പോൾ ഈ ഗവേഷണപരമായ ഒരു താല്പര്യമുള്ള ആളുകൾക്ക് സൈക്കോളജിയിൽ ഈ ഒരു റിസർച്ചർ ആവുക എന്നുള്ള ഉദ്ദേശത്തിൽ പോകാവുന്നതാണ്. പല യൂണിവേഴ്സിറ്റികൾ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ റിസർച്ചർമാർക്ക് ഒരുപാട് അവസരം നൽകുന്നുണ്ട്. സൈക്കോളജി മാസ്റ്റേഴ്സിന് ശേഷം ഒരു PhDയിലേക്ക് പോകുക എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്ന ഒരു കാര്യം. ഇനി ഗവേഷണാധിഷ്ഠിതമായ ഓറിയന്റേഷനുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മേഖലയാണ് ഒന്ന് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന മേഖല. കോഗ്നിറ്റീവ് സൈക്കോളജി യഥാർത്ഥത്തിൽ ഒരു കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറയുന്നതിന്റെ ഒരു സബ് ഡിസിപ്ലിൻ ആണ്. അതൊരു ഇന്റർ ഡിസിപ്ലിനറി സ്വഭാവത്തില് സൈക്കോളജിയും ഫിലോസഫിയും ലിംഗ്വിസ്റ്റിക്സും കമ്പ്യൂട്ടർ സയൻസും മാത്തമാറ്റിക്സും ഒക്കെ കമ്പൈൻ ചെയ്യുന്ന ഒരു മേഖലയാണ്. ഒരുപക്ഷെ ഇനിയുള്ള കാലത്ത് വലിയ സാധ്യതയുള്ള ഒരു മേഖലയായിട്ടാണ്
എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ വലിയ സാധ്യത വരുന്ന ഒരു മേഖലയായിട്ടാണ് ഈ കോഗ്നേറ്റീവ് സയൻസിനെ കാണുന്നത്. ഇന്ത്യയിലെ പല IIT കളും, ഗാന്ധിനഗർ IIT, ഡൽഹി IIT ഒക്കെ പോലത്തെ പല IIT കളിലും ഈ മേഖലയിൽ PG പ്രോഗ്രാമും PhD പ്രോഗ്രാമും നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ന്യൂറോ സൈക്കോളജി. നിങ്ങൾക്കറിയാം, ഈ ഫിസിയോളജി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ പെരുമാറ്റത്തിന് കാരണമാകുന്ന തലച്ചോറിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, ബ്രെയിനിനെ കുറിച്ചും നെർവസ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു മേഖലയാണ് ന്യൂറോ സയൻസ്. അതിനുള്ളിൽ തന്നെ ന്യൂറോ സൈക്കോളജി എന്നുള്ളൊരു മേഖല വരുന്നുണ്ട്. ന്യൂറോ സൈക്കോളജിയിൽ പല യൂണിവേഴ്സിറ്റികളും മാസ്റ്റേഴ്സ് പ്രോഗ്രാം നൽകുന്നുണ്ട്. PhD മേഖലയിൽ ചെയ്യാവുന്നതാണ്. നാഷണൽ ബ്രെയിൻ റിസർച്ച് സെന്റർ NBRC ഗുഡ്ഗാവിലൊക്കെ സിമിലർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രെയിൻ ബാങ്ക് ഒക്കെ ഉള്ള സ്ഥലമാണ് ഗുഡ്ഗാവ്. അപ്പോൾ അങ്ങനത്തെ ഒരു ന്യൂറോ സൈക്കോളജിയും ഒരു ഗവേഷണത്തിന് വലിയ സ്കോപ്പ് ഉള്ള ഒരു മേഖലയാണ്. എഞ്ചിനീയറിംഗ് സൈക്കോളജി ചൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് UI UX ഡിസൈനിങ് പോലത്തെ മേഖലകളിൽ, ബിഹേവിയറൽ ഡാറ്റ അനലിസ്റ്റ് പോലത്തെ മേഖലകളിലൊക്കെ എഞ്ചിനീയറിംഗ് സെഗ്മെന്റ്, എസ്പെഷ്യലി IT എനേബിൾഡ് സർവീസ് സെക്ടറുമായി ബന്ധപ്പെട്ട് സൈക്കോളജിക്കാർക്ക് ധാരാളം സാധ്യതകളുണ്ട്. അത് കസ്റ്റമർ ബിഹേവിയറൽ അനലിസ്റ്റ് ആവാം, UI UX ഡിസൈനിലാവാം, അങ്ങനെ ബിഹേവിയറൽ ഡാറ്റ അനലിറ്റിക്സ് ആവാം, സൈക്കോമെട്രിക്സ് ആവാം. ഇങ്ങനെ ഈ സൈക്കോളജി പഠിച്ച ആളുകൾക്ക് എഞ്ചിനീയറിംഗ് സെഗ്മെന്റിൽ ധാരാളം തൊഴിൽ സാധ്യതകൾ ഉണ്ടാവാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ഹെൽത്ത് സൈക്കോളജിയാണ്. ഹെൽത്ത് സൈക്കോളജി, നിങ്ങൾ ഹെൽത്ത് സൈക്കോളജി ചിലപ്പോൾ സബ്ജക്റ്റ് ആയി ഡിഗ്രിയിലും PG ഒക്കെ പഠിക്കുന്നുണ്ടാവും അല്ലെ. ഈ നമ്മളുടെ എല്ലാ തരത്തിലുള്ള ഇന്നത്തെ പുതിയ ഈ മെഡിക്കൽ മോഡലുകളൊക്കെ ബയോമെഡിക്കൽ മോഡലുകളിൽ നിന്ന് മാറിയിട്ട് സൈക്കോ സോഷ്യൽ മോഡലിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ബയോ സോഷ്യൽ മോഡലിൽ അഥവാ ഏത് അസുഖങ്ങൾക്കും മനഃശാസ്ത്രപരമായ കാരണങ്ങൾ കൂടി ഉണ്ടാവും എന്നുള്ള ഒരു സംഗതിയാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹെൽത്ത് സൈക്കോളജിക്കും വലിയ സാധ്യതകളുണ്ട്. ഒരു ഗവേഷണാടിസ്ഥാനത്തിലുള്ള ഒരു വിഷയം കൂടിയാണ് ഹെൽത്ത് സൈക്കോളജി. ഈ അസുഖങ്ങളെ കുറിച്ച് ഒരു മെഡിക്കൽ ഡോക്ടറൊക്കെ ആവാൻ ആഗ്രഹിച്ചിരുന്ന ആളുകൾക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഡയബറ്റിക്സും മെന്റൽ ഹെൽത്തും തമ്മിലുള്ള ബന്ധം, ഡയബറ്റിക്സും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം, ലൈഫ് സ്റ്റൈൽ ഡിസീസും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം, ന്യൂട്രീഷനും സൈക്കോളജിയും. ന്യൂട്രീഷണൽ സൈക്കോളജി വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ഹെൽത്ത് സൈക്കോളജി വളരെ കൗതുകകരമായിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ്. മറ്റൊരു ഹെൽത്ത് കൗൺസിലേഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പല ഹോസ്പിറ്റലുകളിലും ഹെൽത്ത് കൗൺസിലേഴ്സ് ഓൾറെഡി ഉണ്ട് താനും. ഈ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല പോസിറ്റീവ് സൈക്കോളജി. ഞാൻ പോസിറ്റീവ് സൈക്കോളജിക്ക് വലിയ സാധ്യത കാണുന്ന ഒരാളാണ്. പോസിറ്റീവ് സൈക്കോളജി എന്ന് ഉദ്ദേശിക്കുന്നത്, അപ്പൊ പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു ഓപ്പോസിറ്റ്, ഒരു നെഗറ്റീവ് സൈക്കോളജിയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് സലീമാന്റെ ഒക്കെ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, നമ്മൾ ഈ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ്, ടെൻഷൻ എന്നൊക്കെ വെറും നെഗറ്റീവ് ടേംസ് മാത്രമാണ് കേൾക്കുന്നത് എന്നാണ് അല്ലേ. ഇവര് ഫുൾ നെഗറ്റീവ് ആണ് എന്നൊക്കെയാണ് പറയുക. നെഗ് അടിക്കുക എന്ന് പറയുന്നത് ഫുൾ നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ പോസിറ്റീവായ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യണമല്ലോ. ഹോപ്പ്, ഹാപ്പിനെസ്, വെൽബീയിങ്, ഒപ്റ്റിമിസം, സ്ട്രെങ്ത്, ഇങ്ങനത്തെ പോസിറ്റീവായിട്ടുള്ള ഗുണാത്മകമായിട്ടുള്ള കാര്യങ്ങളിൽ മനുഷ്യനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ്. ഈ സെഗ്മാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ നെഗറ്റീവായി, നിങ്ങൾക്ക് ഡിപ്രഷൻ ആണെങ്കിൽ ഡിപ്രഷനെ കുറക്കാനല്ല, സന്തോഷത്തെ കൂട്ടാൻ ശ്രമിച്ചാൽ തന്നെ നിങ്ങളെ ഡിപ്രഷനെ മറികടക്കാന്നാണ് മൂപ്പര് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തെ കുറക്കല്ല വേണ്ടത്, പോസിറ്റീവായ അംശത്തെ കൂട്ടുമ്പോൾ തന്നെ നിങ്ങളെ സന്തോഷം കുറഞ്ഞോളും എന്നുള്ളതാണ്. നമുക്കും പല സമയത്തും അങ്ങനെ ആഗ്രഹം ഉണ്ടാവുമല്ലേ. ഇപ്പൊ വീട്ടിൽ നമ്മൾ പിണങ്ങിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബിരിയാണി കിട്ടി കഴിഞ്ഞാൽ നമ്മളെ സങ്കടമൊക്കെ സ്വതവേ പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പോസിറ്റീവായ ഒരു അംശം നമ്മളെ നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷത്തെ കുറക്കും എന്നൊക്കെ പറയുന്നത്. പോസിറ്റീവ് സൈക്കോളജി, ഞാൻ ഇങ്ങനെ തമാശ പറയുന്ന പോലെയല്ല, പോസിറ്റീവ് സൈക്കോളജി ലോകത്തെ എല്ലാ സ്ഥലത്തും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ്. പല ലോകരാജ്യങ്ങളിലും മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ്, മിനിസ്ട്രി ഓഫ് വെൽബീയിങ് അല്ലെ, ആ രാജ്യത്തെ ആളുകളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്വന്തമായ ഒരു മന്ത്രാലയം തന്നെ ഉണ്ടാക്കി പലതരത്തിലുള്ള പ്രൊജക്ടുകൾ ഉണ്ട്. ഞാൻ UAE കുറച്ചു കാലം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ദുബായിക്ക് ഒരു മിനിസ്ട്രി ഓഫ് വെൽബീയിങ് ഉണ്ട്. അവരുടെ കീഴിൽ ധാരാളം പ്രൊജക്ട്, നിങ്ങൾക്കറിയാം ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് ഈ പ്രൊഡക്ഷനൊക്കെ പോലെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായ ഔന്നിത്യത്തെക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ നാട്ടിലുള്ള ആളുകളുടെ സന്തുഷ്ടി വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള നിലയ്ക്ക് ഇന്ന് GHI ഒക്കെ പല രാജ്യങ്ങളിലെ ആൾക്കാരുണ്ട്. നമ്മളൊക്കെ വളരെ വളരെ പിറകിലാണുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്. പക്ഷെ നമുക്ക് രാജ്യത്തിന്റെ ഒരു ഓർഗനൈസേഷന്റെ, ഒരു രാജ്യത്തിന്റെ ഒക്കെ സന്തോഷം ഇന്ന് വലിയ രീതിയിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹാപ്പിനെസിനെ കുറിച്ചും വെൽബീങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു മേഖലയാണ് പോസിറ്റീവ് സൈക്കോളജി. അപ്പൊ നിങ്ങൾ ഈ നെഗറ്റീവ് സൈക്കോളജിയോട് താല്പര്യമില്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ പോസിറ്റീവ് സൈക്കോളജിയിലേക്ക് മാറാവുന്നതാണ്. പോസിറ്റീവ് സൈക്കോളജിക്ക് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഒരു PG കോഴ്സ് ഒന്നും അവൈലബിൾ അല്ല. യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ അടക്കമുള്ള പല ലോകരാജ്യങ്ങളിലും പോസിറ്റീവ് സൈക്കോളജി കോഴ്സ് കൊടുക്കുന്നുണ്ട്. നിംഹാൻസിന്റെ സെന്റർ ഫോർ വെൽബീയിങ് ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് പോസിറ്റീവ് സൈക്കോളജി ഒക്കെ കൊടുക്കുന്നുണ്ട്.
പക്ഷെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കോച്ച് ആവാന്, റെസിലിയൻസ് കോച്ച് ആവാന്, വെൽബീയിങ് ഓഫീസർ ആവാനൊക്കെ ഇങ്ങനത്തെയൊക്കെ പോസ്റ്റുകൾ, ഇങ്ങനെ കൗതുകമുള്ള പേരുകളുടെ പോസ്റ്റ് ഇതുണ്ടാവും. എന്ന് പറഞ്ഞാൽ മാനസിക രോഗമുള്ള ആളുകളെ ചികിത്സിക്കലല്ല ഇവിടുത്തെ യുക്തി. പകരം നിങ്ങൾ ആയിരിക്കുന്ന വ്യക്തിയുടെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, അയാൾക്ക് ജീവിതത്തിൽ ഒരു ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ, അയാളൊരു ബെറ്റർമെന്റിലേക്ക്, ഈ ആഴ്ചയിലേക്കാളും നല്ലൊരു മനുഷ്യനാക്കി മാറ്റാൻ, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളാണ് പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു വിശാല ചിത്രം. ഒരു ഇപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ വെൽബീയിങ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു നിങ്ങൾ പഠിക്കുന്ന ഒരു കോളേജ് വെൽബീയിങ് ഉള്ള വെൽനെസ് ഉള്ള കോളേജായി മാറ്റിയെടുക്കാൻ എന്തൊക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ചിന്തിച്ചു നോക്കും. നിങ്ങൾ പഠിക്കുന്ന പ്രചോദി നികേതം പോലെ നിങ്ങൾ പഠിക്കുന്ന കോളേജിന്റെ വെൽനെസ്, അവിടെ പഠിക്കുന്ന കുട്ടികൾ, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും ജനറൽ വെൽബീയിങ് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു പഠന വിഷയമാണ്. ആ മേഖലയിൽ പോസിറ്റീവ് സൈക്കോളജിക്കൽ കോച്ചായിട്ടും വെൽനെസ് കോച്ചായിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പോസിറ്റീവ് സൈക്കോളജി. ഈ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പോലത്തെ കരിയർ മേഖലയിലേക്ക് നമുക്ക് പോവാം. ഇത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പബ്ലിക് പ്രസന്റേഷൻ കഴിയും. ആളുകളൊക്കെ നിങ്ങൾ ഇങ്ങനെ കുടുകുടാ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ പറ്റും. നല്ല പ്രസന്റേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ട്രെയിനർ ആവാൻ പറ്റും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനർ ആവാൻ പറ്റും. നമുക്ക് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പല മേഖലയും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഈ പ്രസന്റേഷൻ സ്കില്ലുള്ള ആളുകൾക്ക് ഈ മേഖലയിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇത് സൈക്കോളജിയുടെ ഒരു അപ്ലൈഡ് കരിയർ ഫീൽഡ് ഒന്നും അല്ല, എങ്കിൽ പോലും സൈക്കോളജിക്കൽ നോളജ് ഉള്ള ആളുകൾക്ക് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിലും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിലും ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നിങ്ങൾക്കൊരു സബ് കരിയർ ആയിട്ട്, നിങ്ങളൊരു കൗൺസിലറോ ടീച്ചറൊക്കെ ആയിരിക്കുമ്പോൾ പോലും ഒരു ട്രെയിനർ ആയിട്ട് ഒരു സബ് കരിയർ എപ്പോഴും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ഇനിയും ഒരുപാട് തരം സൈക്കോളജി ഫീൽഡുകൾ ഉണ്ട്. ഞാൻ ഇതൊക്കെ പറയുക എന്നതിൽ സമയപരമായ പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് സവിശേഷമായി എന്തെങ്കിലുമൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇനി സൈക്കോളജി പഠിച്ചാൽ എവിടെ ജോലി കിട്ടും എന്നുള്ളതാണ്. സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ ജോലി കിട്ടും. അപ്പൊ നമുക്ക് ഗവൺമെന്റ് ജോലി കിട്ടുമോ? സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലി കിട്ടുമോ എന്നല്ല. പൊതുവിൽ സൈക്കോളജി അടക്കമുള്ള ഈ പലതരത്തിലുള്ള കരിയർ ഫീൽഡ് ലിമിറ്റഡ് ഗവൺമെന്റ് ജോലിയുള്ളൂ. ഈ ഗവൺമെന്റ് ജോലി തന്നെ പറ്റി നമ്മൾ പറയാം. ഗവൺമെന്റ് ജോലി ആളുകൾ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റ് ജോലിക്ക് ഒരു സ്റ്റെബിലിറ്റി, ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ കരിയർ ആണ്. ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് മറ്റേ പെൻഷൻ കിട്ടും എന്നൊക്കെയാണ് പൊതുവിൽ ഒരു വിവക്ഷിക്കുന്നത്. പക്ഷെ നമ്മളെ സാഹചര്യത്തിനുള്ളിൽ ലെസ് ദാൻ 3% ഗവൺമെന്റ് ജോലിയുള്ളൂ. 100 പേര് ശ്രമിക്കുകയാണെങ്കിലും 3-ൽ താഴെ ആളുകൾക്ക് മാത്രമേ ഗവൺമെന്റ് ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. സൈക്കോളജി കമ്പയർ ചെയ്യുമ്പോൾ അത്രയും സാധ്യതയില്ല. എന്നാൽ അതിലും കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ 100 സൈക്കോളജി പഠിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു 3 പേർക്കൊക്കെ തന്നെ ഗവൺമെന്റ് സെക്ടറിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. സൈക്കോളജിക്കുള്ള ഒരു ഗുണം, സൈക്കോളജി ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് ഡയറക്റ്റ് സൈക്കോളജി ആയിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ICDC സൂപ്പർവൈസർ പോലത്തെ പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന PSC ഉണ്ട്. അതിന് ഡിഗ്രി മാത്രം മതി കേട്ടോ. അംഗനവാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കരിയർ ഫീൽഡാണ് അത്. ഇനി സൈക്കോളജിയിൽ ഇപ്പോൾ സൈക്കോളജി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കോളേജ് എഡ്യൂക്കേഷൻ വഴി നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ വേണ്ടി പറ്റും. സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ വേണ്ടി പറ്റും. സൈക്കോളജിയിൽ മാസ്റ്റേഴ്സും നെറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എലിജിബിൾ ആണ്. PhD ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതുമാണ്. പിന്നെ ഹെൽത്ത് കെയർ, ആരോഗ്യ കേരളം പോലുള്ള NMR, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ പോലെ, ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം പോലെ ഈ ചില ആരോഗ്യ മേഖലയ്ക്ക് കീഴിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിക്കുള്ളിൽ ചില ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോലത്തെ പോസ്റ്റുകൾക്ക് സാധാരണഗതിയിൽ ഒഴിവ് വരാറുണ്ട്. ഈ സേനകളിൽ ഒഴിവ് വരാറുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ONGC, OIC ഒക്കെ പോലത്തെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, ഭാരത് പെട്രോളിയം പോലത്തെ സ്ഥലങ്ങളിലൊക്കെ കൗൺസിലർ, വെൽബീയിങ് ഓഫീസർ പോലത്തെ പോസ്റ്റുകളൊക്കെ ഇടയ്ക്കെപ്പോഴെങ്കിലൊക്കെ വരാറുണ്ട്. അങ്ങനെ വളരെ പരിമിതമാണ് പബ്ലിക് സെക്ടർ ജോബുകൾ സൈക്കോളജിയുടെ ഉള്ളിൽ എന്നുള്ളത് ഒരു ദുഃഖ സത്യം ആണ്. എങ്കിൽ പോലും തീരല്ല എന്നല്ല, പൊതുവെ ഗവൺമെന്റ് കുറച്ചും കൂടി ഇങ്ങനത്തെ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പെർമനന്റ് ജോബ് എന്നുള്ളതിനേക്കാൾ ഒരു പുതിയതായി വരുന്നത്, ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കോളേജുകളിലൊക്കെ ഒരു കോളേജ് കൗൺസിലേഴ്സ് ഉണ്ട് അല്ലെ, ജീവനി പ്രൊജക്ടുകളിലൊക്കെ സൈക്കോളജി അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ സെലക്ട് ചെയ്യാറുണ്ട്. അതൊന്നും ഒരു പെർമനന്റ് പോസ്റ്റ് അല്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പരിമിതികൾ. പൊതുവെ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് ഇങ്ങനെ ഒരു പെർമനന്റ് എംപ്ലോയ്മെന്റിൽ നിന്ന് മാറുന്ന ഒരു കാലത്താണ് ലോകവ്യാപകമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ഇനി ഇൻഡസ്ട്രി ജോലികൾ, സൈക്കോളജി പഠിച്ചാൽ കമ്പനികളിൽ ജോലി കിട്ടുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 200-ൽ പകരം മെന്റൽ ഹെൽത്ത് സ്റ്റാർട്ടപ്പുകളെങ്കിലും ഉണ്ട്. നിങ്ങൾ യുവർ ദോസ്ത്, ബെറ്റർ ലൈഫ്,
അങ്ങനെ ഒരുപാട് മെന്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോംസിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പല മെന്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോം നല്ല സൈക്കോളജിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി മെന്റൽ ഹെൽത്ത്, ഫിറ്റ്നസ്, ന്യൂട്രീഷൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ സൈക്കോളജിസ്റ്റുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ സൈക്കോളജി PG കഴിയുന്നതോടുകൂടി നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മെന്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോമുകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെ ഇൻഡസ്ട്രിയൽ ജോലിക്ക് അങ്ങനെയുണ്ട്. ഒപ്പം തന്നെ IT എനേബിൾ സർവീസ് സെക്ടർ, ചില IT കമ്പനികളും സൈക്കോളജി പഠിച്ച ആളുകളെ റിസർച്ചർ ആയിട്ട്, ബിഹേവിയറൽ അനലിസ്റ്റ് ആയിട്ട്, കസ്റ്റമർ ബിഹേവിയർ സപ്പോർട്ട് ഓഫീസർ ആയിട്ടൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഓർഗനൈസേഷണൽ ജോലികൾക്ക് താരതമ്യേന സാധ്യതയുള്ള ഒരു മേഖലയാണ്. പിന്നെ സൈക്കോളജി ക്ലിനിക്കുകൾ, റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി വിദേശത്ത് ജോലി കിട്ടുമോ എന്നുള്ള സാധ്യത പിന്നെ വരുന്ന ഒരു ചോദ്യം. സൈക്കോളജി പഠിച്ച ആളുകൾ ഈ ഇന്ത്യയിൽ പഠിക്കുന്ന സൈക്കോളജിയുടെ വാലിഡിറ്റി വലിയ ശതമാനം ഇന്ത്യയിൽ തന്നെ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് എല്ലാ സൈക്കോളജി കോഴ്സുകൾക്കും ആ രാജ്യത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി രീതിയിൽ എത്തിപ്പെടാക്കിയിട്ടായിരുന്നു. ഇന്ത്യയിൽ സൈക്കോളജി പഠിച്ച ആളുകൾക്ക് മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. ഒട്ടുമിക്ക മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളും, മിഡിൽ ഈസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ GCC, മലയാളികൾ കൂടുതൽ പോകുന്ന GCC രാജ്യങ്ങളാണ്. UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ ഒക്കെ പോലത്തെ അറബ് സ്പീക്കിംഗ് കൺട്രീസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ സെക്ടറിനുള്ളിൽ പല ഇന്ത്യൻ സ്കൂളുകളിലും സ്കൂൾ സ്റ്റുഡൻസ് കൗൺസിലർ ആയിട്ടോ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോർഡിനേറ്റർ ആയിട്ടോ, സൈക്കോളജി ടീച്ചർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒപ്പം തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, റിസർച്ച് അസിസ്റ്റന്റ് ആവാൻ വേണ്ടി പറ്റും. ഇനി ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ അതാത് രാജ്യങ്ങളുടെ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിന്റെ പരീക്ഷ എഴുതിയിട്ട് ചൈൽഡ് സൈക്കോളജിസ്റ്റോ അതുപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ മിഡിൽ ഈസ്റ്റിൽ പൊതുവിൽ പറ്റാറുണ്ട്. ഇതല്ലാത്ത ലോകരാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതത് രാജ്യങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഡിഗ്രി മിക്കവാറും അനിവാര്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു നിശ്ചിത ക്ലിനിക്കൽ അവർ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് അനിവാര്യമായിരിക്കും. അപ്പൊ നിങ്ങൾ പോകുന്ന രാജ്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിട്ടും ഒരു ഗ്ലോബൽ കരിയറിന്റെ ഒരു സാധ്യത ഉണ്ടാവുക. ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ഒരു ചോദ്യോത്തര വേളയിലേക്ക് പോവാം എന്നാണ് ഞാൻ നോക്കുന്നത്. സൈക്കോളജി പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള അർത്ഥത്തിൽ മസ്റ്റായിട്ടും ഉണ്ടാവേണ്ട നിങ്ങളുടെ ഉള്ളിൽ വേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ ചോദ്യോത്തരങ്ങളിലേക്ക്. ഒന്ന്, സൈക്കോളജി പഠിക്കുന്ന ആള് എന്നുള്ള നിലയ്ക്ക് നിങ്ങളൊരു സൈക്കോളജിസ്റ്റായി ചിന്തിക്കാനും മനസ്സിലാക്കാനും അറിയാനും ജീവിക്കാനൊക്കെ ശ്രമിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പോലെ ഒരു താടി, ഒരു ഉഷാൻ താടിയും പിന്നെ ഇങ്ങനെ ചിന്താനിമഗ്നായിരിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ഒരു അയാളുടെ ഒരു ഭാവഭേദം ഉണ്ടാക്കുകയല്ല ചെയ്തത്. പക്ഷെ നിങ്ങളെ കൊഗ്നേറ്റീവ്ലി, നിങ്ങളെ തോട്ട് പ്രോസസ്സിനുള്ളിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ നിലക്കാണ്. ഞാൻ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം. നോക്കൂ, വയനാട്ടിൽ വലിയൊരു ദുരന്തം നടക്കുകയാണ്. ഈ ദുരന്തത്തിൽ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, മലയാളികളായ ആളുകളൊക്കെ പല പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്നുണ്ട് എങ്കിലും ഒരു പ്രളയം വന്ന സമയത്ത് ആളുകളൊക്കെ ഭയങ്കരമായി സഹായിക്കുന്നു. ഈ വിഷ്വലൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ കരച്ചിൽ വരുന്നുണ്ട്. എന്തൊരു ഒരു ഒരുമയാണ്. ഈ ഒരുമയിലേക്ക് മനുഷ്യന്മാരെ നിർത്തുന്ന മനഃശാസ്ത്രപരമായ ഫാക്ടേഴ്സ് എന്തായിരിക്കും? മലയാളികൾക്ക് സവിശേഷമായി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്ത് തരത്തിലുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുക? ഇങ്ങനെ നമുക്ക് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള മനഃശാസ്ത്രപരമായ ചിന്തകൾക്ക് ആ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും. ഒരു മനഃശാസ്ത്രജ്ഞനെ പോലെ ചിന്തിക്കാനും കാണാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും ഒക്കെ ശ്രമിക്കുക എന്നുള്ളത് സുപ്രധാനമായ കാര്യം. അപ്പോൾ തിങ്ക് ലൈക്ക് എ സൈക്കോളജിസ്റ്റ്, ആക്ട് ലൈക്ക് എ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ സൈക്കോളജിസ്റ്റായി ചിന്തിക്കാനും മനസ്സിലാക്കാനും അറിയാനും ഉൾക്കൊള്ളാനൊക്കെ ഉള്ള ഒരു ശ്രമം പതിയെങ്കിലും നിങ്ങളെ അടുത്ത് വേണം. ഞാൻ പറഞ്ഞത് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഒരു നടനാവുക എന്നുള്ളതല്ല, അതുപോലെ നടിക്കുക എന്നുള്ളതല്ല. ഉള്ളിന്റെ ഉള്ളിൽ ആ അങ്ങനെയാണ് പൊതുവെ ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇന്റലിജൻസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക. രണ്ട്, ഈ കരുണ എന്നുള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ഈ എംപതറ്റിക് ലിസണിങ്, എംപതി എന്നൊക്കെ പറയുന്ന ഒരു സംഗതി മലയാളികളുടെ ഒരു വലിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ഈ ഗുരുവിന്റെ തത്വചിന്തകൾ ഈ സൈക്കോളജി പഠിച്ച ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കരുണ വളരെ അൾട്ടിമേറ്റ് ആയിട്ട് ആനന്ദത്തിലേക്കുള്ള വഴിയായിട്ടാണ് ഗുരു കണക്കാക്കുന്നത്.
അപ്പോ ഈ കാരുണ്യ എമ്പതറ്റിക്കലി ആളുകളെ ലിസൺ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട, നമുക്ക് ചുറ്റുള്ള ആളുകളെ കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റുക എന്നുള്ളത്. അഹന്ത കൊണ്ട് ഭയങ്കരം ഈ എന്താണ് അഗ്രഷൻ കൊണ്ടൊന്നും സൈക്കോളജിയിൽ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് സൈക്കോളജിയുടെ കരിയർ ഡെവലപ്പ്, അതൊരു പക്ഷെ നിങ്ങൾക്ക് ഒരു മാർക്കറ്റർ ആവാനൊക്കെ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ ഈ കാരുണ്യം എന്നുള്ള ഒരു ട്രൈറ്റ് അടിസ്ഥാനപരമായി സൈക്കോളജിക്കാർക്ക് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. സൈക്കോളജിക്കാർ വർക്ക് ചെയ്യുന്ന പല മേഖലകളും വലിയ തോതിൽ ഈ കരുണ അനിവാര്യമായിട്ടുള്ള ഒരു മേഖലയാണ്. എമ്പതറ്റിക്കായി ലിസൺ ചെയ്യുക, എമ്പതറ്റിക്കലായി ആളുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. ഒരല്പം ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒരു സർഗാത്മക ചിന്തയും സൈക്കോളജിസ്റ്റിന് ആവശ്യമുണ്ട്. സൈക്കോളജിസ്റ്റ് ഒരല്പം ഒരു ഫാന്റസിയുടെയും സയൻസിന്റെയും ഒരു മിക്സ്ഡ് നേച്ചർ അനിവാര്യമാണ് എന്നത്. ഒരല്പം സർഗാത്മകത സൈക്കോളജിസ്റ്റിന് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ട നല്ല സൈക്കോളജിസ്റ്റുകളൊക്കെ ഈ സാഹിത്യകരത്തിൽ താല്പര്യമുള്ള ആളുകളാണ്. ഈ പല അർത്ഥത്തിൽ ഇപ്പൊ എനിക്കറിയുന്ന ഒരു നല്ല സൈക്കോളജിസ്റ്റ് ഒരിക്കൽ ഉറൂബിന്റെ ഉമ്മാച്ചു എന്ന് പറഞ്ഞ നോവലിലെ കഥാപാത്രത്തെയും അവരുടെ ജീവിതത്തെയും കണക്ട് ചെയ്യുകയും അതിനെ മെന്റൽ ഹെൽത്തും മനുഷ്യന്റെ ബിഹേവിയറായിട്ട് കണക്ട് ചെയ്യുന്നൊക്കെ കഥ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലെ എണ്ണം പറഞ്ഞ പല സാഹിത്യകാരന്മാരും സൈക്കോളജിക്കൽ നോവൽ, ഇപ്പോൾ എം എ വിജയമാഷെ പോലുള്ള ആളുകളൊക്കെ ആഴത്തിലുള്ള മനഃശാസ്ത്ര അറിവുള്ള ആളുകളാണ്. അപ്പൊ കുറച്ചൊക്കെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും ക്രിയേറ്റീവ് തിങ്കിങ്ങിനൊക്കെ ഉള്ള ഒരു കുറച്ചൊക്കെ നല്ല സിനിമ കാണാൻ, നല്ല രീതിയിൽ വായിക്കാനും, അഥവാ അഥവാ സൈക്കോളജി ഇതരമായിട്ടുള്ള ഫിക്ഷൻ നോൺ ഫിക്ഷൻ വായനകളിലേക്കൊക്കെ പോകുന്ന തരത്തിലുള്ള അനുഭവ പ്രപഞ്ചം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സൈക്കോളജിസ്റ്റിന് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ആഴത്തിലുള്ള വായന ഒക്കെ ഒരു ട്രൈറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒപ്പം തന്നെ സൈക്കോളജി പഠിക്കുന്ന ആളുകൾ എന്നുള്ളവർക്ക് നമ്മൾ നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈ പുതിയ കാലത്തിന്റെ എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ നോക്കൂ, നിങ്ങളെ 2000 ശേഷം ജനിച്ച ആളുകളും യെസ് പറയാമോ? മിക്കവാറും എല്ലാ ആളുകളും 2000 ശേഷം ജനിച്ച ആളുകളായിരിക്കും. 2000 ശേഷം ജനിച്ച ആളുകളും ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ജെൻസി പെട്ട ആളുകളായിരിക്കും. നമ്മളെ കാലത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം, ഈ നമ്മൾ സൗഹൃദങ്ങൾ എങ്ങനെയാണ് വിവക്ഷിക്കുന്നത് എന്നുള്ളിടത്ത് ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോ നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നതാണ്. സൈക്കോളജിയിലുള്ള റിസർച്ചിനെ സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ വെൽബീങ്, നല്ല ജീവിതത്തിന് അയാളുടെ ആരോഗ്യപരമായ ബന്ധങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ജനറലി ഹാപ്പി ആണോ എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് നല്ല ആരോഗ്യപരമായ ബന്ധങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൂടി നോക്കിയാൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല റഫറൽ സുഹൃത്തുക്കൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വേദനയും ഇടങ്ങേറും ബുദ്ധിമുട്ടും പറയാൻ വേണ്ടി പറ്റുന്ന ആളുകളും വേണം. നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ പറ്റുന്ന പല അടരികളിൽ സിനിമ ചർച്ച ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവുക, ഫിലോസഫി ചർച്ച ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്, മതവും സ്പിരിച്വാലിറ്റിയും ചർച്ച ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവുക, തമാശ പറയാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവുക, നിങ്ങളുടെ വ്യക്തിപരമായ സങ്കടങ്ങൾ പറയാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവുക, കടം ചോദിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവുക. ഇങ്ങനെ നാനാ തരത്തിലുള്ള നല്ല ആഴത്തിലുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും റഫറൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സൈക്കോളജിക്കാര് ഈ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒട്ടും പുറകിൽ പോകരുത്. നല്ല സൗഹൃദങ്ങളും വ്യക്തിബന്ധങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതും ഒരു നെറ്റ്വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ട്രൈറ്റ് ആണ്. പിന്നെ വരുന്ന ഒന്ന് സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റുകൾ. ഇതൊക്കെ ശരിക്ക് കരിയറിന്റെ കാര്യത്തിൽ പറയേണ്ട ഒരു സുപ്രധാനമായ കാര്യമാണ്. നമ്മളുടെ ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, ടിക്ടോക്ക്, ഇനി ഏതൊക്കെയാണ് എനിക്ക് അറിയില്ല, ഒരുപാട് ലിങ്ക്ഡിൻ ഒക്കെ പോലത്തെ പ്രൊഫഷണൽ സൈറ്റ്, ഇവിടെയൊക്കെ ഇത് നിങ്ങളുടെ കൂടി ഒരു ബ്രാൻഡ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പോ നമ്മളെ സോഷ്യൽ മീഡിയ കൂടി നമ്മളെ അറിവിനെയും നമ്മളെ ജ്ഞാനത്തെയും വിളിച്ചോതുന്ന ഒരു സ്ഥലം കൂടി ആവണം. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ എഴുതുക, റീൽസുകൾ ഉണ്ടാക്കാം, അത്തരം ചിന്തകളെ കുറിച്ച് എഴുതുക, അത്തരം നിങ്ങളുടെ ആശയങ്ങളെ കുറിച്ച് പ്രതിഫലിപ്പിക്കുക. അപ്പൊ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കേവലപരമായ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊഫഷന്റെയും കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് ആളുകൾ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാനും നിങ്ങളെ റെഫർ ചെയ്യാനൊക്കെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ പ്രൊഫഷൻ ഡെവലപ്പ് ചെയ്യുന്ന എത്രയോ ആളുകളെ എനിക്കറിയാം. ഒരു ഇൻഡിപെൻഡന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകൾ
ഉണ്ട്. ഒപ്പം തന്നെ ഇതുപോലത്തെ നല്ല വെബിനാറുകൾ, സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ, വർക്ക്ഷോപ്പുകൾക്ക് പങ്കെടുത്തിട്ട് അപ്ഡേറ്റഡ് ആവാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്യുക. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതും ഒരു സൈക്കോളജി കരിയർ പെർസ്യൂ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ സൈക്കോളജി കരിയർ ചൂസ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്താവണം എന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലിനിക്കൽ സൈക്കോളജി ആണ്, കൗൺസിലിംഗ് ആണ് എന്നുള്ളത്. നിങ്ങൾ സൈക്കോളജി എടുത്തു എന്നുള്ളതിൽ ട്രാപ്ഡ് ആയി പോകും എന്ന് ചിന്തിക്കണ്ട. ഈ പുതിയ കാലത്ത്, പണ്ടത്തെ കാലത്തെ കരിയർ എന്നൊക്കെ പറഞ്ഞു, ഇപ്പൊ നമ്മളുടെ പാരന്റൽ ജനറേഷനിലേക്ക് കരിയർ, ഒരാൾ ഒരു LP സ്കൂൾ ടീച്ചറായ അയാൾ കുറെ കാലം LP സ്കൂളിൽ പഠിപ്പിച്ച് UP സ്കൂളിലെത്തും, പിന്നെ മെല്ലെ ഹൈസ്കൂളിലെത്തും, ഹൈസ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്റർ ഹെഡ് മിസ്ട്രസ് ഒക്കെ ആയിട്ട് വിരമിക്കും. ഇങ്ങനെ 20കളിൽ തുടങ്ങിയ ആളുകൾ 60കളിൽ എത്തി വിരമിക്കുമ്പോൾ അത് ഒരു കോണി കയറി പോകുന്നത് പോലത്തെ ഒരു കരിയർ ആയിരുന്നു. പക്ഷെ നമ്മളെ കാലത്തേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഈ വളരെ ഒരു വേർട്ടിക്കൽ ആയിട്ടുള്ള ഒരു കരിയറേ ആവും, ഹൊറിസോണ്ടൽ ആണ്. ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കെ തന്നെ ഒരാൾക്ക് നല്ലൊരു ജേർണലിസ്റ്റ് ആവാം, ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കെ തന്നെ ഒരാൾക്ക് നല്ലൊരു ഡാൻസ് ടീച്ചർ ആവാം, ഒരു കൗൺസിലർ ആയിരിക്കെ തന്നെ ഒരാൾക്ക് നല്ലൊരു ഗ്രാഫിക് ഡിസൈനർ ആവാം. ഒരു തൊഴിൽ ജീവിതത്തിനുള്ളിൽ നിങ്ങൾക്ക് മറ്റെന്തൊക്കെ തരം കാര്യങ്ങൾ ഇതിനോട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. കൗൺസിലർ ആയിരിക്കെ തന്നെ നമുക്ക് ട്രെയിനർ ആകാൻ പറ്റും, നമുക്ക് ആർട്ടിക്കിളുകൾ എഴുതുന്ന ജേർണലിസ്റ്റ് ആവാൻ വേണ്ടി പറ്റും, ഫോട്ടോഗ്രാഫർ ആവാൻ വേണ്ടി പറ്റും, ഡാൻസ് ടീച്ചർ ആവാൻ പറ്റും, ഫിറ്റ്നസ് കോച്ച് ആകാൻ വേണ്ടി പറ്റും, വെൽനസ് കോച്ച് ആകാൻ വേണ്ടി പറ്റും, ന്യൂട്രീഷനിസ്റ്റ് ആവാൻ പറ്റും. ഒരു തൊഴിൽ ജീവിതത്തിനുള്ളിൽ നിങ്ങൾ മറ്റെല്ലാ തരം ഇൻഡസ്ട്രികളെയും കൗതുകങ്ങളെയും പാഷനുകളെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു 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 വളരെ ഹൊറിസോണ്ടലായ മൾട്ടിപ്പിൾ സ്കില്ലുകളെ ഒരുപോലെ ഉപയോഗപ്പെടുത്തുന്ന ഒരു വിശാലമായ തൊഴിൽ ജീവിതത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കരിയർ ഗൈഡൻസിന്റെ കാലഘട്ടത്തിൽ ഇന്ന് പറയുന്നത് ഇങ്ങനെ കരിയർ ഒരു പ്രിസ്ക്രിപ്ഷനായി, ഒരു ഡോക്ടർ മരുന്ന് കൊടുക്കുന്ന പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ട് അതിൽ പോയിക്കോ രക്ഷപ്പെടും എന്ന് പറയലേ അല്ല. ഇത് ഒരു 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 ടൈലർ മെയ്ഡ് ആയിട്ടുള്ള സംഗതി. നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ 20കളിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു സംഗതി 30കളിൽ എത്തുമ്പോൾ കൂടുതൽ വ്യത്യസ്തമായ ഒരു ഡിസൈൻ ആയിരിക്കും, 40കളിൽ വ്യത്യസ്തമായ ഡിസൈൻ ആയിരിക്കും. അങ്ങനെ ജീവിതത്തിൽ എന്താവണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഐഡിയകളിലൂടെ നിരന്തരം റീഡിഫൈൻ ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് ഷാർപ്പൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ലൈഫ് ആയിരിക്കും നമ്മളുടെ ഫ്യൂച്ചർ കരിയർ. ആ അർത്ഥത്തിലുള്ള തോട്ട് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യാനാണ് വ്യക്തിപരമായി ഞാനൊക്കെ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു മേഖലയിൽ എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്നുള്ളതിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വേണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഐഫറിന്റെ സൈബ്രിഡ്ജ് പ്രോഗ്രാം ആണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസർ. അപ്പോൾ സൈബ്രിഡ്ജ് പോലത്തെ പ്രോഗ്രാമുകൾ ചെയ്യുന്നതും ഇതുപോലെ സൈക്കോളജി നിങ്ങൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു, നിങ്ങൾ സെമസ്റ്റർ എക്സാം പാസ്സാവുന്നു, ഒപ്പം തന്നെ നിങ്ങൾക്ക് പ്രായോഗികമായ കൗൺസിലിംഗിലും സൈക്കോതെറാപ്പിയിലും വ്യത്യസ്ത മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിലും ആളുകളുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, ആളുകൾ എങ്ങനെ എംപതറ്റിക്കലി ലിസൺ ചെയ്യണം, വ്യത്യസ്തമായ തെറാപ്പികളുടെ കൺസെപ്റ്റുകൾ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു തെറാപ്പിയുടെ ഒരു കൗൺസിലിംഗ് സെഷനും ഒരു തെറാപ്പിയൊക്കെ സ്ട്രക്ചർ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ പ്രായോഗികമായ ഒരു ജ്ഞാനം തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, സൈബ്രിഡ്ജ് പോലത്തെ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്ന ആളുകൾക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്. അപ്പൊ ഈ അർത്ഥത്തിൽ സമഗ്രമായി നിങ്ങളെ കരിയറിനെ ഡിസൈൻ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ ഈ റേഡിയോ പോലത്തെ ഒരു ഏകഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ, ഇങ്ങനത്തെ ഡിസ്കഷനിലേക്ക് നമുക്ക് പോവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് നിലക്ക് നിങ്ങൾക്ക് ചോദിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടും ചോദിക്കാം. സാർ ഹലോ, കേൾക്കാമല്ലോ സാർ? സാർ, എൻ്റെ പേര് ഹരീഷ് ആണ്. ഞാൻ ഇഗ്നോയിലെ MA സൈക്കോളജി MA-PC ആണ്. അതുകൂടെ തന്നെ മറ്റേ PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സ് നമ്മുടെ ലയോളയിൽ ശ്രീകാര്യത്തും ചെയ്യുകയാണ്. അപ്പം എനിക്ക് പറ്റിയ ഇപ്പം എനിക്ക് കൗൺസിലിംഗ് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? എൻ്റെ RCയുടെ ലൈസൻസ് വേണോ? അങ്ങനെയൊക്കെയാണ് ഡൗട്ട്. ഈ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന മേഖലക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്ന ഏജൻസി RCA. RCA പൊതുവെ ക്ലിനിക്കൽ സൈക്കോളജിക്കും റീഹാബിലിറ്റേഷൻ കോഴ്സുകൾക്കുമാണ് ലൈസൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൗൺസിലിംഗിന് അങ്ങനെ ലൈസൻസിങ് പ്രൊവൈഡ് ചെയ്യുന്ന അതോറിറ്റി ഇന്ത്യയില്ല. പൊതുവെ സൈക്കോളജിയിൽ സാർ കേട്ടില്ലായിരുന്നു. അപ്പം ലൈസൻസ് വേണ്ടേ? നിലവിൽ അങ്ങനെ ലൈസൻസിങ് കൊടുക്കുന്ന അതോറിറ്റി ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ്. RCA ലൈസൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ചില റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസിനാണ്.
ഈ റീഹാബിലിറ്റേഷൻ സെക്ടറിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്യുന്ന ഏരിയകളിലൊക്കെ വർക്ക് ചെയ്യുന്നിടത്ത് ലിമിറ്റേഷൻ ഉണ്ട് എങ്കിലും ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയി വർക്ക് ചെയ്യുന്നതിൽ നിയമപരമായിട്ടുള്ള ലിമിറ്റേഷൻസ് നിലവിലില്ല എന്നുള്ളതാണ്. സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സ് ഉണ്ട് എങ്കിൽ തന്നെ കൗൺസിലറായി പ്രാക്ടീസ് ചെയ്യാനും നിയമപരമായി പറ്റും. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പം റീഹാബിലിറ്റേഷൻ RCയുടെ എന്തെങ്കിലും കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമോ? അപ്പം RCIയുമായി ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കോഴ്സ് ചെയ്യുന്നത് നല്ലത്. ഉദാഹരണത്തിന് ലേൺ ഡിസബിലിറ്റി, ഓട്ടിസം, സെറിബ്രൽ പാൾസി ഒക്കെ പോലത്തെ റീഹാബിലിറ്റേഷൻ സെഗ്മെന്റിനുള്ളിലൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ PGDR, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ റീഹാബിലിറ്റേഷൻ സൈക്കോളജി ഒക്കെ പോലത്തെ കോഴ്സുകൾ എന്തായാലും നന്നായിരിക്കും. ആ മേഖലയിൽ വർക്ക് ചെയ്യാൻ കൂടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം ഇഗ്നോയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ? ഡയറക്റ്റ് ആയിട്ട് RCയുടെ ഒരു ഇത് ഇല്ലെന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോഴത്തേക്ക്. ഇഗ്നോയ്ക്ക് സാധാരണഗതിയിൽ RC റെക്കഗ്നൈസ്ഡ് ആയ കോഴ്സസ് കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത് റെഗുലർ ആയിട്ടാണ്. ഡിസ്റ്റൻസ് ആയിട്ട് അപൂർവം ചില കോഴ്സസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന സാർ MA PC എന്ന് പറഞ്ഞ കോഴ്സാണ്. അപ്പൊ അതിന് RCയുടെ ഒരു അംഗീകാരം ഇല്ല. അപ്പൊ RCയുടെ അത് അല്ല, ഒരു PG കോഴ്സുകൾക്കും RCയുടെ അംഗീകാരമില്ല. RCI ഒരു സൈക്കോളജി PG കോഴ്സ് അംഗീകാരം കൊടുക്കുന്നില്ല. പകരം RC റെക്കഗ്നൈസ് ചെയ്ത മറ്റ് ചില പ്രോഗ്രാമുകളാണ് ഉള്ളത്. ഓക്കെ. അല്ല സാർ, ഞാൻ ഡൗട്ട് ചോദിച്ചാൽ MSc സൈക്കോളജി എടുത്തവർക്ക് ഡയറക്റ്റ് ആയിട്ട് കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാൽ ഇഗ്നോയിൽ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തവർക്ക് അത്ര ഒരു അഡ്വാൻറ്റേജ് ഇല്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. കാര്യം എന്റെ ഗ്രാജുവേഷൻ വന്ന് BSc സുവോളജി ആയിരുന്നു. ഓക്കെ, പൊതുവെ നിയമപരമായിട്ട് ഈ റെഗുലർ ഡിസ്റ്റൻസ് എന്നുള്ളതിൽ ഒരു വ്യത്യാസം നിലവിലില്ല. അതേസമയം സൈക്കോളജി കൂട്ടായ്മ റെഗുലറായി പഠിച്ച ആളുകളെ കൂടുതൽ പരിഗണിക്കാറുണ്ട് എന്നുള്ളൊരു സംഗതിയാണ്. അത് നിയമപരമായ ഒരു തടസ്സമല്ല. പകരം സൈക്കോളജി ഫ്രറ്റേണിറ്റി ആരെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോ എഞ്ചിനീയർമാരിൽ നല്ല ആളുകൾ കൂടുതൽ IIT NIT പഠിച്ച ആളുകളെ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് പോലെയൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ഇതിനുള്ളിൽ നിലനിൽക്കുന്നത്. അല്ലാതെ നിയമപരമായ പരിമിതി അല്ലാതെ. സാർ, മെന്റൽ ഹെൽത്ത് വല്ലതും പ്രത്യേകമായിട്ട് പറയുന്നു? ഇഗ്നോ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ കോഴ്സ് ഉണ്ടല്ലോ, RCക്ക് സമാനമാവുന്ന അല്ലെങ്കിൽ ഈ PGക്ക് ശേഷമുള്ള ഒരു കോഴ്സ് ഉണ്ടല്ലോ പുതുതായിട്ട് വന്ന 200ഓളം സീറ്റുകളുള്ള, അതിനെ കുറിച്ച് പറയാൻ പറ്റുമോ? PGDRP പറഞ്ഞത് പുതിയ കോഴ്സ് അല്ല, മുൻപും ഇഗ്നോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ റീഹാബിലിറ്റേഷൻ സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സാണ്. അത് ഇഗ്നോയിൽ മാത്രമല്ല, PGDRP എന്ന് പറഞ്ഞ കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റെഗുലറായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 1 ഇയർ പ്രോഗ്രാം ആയിട്ട്. ആ കോഴ്സ് ഡിസ്റ്റൻസ് ആയിട്ട് ഇഗ്നോ വഴി 200 സീറ്റുകൾ കൊടുക്കുന്നുണ്ട്. അത് വളരെ സ്ട്രിക്റ്റ്ലി സാധാരണ നമ്മളെ നാട്ടിൽ നിന്ന് ഇഗ്നോയിൽ പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോഴ്സുകൾ പോലെ ആയിരിക്കില്ല. നിശ്ചിത ക്ലിനിക്കൽ അവറുകൾ കംപ്ലീറ്റ് ചെയ്യുക, അതിന്റെ എന്താണ് ക്ലാസ്സുകൾക്ക് പങ്കെടുക്കുക, സ്റ്റഡി സെന്ററുകൾ റെഗുലറായി പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ട്രിക്ട്ലി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസിങ് ഈ ഇഗ്നോയുടെ ഈ കോഴ്സിന് RCI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. മുൻപ് ഈ കോഴ്സുകൾ ഇഗ്നോ വഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയതായിരുന്നു. പക്ഷെ ഈ വർഷം കൊണ്ട് അവർ അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്. എന്റെ ഒരു കേരളത്തിൽ അഡ്മിഷൻ പ്രത്യേകിച്ച് കണ്ടീഷൻസ് എന്തെങ്കിലും 200 പേരെ എടുക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഓഫ് കോഴ്സ് എന്തായാലും ഒരു ഇതുണ്ട്. എൻട്രൻസ് എക്സാം ഒന്നും ഇല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അണ്ടർ ഗ്രാജുവേഷന്റെ മാർക്കൊക്കെ പരിഗണിക്കുന്നത് തോന്നുന്നു. സാർ, അപ്പൊ നമുക്ക് ഇപ്പം PGDRP എന്ന് പറഞ്ഞ കോഴ്സ് ഇപ്പം റെഗുലർ ആയിട്ട് ചെയ്യുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്? ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ റെഗുലറായി ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ സാർ, ഇപ്പൊ MA ഇഗ്നോ ചെയ്തവർക്ക് അങ്ങനെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പൊ എൻട്രൻസോ അങ്ങനെ എന്തെങ്കിലും നിയമപരമായ ഒരു പരിമിതി ഇല്ല. ഓക്കെ സാർ, താങ്ക് യു സാർ. പറഞ്ഞ കാര്യങ്ങൾ മെന്റൽ ഹെൽത്ത് ആക്ട് ബില്ലില് ഇതുപോലെ തന്നെ പറയുന്നില്ലേ, റെഗുലർ മോഡുള്ളവരെ കൺസിഡർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം നേരിടേണ്ടി വന്നു എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒന്ന് ഇപ്പൊ നമുക്ക് പലതരത്തിലുള്ള ബില്ലുകളാണ് ഉള്ളത്. നാഷണൽ അലൈഡ് ഹെൽത്ത് കെയർ ബില്ലിലാണ് റെഗുലർ മോഡിനെ കുറിച്ച് പറയുന്നത്. ഈ റെഗുലർ മോഡ് ആ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയെങ്കിലും അതിനുള്ളിലെ ഓരോ വ്യവസ്ഥകളെ കുറിച്ചും പറയുന്നില്ല. ആ വ്യവസ്ഥകളിൽ റെഗുലറായി പ്രാക്ടീസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഉള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. കാരണം അലൈഡ് ഹെൽത്ത് കെയർ ബില്ല് സൈക്കോളജി പ്രൊഫഷണൽസിന് മാത്രമല്ല, നഴ്സിംഗ് അടക്കമുള്ള പല ഫിസിയോതെറാപ്പി പോലത്തെ അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമുള്ള ഒരു ബില്ലാണ്. അപ്പൊ അവിടെയൊക്കെ സ്വാഭാവികമായിട്ടും ഫിസിയോതെറാപ്പി, നഴ്സിംഗ്, ഒക്യുപേഷണൽ തെറാപ്പി, ഒപ്റ്റോമെട്രിക് ഒന്നും ഡിസ്റ്റൻസ് കോഴ്സുകളില്ല. അപ്പോൾ അതിന് അണ്ടറിൽ വരുന്ന കോഴ്സായിട്ട് സൈക്കോളജി പരിഗണിക്കുമ്പോൾ അവർ റെഗുലറായി പ്രാക്ടീസ് ചെയ്യണം, നിശ്ചിത ക്ലിനിക്കൽ അവർ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള റെഗുലേഷൻസ് വരും എന്നൊക്കെ പറയുന്നുണ്ട്.
ആ ബില്ലിലുള്ള വ്യവസ്ഥകൾ ഇതുവരെ വന്നിട്ടില്ല. അത് വരുന്ന മുറക്കായിരിക്കും അതിനുള്ളിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന സമയത്തും എക്സിസ്റ്റിംഗ്ലി ഇനി വരുന്ന ആളുകൾക്ക് അങ്ങനെ വരും എന്നുള്ളതായിരിക്കും. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ അത് ബാധിക്കാൻ സാധ്യതയില്ല. സാറ് ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ഇഗ്നോയിൽ കഴിഞ്ഞത് PG ചെയ്യുമ്പോൾ റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? എല്ലാ യൂണിവേഴ്സിറ്റികളും ഡ്യുവൽ ഡിഗ്രി അങ്ങനെ അനുവദിക്കുന്നില്ല. അത് നിങ്ങൾ റെഗുലർ ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റി ഒരേ സമയം 2 ഡിഗ്രി അനുവദിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഒരേ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എല്ലാ യൂണിവേഴ്സിറ്റികളും അങ്ങനെ അംഗീകരിക്കുന്നില്ല. ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ചില യൂണിവേഴ്സിറ്റികൾ ഒരേ സമയം തന്നെ 2 PG ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കാറുണ്ട്. കരിയർ കൗൺസിലിംഗിലേക്ക് കടക്കണമെങ്കിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? കരിയർ കൗൺസിലിംഗ് എക്സ്ക്ലൂസീവ്ലി ഒരു സൈക്കോളജി ഭാഗമല്ല. കരിയർ കൗൺസിലിംഗ്, കരിയർ ഗൈഡൻസ് ഒക്കെ സൈക്കോളജി പഠിച്ച ആളുകൾക്ക് കൂടി പോകാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിനുള്ളിൽ സൈക്കോളജിയുടേതായിട്ടുള്ള സാധനം ഗൈഡൻസിനും കൗൺസിലിംഗിലുള്ള കൗൺസിലിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. ഇതിനുള്ളിൽ വലിയൊരു ഭാഗം വരുന്നത് ഈ കരിയർ ഇൻഫർമേഷൻസ്, കരിയർ അവയർനെസ് ഉണ്ടാവുക, പലതരം കോഴ്സുകളെ കുറിച്ച്, എൻട്രൻസുകളെ കുറിച്ച്, അഡ്മിഷൻസിനെ കുറിച്ച്, ജോലികളെ കുറിച്ച്, ക്രൈറ്റീരിയകളെ കുറിച്ച്, എലിജിബിലിറ്റികളെ കുറിച്ച്, റെക്കഗ്നൈസേഷനുകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണ ഉണ്ടാവുക എന്നതാണ്. ഭാരതീയർ യൂണിവേഴ്സിറ്റി MA കരിയർ ഗൈഡൻസ് പറഞ്ഞ പ്രോഗ്രാമും PG ഡിപ്ലോമ ഇൻ കരിയർ ഗൈഡൻസ് പറഞ്ഞ പ്രോഗ്രാമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഈ മേഖലയിലുള്ള ഒരു നല്ല ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം. ഡിഗ്രി എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഓഫ്ലൈൻ ആയിട്ട്? പൊതുവിൽ ഈ സൈക്കോളജിയുടെ ഉള്ളിൽ ഈ ഡിഗ്രി പ്രോഗ്രാമുകളാണ് മോസ്റ്റ് വാല്യൂഡ് ആയിട്ടുള്ള കോഴ്സുകൾ. BSc, BA, BSc, MA, MSc, MPhil, PhD ഒക്കെ പോലത്തെ ഈ ഡിഗ്രി പ്രോഗ്രാമുകൾ, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ ഒരു അഡീഷണൽ പ്രോഗ്രാമുകളായിട്ടാണ് പൊതുവിൽ കണക്കാക്കാറുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക ഈ ഡിപ്ലോമ പ്രോഗ്രാമുകളൊക്കെ ഡിസ്റ്റൻസ് ആയിട്ടോ ഓൺലൈൻ ആയിട്ടോ ഇഗ്നോ പോലത്തെ സംവിധാനങ്ങൾ നൽകുന്നതാണ്. എക്സെപ്ഷൻസ് ഉള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ റെഗുലർ, ഇപ്പൊ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ ഒക്കെ പോലത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ റെഗുലർ ആയിട്ട് തന്നെ PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി, കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് പോലത്തെ പ്രോഗ്രാമുകളൊക്കെ നൽകുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ റെഗുലർ ആയിട്ട് ഒരു PG ഡിപ്ലോമ പ്രോഗ്രാമിനെ കൊടുക്കുന്നത് അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ജേറിയാട്രിക് കൗൺസിലിംഗിൽ കേരള യൂണിവേഴ്സിറ്റി സിമിലർ ആയിട്ടുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയും എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശനി ഞായറുകളിലാണ് എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. നമ്മുടെ കേരളത്തിൽ ഞാൻ അങ്ങനെ റെഗുലർ ആയിട്ട് അങ്ങനെ ഒരു കോഴ്സ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി കീഴിൽ അങ്ങനെ കണ്ടിട്ടില്ല. മെഡിക്കൽ കൗൺസിലറും സ്കൂൾ കൗൺസിലറിന്റെ ഒക്കെ ക്വാളിഫിക്കേഷൻ എന്താണ്? പൊതുവിൽ സ്കൂൾ കൗൺസിലറുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇന്ന ക്വാളിഫിക്കേഷൻ ആണ് എന്നുള്ള റെഗുലേഷൻ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക്, MSW ഒക്കെ പോലത്തെ കോഴ്സസ് ആണ് പൊതുവിൽ പരിഗണിക്കാറുള്ളത്. PG ഡിപ്ലോമ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് പോലത്തെ ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ടെങ്കിൽ അതൊരു അധിക യോഗ്യതയായിട്ട് പരിഗണിക്കാറുണ്ട്. ഈ കേന്ദ്രീയ വിദ്യാലയങ്ങളിലൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ NCERTയുടെ കീഴിലുള്ള ഈ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ RIE മൈസൂരൊക്കെ ഉള്ള അവർ കൊടുക്കുന്ന ഒരു ഡിപ്ലോമ പ്രോഗ്രാം ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന പ്രോഗ്രാം ഉണ്ട്. ഒരു നല്ല പ്രോഗ്രാമാണ്. ആ കോഴ്സ് കഴിഞ്ഞ ആളുകളെ പൊതുവെ കേന്ദ്രീയ വിദ്യാലയമൊക്കെ പോലത്തെ സെൻട്രൽ സ്കൂളുകളിൽ കൗൺസിലേഴ്സ് ആയിട്ട് പരിഗണിക്കാറ് ഉണ്ട്. ടീച്ചിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ കോഴ്സുകളിലേക്ക് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അതൊരു നല്ല പ്രോഗ്രാം. അഥവാ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് പോലത്തെ പ്രോഗ്രാമുകൾ. പൊതുവിൽ സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കൊക്കെയാണ് സാധാരണഗതിയിൽ സ്കൂൾ കൗൺസിലർ ആയിട്ടുള്ള യോഗ്യതയായിട്ട് പൊതുവിൽ ഞാൻ ഈ നോട്ടിഫിക്കേഷനിലൊക്കെ കാണാറുള്ളത്. നമസ്കാരം സാറേ, ഞാൻ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. സൈക്കോളജി MSc ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമിസ്റ്റർ. ഇതുമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണമെങ്കിൽ നമ്മൾ RCയുടെ ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ട് അങ്ങനെ വേണോ, അതോ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമോ? ഈ പൊതുവിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ത് തരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് വേണ്ടത്. ഇപ്പൊ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുള്ള ലൈസൻസിങ് വേണ്ടി വരിക അതത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതിനുള്ളിൽ പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷണൽസിനാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഫിസിയോതെറാപ്പി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് വേണം ലൈസൻസ്. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പിയിൽ ക്ലിനിക്കൽ മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വേണ്ടി വരും. അപ്പോൾ അതിനുള്ളിൽ എന്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഉള്ളത്. പൊതുവെ ഈ റീഹാബിലിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള
ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതത് സർവീസുകൾക്ക് അനുസരിച്ചിട്ടുള്ള ലൈസൻസിങ് ഉണ്ടാവുന്നത് നല്ലതാണ് എന്നതാണ് എൻ്റെ ഒരു ഓപ്ഷൻ. കാരണം റീഹാബിലിറ്റേഷൻ പ്രൊഫഷൻസ് കംപ്ലീറ്റ്ലി റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും റീഹാബിലിറ്റേഷൻ ആക്ടിന്റെയും അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ടാവണം. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയോ ഓക്യുപേഷൻ തെറാപ്പി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ സ്പീച്ച് തെറാപ്പിസ്റ്റോ ഓക്യുപേഷൻ തെറാപ്പിസ്റ്റോ ഫിസിയോതെറാപ്പിസ്റ്റോ ഒക്കെ ഉണ്ടാവുന്ന എന്നുള്ളതാണ് നല്ലത്. ഈ സ്ഥാപനത്തിനുള്ള ലൈസൻസിങ് പൊതുവെ അവിടുത്തെ ത്രിതല പഞ്ചായത്ത് സിസ്റ്റത്തിനനുസരിച്ചിട്ടുള്ള ഗവൺമെന്റ് അതോറിറ്റി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. പ്രൊഫഷൻസിനും സർവീസിനും നമുക്ക് ലൈസൻസിങ് വേണ്ടത്. താങ്ക് യു സർ. ഹലോ സർ, ഓഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞു. ഓക്കെ സർ, ഞാനിപ്പം MSc കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2.5 years ആയി. എനിക്കിനി പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ദുബായിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാ നമുക്ക് സൈക്കോ തെറാപ്പിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ RCA ലൈസൻസ് ഉണ്ടോ? എന്തായാലും എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ഇത് എത്ര വാല്യൂബിൾ അതോ അവിടുത്തെ എക്സാംസ് എന്തൊക്കെയാ എഴുതേണ്ടതില്ലേ? പിന്നെ വേറൊരു ഡൗട്ടും കൂടെ ഇതിനോട് ജോയിൻ ചെയ്തിട്ടുള്ള തന്നെയാ. ഇപ്പൊ MPhil എടുത്തിട്ട് നമ്മൾ PhD പോവാൻ താല്പര്യമില്ല. പക്ഷെ സൈഡി എടുത്തു കഴിഞ്ഞാൽ സൈഡി ഭയങ്കര കുറവ് സീറ്റ്സ് മാത്രമാണല്ലോ ഉള്ളത്. അപ്പൊ നമ്മൾ MPhil കഴിഞ്ഞിട്ട് അതിലോട്ട് പോകുമ്പോൾ അവിടെ ഇനി 2 years മാത്രം എടുത്താൽ മതിയോ? അതോ PhD പോലെ തന്നെ നമ്മുടെ വർക്ക് അനുസരിച്ചിട്ടാണോ അത് ടൈം ഡ്യൂറേഷൻ കഴിയുന്നതിന്റെ? ഞാൻ UAE ഒരു എക്സ്പീരിയൻസ് പറയാം. UAE 2 തരത്തിലുള്ള ലൈസൻസിങ് ആണ്. ഹാദും DHA ആണ് വരുന്നത്. 2 സ്ഥലങ്ങളിലും എനിക്ക് യോഗ്യതയായി കണക്കാക്കുന്നത്. എനിക്ക് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട്, ക്ലിനിക്കൽ ചൈൽഡ് സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ ന്യൂറോ സൈക്കോളജിസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാനാണ് എങ്കിൽ എലിജിബിലിറ്റി വേണ്ടത് DHA എക്സാം എഴുതുകയാണ്. ഇത് രണ്ടിനും എക്സാം ഉണ്ട്. ഹാദ് എക്സാം, DHA സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജിയുടെ എക്സാം ഉണ്ട്. എക്സാമിന്റെ എലിജിബിലിറ്റി പറയുന്നത് സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സും 2 years ക്ലിനിക്കൽ എക്സ്പീരിയൻസും ആണ് എലിജിബിലിറ്റിയിൽ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ ഈ സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സും അതുപോലെ തന്നെ 2 year എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കൊക്കെ DHA എഴുതാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ എക്സാം എഴുതാൻ പോയ ആളുകളിൽ പല ആളുകളെത്തും സ്റ്റേറ്റ് അഥവാ ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ റെക്കഗ്നൈസിങ് അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കൂടി ചോദിക്കാറുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഏതെങ്കിലും RCA പോലത്തെ ഏതെങ്കിലും ലൈസൻസിങ് ഉണ്ടാവുന്നത് നല്ലതായിട്ടാണ് ഞാൻ കണക്കാക്കിയത്. നിലവിലുള്ള നിയമപ്രകാരമാണ് എങ്കിൽ നമുക്ക് വേണ്ടത് സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സ് പ്ലസ് 2 year ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. സർ, ഈ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ കൗൺസിലിംഗിൽ കൂടുതലും വെൽബീയിങ് റിലേറ്റഡ് ആവുമല്ലോ കേസസ്. ക്ലിനിക്കൽ വരുന്നുണ്ട്, പക്ഷെ ക്ലിനിക്കൽ മാത്രമായിട്ടല്ലല്ലോ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ വർക്ക് ചെയ്തത്, നിങ്ങൾ കേസ് കണ്ടിട്ടുണ്ട്, തെറാപ്പി പ്രൊവൈഡ് ചെയ്തിട്ട്, കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും വേണ്ടത്. മെന്റൽ ഹെൽത്ത് സെറ്റപ്പിലായിരിക്കണം. മെന്റൽ ഹെൽത്ത് ക്ലിനിക് ആവാം, മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ ആവാം, അങ്ങനെയൊക്കെ ആവാം. സർ, വേറൊരു ഡൗട്ട് ഉണ്ടായിരുന്നെ. ഇപ്പൊ നമ്മള് നാട്ടിലോട്ട് ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാലക്കാടാണ്. അപ്പോൾ ഭയങ്കര റൂറൽ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പം ഇൻസൈറ്റ് കുറവാണ്. അതായിരുന്നു ഞാൻ RCA ലൈസൻസ് എടുക്കാൻ കാരണം. കാരണം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അല്ല എന്നുള്ള ഒരു ഇതും ഉണ്ടായിരുന്നു. അപ്പം തിരിച്ചിനിയിപ്പം അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ദുബായിലെങ്കിൽ നാട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ എന്താ കൂടുതലും ഇങ്ങനെ റൂറൽ സ്പേസസിൽ ഏതാ കൂടുതൽ ഓപ്പർച്യൂണിറ്റി? ബെറ്റർ ഏതാ ഡയറക്ഷൻ? തിരിച്ചാണ് ഞാൻ കരിയറിന്റെ കാര്യത്തിൽ ചിന്തിക്കാൻ വേണ്ടി പറയും. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും നന്നായി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊടുക്കുക എന്നുള്ളതാണ് ഉള്ള സംഗതി. നമ്മൾ എക്സ്റ്റേണൽ ആയ ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഷേപ്പ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ നമുക്ക് എന്താ അടിപൊളിയായി കൊടുക്കാൻ കഴിയുക, അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടി നല്ല മെത്തേഡ് എന്നുള്ള ഒരു സംഗതിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് വളരെ റൂറൽ ഏരിയയിൽ തന്നെ ഈ പൊതുവിൽ സൈക്കോളജി കഴിഞ്ഞ ആളുകൾ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് റിലേറ്റഡ് ആയിട്ട് ധാരാളം സ്റ്റുഡൻസ് മെന്ററിംഗ് ഒക്കെ അടക്കമുള്ള സംഗതികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് സെഗ്മെന്റിന്റെ ഉള്ളിൽ വെച്ചാൽ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി പെർട്ടിക്കുലർലി സ്പെസിഫിക് ബേസ്ഡ്. ഇപ്പോൾ ചില ആളുകൾ ABA തെറാപ്പി ഒക്കെ പഠിച്ചിട്ട് അപ്ലൈഡ് ബിഹേവിയറൽ അനാലിസിസ് ഒക്കെ അതിന് QABAയുടെയോ അല്ലെങ്കിൽ PSCBയുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ ബിഹേവിയറൽ അനലിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠിച്ചിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയി വർക്ക് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക്കലി അഡോളസെന്റ് ബേസ് ചെയ്തിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ ഈ കൗമാരക്കാരായ കുട്ടികൾ എങ്ങനെ മാനേജ് ചെയ്യുന്ന പാരന്റ്സിന് ബുദ്ധിമുട്ടുള്ള ഇതായിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ ഈ അഡോളസെന്റ് പഠിക്കുന്ന ആളുകളുടെ ബിഹേവിയറൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ടീൻ സൈക്കോളജിസ്റ്റ്, അഡോളസെന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ. സോ ഞാനിത് പറയുന്നത് നമ്മളുടെ ഒരു ടേസ്റ്റ് കൂടിയാണ് ഇതിൽ പരിഗണിക്കേണ്ടത് എന്നതാണ്.
ജനറൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, അതിനെ വൈഡൻ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിപ്പോ ഒരു സൈക്കോളജിസ്റ്റുകൾക്ക് പൊതുവെ ഒരു ഓൺലൈൻ പരിച്ഛേദം കൂടിയുണ്ട്. പല ആളുകളും പല സർവീസ്, ഞാൻ എന്റെ 95% സർവീസസും ഓൺലൈൻ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ പ്രധാനമില്ല. ഞാനിപ്പോ ആക്ച്വലി ഇന്ത്യയിലില്ല, ഞാൻ UK താനും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഇന്ന് വളരെ അത്ര സുപ്രധാനമല്ല. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിലൊക്കെ നിങ്ങളുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്യാനുള്ള സ്പേസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു റൂറൽ ഏരിയയിൽ ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണെങ്കിൽ ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സർ, അപ്പം ഞാനിപ്പോ 6 months ആയിട്ട് ഓൺലൈൻ ആയിട്ടും കൂടിയാ വർക്ക് ചെയ്യുന്നത്. ഓൺലൈൻ കുഴപ്പമില്ലാന്ന് കണ്ടപ്പോ അങ്ങനെ ഓഫ്ലൈൻ ഇതാക്കിയത്. അപ്പൊ അത് നമ്മുടെ എക്സ്പീരിയൻസിൽ ആഡ് ഓൺ ചെയ്യും. അപ്പൊ DH എക്സാം ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ അത് ചാൻസ് ഇല്ലേ? അത് പൊതുവെ നമ്മുടെ ഡാറ്റ ഫ്ലോ എങ്ങനെയായിരിക്കും, ഓർഗനൈസേഷണൽ കരിയർ ആണ് കുറച്ചുകൂടി നല്ലത്. എന്ന് പറഞ്ഞാൽ സെൽഫ് എംപ്ലോയ്മെന്റിന്റെ ആ അർത്ഥത്തിൽ വർക്ക് ചെയ്യുക. കാരണം സെൽഫ് എംപ്ലോയ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന അല്ല, ഒരാൾ ഫ്രീലാൻസ് ആയിട്ട് 3 ആപ്സിന്റെ കൂടെ ടൈഡപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി എത്രമേൽ റെക്കഗ്നൈസ്ഡ് ആണ് എന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇത്. കാരണം നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുക, പക്ഷെ ഇത് ഇവരുടെ ജെന്യൂനിറ്റി ചെക്കും സാധനങ്ങളൊക്കെ ഡാറ്റ ഫ്ലോയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതില് സ്വന്തമായി വെബ്സൈറ്റും റെക്കഗ്നൈസേഷൻ ഒക്കെ ഉണ്ടോ, അവര് എന്തെങ്കിലും കാര്യത്തിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടാണ് നോക്കാറുള്ളത്. സർ, കേൾക്കാമോ? ഹലോ കേൾക്കാം, പറഞ്ഞത് കേൾക്കാം. സാർ, ക്രിമിനൽ സൈക്കോളജിസ്റ്റിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? അതിനെ കുറിച്ച് കൂടുതൽ അറിയാമോ സാറിന്? ഓക്കെ, ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 തരം പ്രൊഫഷണൽസ് സൈക്കോളജിയുടെ ഉള്ളിൽ വരുന്നത്. ഒന്ന് ഫോറൻസിക് സൈക്കോളജിയും മറ്റൊന്ന് ഈ ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ക്രിമിനൽ ആൻഡ് ഫോറൻസിക് സൈക്കോളജി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു പ്രൊഫഷൻ എന്നുള്ള അർത്ഥത്തിൽ എടുക്കുന്ന സമയത്ത് ക്രിമിനൽ സൈക്കോളജിസ്റ്റ്, ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്നുള്ളതൊന്നും ഒരു വലിയ തോതിൽ ഓപ്പർച്യൂണിറ്റി ഉള്ള കരിയർ ഫീൽഡ് അല്ല. ഉദാഹരണത്തിന് കേരളത്തിനുള്ളിൽ തന്നെ ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു 50 പേരൊക്കെ കാണിച്ചു തരാൻ എന്നുള്ളത് പ്രയാസമായിരിക്കും. ഒരു വിരലിൽ എണ്ണാവുന്ന അത്രയും ആളുകളായിരിക്കും പ്രൊഫഷണലി അതുകൊണ്ട് ജീവിതം പോറ്റുന്ന ആളുകൾ ഉണ്ടാവുക. അപ്പൊ അത് ആ പ്രൊഫഷന്റെ മോശം കാര്യമില്ല, അത്രയും ആളുകളെ നമുക്ക് ആവശ്യമുള്ളൂ എന്നതാണ്. മാത്രല്ല, ഈ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ബഹുഭൂരിപക്ഷവും നമ്മളുടെ ഗവൺമെന്റ് സംവിധാനങ്ങളുടെ ഭാഗം, പോലീസിന്റെയോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയോ ഭാഗമാണ്. അതല്ലാതെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികളൊക്കെ നമ്മൾ കൂടുതലും സിനിമയിൽ മാത്രമേ കാണുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് ഫോറൻസിക് ലാബുകളോ ഫോറൻസിക് ഏജൻസികളൊക്കെ തുലോം കുറവാണ്, തീരെ ഇല്ല എന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കരിയർ ഫീൽഡ്, ക്രിമിനൽ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജിയിലൊക്കെ പോകുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ നിലനിൽക്കുന്ന ഇത്തരം വളരെ റയർ ആയിട്ടുള്ള ചാൻസുകളിലേക്ക് ക്ഷമയോട് കൂടിയിട്ട് എത്താനുള്ള ഒരു ആ ക്ഷമല്ല, ആ ഇനീഷ്യൽ കരിയർ സ്ട്രഗിളില്ല, അതിനോട് ഓക്കെ ആവാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്യും. 2, ഇതിനുള്ളിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ. ഇപ്പൊ ക്രിമിനൽ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ട് ആളുകൾ ഇപ്പോൾ മീഡിയാസിലൊക്കെ ആർട്ടിക്കിൾ എഴുതാന്, സോഷ്യൽ മീഡിയയിലൊക്കെ ഡിസ്കഷൻസിൽ പങ്കെടുക്കാന്, ഇത്തരം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസിനൊക്കെ നമ്മളതായ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഓറിയന്റേഷൻ ഉണ്ടാവണം എന്നതാണ്. നമുക്കൊരു കൗൺസിലർ, ഒരു സൈക്കോളജി ടീച്ചറൊക്കെ പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അത്ര എളുപ്പമല്ല ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒരു ജോലിക്ക് എത്താൻ. തുലോം കുറവ് ജോലികളാണുള്ളത്. ഇപ്പൊ ഫോറൻസിക് സൈക്കോളജിയാണ് ഇതിൽ താരതമ്യേന കുറച്ചുകൂടി സ്കോപ്പ് ഉള്ളത്. ഫോറൻസിക് സൈക്കോളജിക്ക് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെൻട്രൽ ഫോറൻസിക് ലാബുകളിൽ സൈക്കോളജി പഠിച്ച ആളുകൾക്ക് ചില ഒഴിവുകളൊക്കെ വരാറും ഉണ്ട്. അതാണ് പൊതുവിലുള്ള ഒരു സംഗതി. അല്ലാതെ നമ്മൾ പോലീസിങ്, ഇപ്പൊ കേരള പോലീസിൽ ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ഒരു പോസ്റ്റ് ഇല്ല. അപ്പൊ അങ്ങനെ ഒരു വൈഡ് ആയ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് അതിനൊരു പരിമിതി ഉണ്ട്. പക്ഷെ പേഴ്സണലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പൊ എൻ്റെ ഒരു ബെറ്റർ റെക്കമെൻഡേഷൻ, ഇപ്പോ ഒന്ന് വളരെ 100% ആത്മാർത്ഥ ഇതിലേക്ക് ഇറങ്ങി ഇനീഷ്യൽ കരിയർ സ്ട്രഗിളുകളൊക്കെ ഹാൻഡിൽ ചെയ്യാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈക്കോളജി പ്രൊഫഷനിൽ ഒരു കരിയർ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഒരു സബ് കരിയർ ആയിട്ട് ഈ മേഖലയിൽ നിങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഹലോ ഓക്കെ സാർ. ഹലോ, അതായത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ഉണ്ടല്ലോ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അവിടെ നമ്മളിപ്പോൾ ഒരു സ്ഥാപനം ആരംഭിക്കണമെങ്കിൽ അതിനുള്ള ലൈസൻസിന് നമ്മൾ സാധാരണഗതിയിൽ പ്രൊഫഷണലിന്റെ ഡിഗ്രിയും അതേപോലെ തന്നെ റെക്കഗ്നൈസ് ചെയ്ത എവിടെയാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് നമുക്ക് സൈക്കോളജിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു സാധനം ആരംഭിക്കണമെങ്കിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? നമുക്ക് ഈ പ്രൊഫഷണൽ രജിസ്ട്രി എന്ന് പറയുന്ന സൈക്കോളജിയുടെ ഉള്ളിൽ വരുന്ന രജിസ്ട്രി, പൊതുവിൽ വരുന്ന സാധനം ഈ RCയുടെ രജിസ്ട്രിയാണ് കൂടുതലും വരാറുള്ളത്. ഓക്കെ, അപ്പോ അതാണ്. പിന്നെ ഈ ചില സംവിധാനത്തിനുള്ളിൽ തന്നെ കേരള മെന്റൽ ഹെൽത്ത് രജിസ്ട്രിയും ഉണ്ട്.
അതിലാണ് വരാറുള്ളത്. അത് മിക്കവാറും മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനായിരിക്കും. അപ്പോൾ പൊതുവിൽ നമ്മൾ ഇതിനുള്ളിലുള്ള ഒരു ലിമിറ്റേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സൈക്കോളജി പ്രൊഫഷണൽസും മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് അല്ല, മാനസികാരോഗ്യ പ്രവർത്തകരല്ല. ഞാൻ വ്യക്തിപരമായ ഒരു മാനസികാരോഗ്യ പ്രവർത്തകനല്ല. ഞാൻ മാനസികാരോഗ്യ മേഖലക്ക് പുറത്ത് ഇതിന്റെ ഒരു സെഗ്മെന്റ് ശരിക്കും വരിക എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഒക്കെയാണ്. അപ്പോ മെന്റൽ ഹെൽത്ത് രജിസ്റ്ററിന്റെ ഉള്ളിൽ കൂടുതലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒക്കെ പോലെ തന്നെ ഒരു ലൈസൻസ്ഡ് പ്രൊഫഷണൽസിനെയാണ് പൊതുവിൽ ഇതാക്കാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും RCA പോലത്തെ ലൈസൻസിങ് അനിവാര്യമായിരിക്കും. അങ്ങനെ പ്രൊഫഷണൽ ലൈസൻസിങ് അവർക്ക് കാണിക്കണം. നേരത്തെ കൗൺസിലിംഗ് സൈക്കോളജി കൗൺസിലേഴ്സിന് പിന്നെ RCA രജിസ്ട്രേഷൻ വേണ്ടാന്ന് പറഞ്ഞല്ലോ. അപ്പൊ കൗൺസിലിംഗ് സെന്റർ ആണ് ആരംഭിക്കുന്നതെങ്കിൽ അപ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ പറയുന്ന സംഗതി എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പൊതുവിൽ നിങ്ങൾ ത്രിതല പഞ്ചായത്ത് സിസ്റ്റത്തിനുള്ളില് അവിടെയുള്ള ലൈസൻസിങ്ങിന് എന്താണോ അവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരു കൗൺസിലറായി ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ RCA ലൈസൻസ് വേണം നിർബന്ധമില്ല എന്നുള്ളതാണ്. ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ ഈ മറ്റേതാണ് ലോക്കൽ ബോഡികൾക്കും അവരുടേതായ റെഗുലേഷൻസ് ഉണ്ടാകും. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ബീങ് എ പ്രൊഫഷൻ എന്നുള്ള അർത്ഥത്തിൽ ഒരു കൗൺസിലർ ആവണം എന്നുണ്ടെങ്കിൽ RCA ലൈസൻസിങ് അനിവാര്യമല്ല. കൗൺസിലർ ആവണം എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ലൈസൻസിങ് ആയിട്ടുള്ള സിസ്റ്റം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല. ഇപ്പോൾ ഒരു കരിയർ കൗൺസിലർ എന്നുള്ളതും ഒരു സ്റ്റുഡൻസ് കൗൺസിലർ എന്നുള്ളതും ഒരു മെന്റൽ ഹെൽത്ത് കൗൺസിലർ ഒക്കെ ഡിഫറെന്റ് പ്രൊഫഷണൽസ് ആണ്. അങ്ങനെ കൗൺസിലറെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത്. ഇനി RCAയുടെ ഉള്ളിൽ കൗൺസിലർക്ക് ലൈസൻസ് ഇല്ല എന്നുള്ളതല്ല, കൗൺസിലർക്ക് ലൈസൻസ് വരുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഇപ്പോൾ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ചൈൽഡ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ശരിക്കും RCA 2 സ്ഥാപനങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ട് സ്ഥാപനങ്ങൾ. ആ സ്ഥാപനം അതിൽ കൊടുക്കുന്ന സാധനം ചൈൽഡ് കൗൺസിലറായി വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ലൈസൻസിങ് ശരിക്കും RCAയുടെ അണ്ടറിലുണ്ട്. അത് എല്ലാ കൗൺസിലിംഗിന്റെ ഉള്ളിൽ വരുന്നതല്ല, ഒരു സബ് കൗൺസിലിംഗ് RCA കൊടുക്കുന്ന ഒരു കൗൺസിലിംഗിന്റെ സംഗതിയാണ്. എല്ലാ കൗൺസിലിംഗും RCAയുടെ അണ്ടറിൽ വരുന്നത് നല്ലതാണ്. ഹലോ സർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആഷിഖാണ്. ആഷിഖ് പറ. നമ്മളെ നേരത്തെ ഒരു കുട്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റൻസ് ആയിട്ട് UG കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് റെഗുലർ ആയിട്ട് സൈക്കോളജി PG ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. പിന്നെ അതുപോലെ നമുക്ക് നിരന്തരം പല സൈക്കോളജി പഠിക്കുന്ന കുട്ടികൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പിന്നെ ഈ ക്ലിനിക്കൽ സൈക്കോളജിയിലേക്ക് ഇനി എങ്ങനെയാണ് പോവേണ്ടത്. പിന്നെ ഒട്ടനവധി പേര് പിന്നെ PG കഴിഞ്ഞാൽ ക്ലിനിക്കൽ സൈക്കോളജി ചെയ്താലേ ഉള്ളൂ നമുക്കൊരു റെക്കഗ്നീഷൻ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഇതിലൊരു എങ്ങനെയാണ് അതിനോടൊരു പ്രതികരണം നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ ഒരു ആസ് എ കരിയർ കൗൺസിലർ ഇനി സൈക്കോളജി ഇന്ത്യയിൽ MPhil പോകുന്നു, MSci വരുന്നു, അതിനോടുള്ളൊരു ടേക്ക് എങ്ങനെയാണ് ഒരു സൈക്കോളജി സ്റ്റുഡന്റ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ സൈക്കോളജി ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് റെഗുലർ ആയിട്ട് സൈക്കോളജി PG ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ PG ചെയ്യാൻ വേണ്ടി പറ്റും എന്നതാണ്. ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ CUET PG എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ ഇസ്ലാമിയ ഒക്കെ പോലത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലത്തെ കേരളത്തിലെ ചില യൂണിവേഴ്സിറ്റികൾ റെഗുലറായി പഠിക്കുക എന്നുള്ളത് എലിജിബിലിറ്റി പറയാറുണ്ട്. അത് അപൂർവമായിട്ടാണ്. പക്ഷെ വലിയ റെക്കഗ്നൈസ്ഡ് ആയ പല യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അതത് യൂണിവേഴ്സിറ്റികൾ റെഗുലർ ആയിട്ട് തന്നെ PG ചെയ്യാൻ വേണ്ടി പറ്റും എന്നതാണ്. ഇനി രണ്ടാമത്തെ സാധനം, ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഈ അടുത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതയായിട്ട് MPhil ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞ കോഴ്സാണ് നിലവിൽ ഉണ്ടായിരുന്നത്. ഈ കോഴ്സ് 2010 മുതലെങ്കിലും ഉള്ള കോഴ്സാണ്. അതിനു മുമ്പ് MPhil MANS എന്ന് പറഞ്ഞ മെഡിക്കൽ ആൻഡ് സോഷ്യൽ സൈക്കാട്രി എന്ന് പറഞ്ഞ കോഴ്സായിരുന്നു. അതിനെ പിന്നീട് ക്ലിനിക്കൽ സൈക്കോളജി ആക്കി മാറ്റിയതായിരുന്നു. ഈ ക്ലിനിക്കൽ സൈക്കോളജി കോഴ്സ് MPhil പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ വെളിച്ചത്തിൽ MPhil എന്ന് പറഞ്ഞ പ്രോഗ്രാം എടുത്തു കളയുക ചെയ്തു. MPhil എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ സൈക്കോളജി മാത്രമല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പല യൂണിവേഴ്സിറ്റികളും MPhil ഇംഗ്ലീഷും MPhil കെമിസ്ട്രി ഒക്കെ കൊടുത്തിരുന്നു. ഓക്കെ അപ്പോ ഈ MPhil എടുത്തു കളയുന്ന ഭാഗമായിട്ട് ഈ പ്രോഗ്രാം എടുത്തു കളയുക എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തി. RCA തന്നെ 2026 വരെ ഈ കോഴ്സ് നിലനിർത്തുക എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം എങ്ങനെയായിരിക്കും ഈ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുക എന്നുള്ളതിന് തുടക്കത്തിൽ അവർ ആദ്യം മുന്നോട്ട് വെച്ചിരുന്നത് MSci ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞ 2 കൊല്ലത്തെ പ്രോഗ്രാം ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഈ MSci ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒഴിവാക്കിയിട്ട് പകരം MA ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്താം എന്നുള്ള രീതിയിലാക്കാം. ഇതിൽ MSci, MA, MSc എന്നതിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഉത്തരേന്ത്യയിൽ ഡൽഹിയിലാണ് RCAയുടെ ആസ്ഥാനം ഇരിക്കുന്നത്.
ഉത്തരേന്ത്യയിൽ BA MA പോലത്തെ ആർട്ട് എന്നുള്ള കോഴ്സുകളാണുള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ BSc MSc പോലത്തെ പ്രോഗ്രാമുകളില്ല. അപ്പൊ അതുകൊണ്ട് ഈ BSc MSc BA പോലെ തന്നെയാണ് BA MAയും എന്ന് നിങ്ങൾ കണക്കാക്കണം. ഇനി MA ക്ലിനിക്കൽ സൈക്കോളജി വിത്ത് RC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിൽ MSc സൈക്കോളജി സാധാരണ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കൊടുക്കുന്ന പോലെ ആയിരിക്കുക. അഥവാ ഇൻ ഫ്യൂച്ചർ 2026 ശേഷം കോഴ്സുകൾ ഉണ്ടാവുക. നിംഹാൻസി CIP ഒക്കെ പോലത്തെ മെന്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനെ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഒരു MPhil ക്ലിനിക്കൽ സൈക്കോളജി കോഴ്സ് സാധാരണ ഒരു MBBS കോഴ്സ് പഠിക്കുന്നത് പോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കലുണ്ടാകും. പകൽ സമയത്ത് നമ്മൾ വാർഡുകളിൽ പോയി പേഷ്യന്റിനെ കാണേണ്ടി വരും. അതിലെ കേസ് കോൺഫറൻസ് ഉണ്ടാകും. അതിന്റെ എഴുത്ത് കുത്തുകൾ പരിപാടികളൊക്കെ ഉണ്ടാവും. കേസ് കോൺഫറൻസുകൾ ഉണ്ടാവും. ഇങ്ങനെ ഒരു ക്ലിനിക്കൽ അധിഷ്ഠിതമായിട്ടുള്ള കോഴ്സാണ് MPhil എന്ന് പറഞ്ഞാൽ. കുറച്ചും കൂടി ഒരു റെസിഡൻഷ്യൽ സ്വഭാവമുള്ള ക്യാമ്പസുകളിലായിരിക്കും പഠിക്കുന്നത്. നിംഹാൻസിലോ CIP-ലൊക്കെ പഠിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള MA ക്ലിനിക്കൽ സൈക്കോളജി വിത്ത് RC എന്ന് പറഞ്ഞ കോഴ്സ് ആയിരിക്കും ഇൻ ഫ്യൂച്ചറിൽ ഉണ്ടാവുക. ഇപ്പൊ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഡിഗ്രി പഠിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഇയർ പഠിക്കുന്ന 4 വർഷത്തെ ഡിഗ്രി പഠിക്കുന്ന ആളുകൾക്ക് 4 കൊല്ലത്തെ ഡിഗ്രിക്ക് ശേഷം തന്നെ നേരിട്ട് ഈ 2 കൊല്ലത്തെ പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. എൻട്രൻസുകൾ ഉണ്ടാവും. ഇപ്പൊ 3 കൊല്ലത്തെ കോഴ്സ് പഠിക്കുന്ന ആളുകളാച്ചാൽ നിങ്ങൾ ഇനി ഒരു PG സൈക്കോളജി കൂടി ചെയ്തിട്ട് അതിനുശേഷം ഈ കോഴ്സുകളിലേക്ക് എൻറോൾ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ 3 കൊല്ലം പഠിക്കുന്ന ആളുകൾ ഒരു MA MSc സൈക്കോളജി പഠിച്ചതിന് ശേഷം വീണ്ടും MA സൈക്കോളജി വിത്ത് RC MA ക്ലിനിക്കൽ സൈക്കോളജി വിത്ത് RC സ്പെഷ്യലൈസേഷൻ ചെയ്യേണ്ടി വരും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ. ഇനി അടുത്തൊരു ചോദ്യം ആഷിക്ക് ചോദിച്ചത് സുപ്രധാന ഒരു ചോദ്യമാണ്. ഈ PG ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലാതെ സൈക്കോളജിസ്റ്റിന് ഒരു നിലനിൽപ്പില്ല എന്നൊക്കെ പറയുന്നത് ഒരു അത്ര ശരിയല്ല എന്നല്ല. അങ്ങനെ ഒരു പേടി പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ഞാൻ ഒരു RC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സും കഴിഞ്ഞ ഒരാളല്ല. ഞാൻ RC ആയിട്ടൊരു കോഴ്സും ചെയ്തിട്ടേ ഇല്ല. പക്ഷെ ഞാനൊരു സൈക്കോളജി മേഖലയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു ഏരിയയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഈ എല്ലാ സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്കും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാനും പറ്റില്ല. നിങ്ങൾ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും PSc വഴി ഗവൺമെന്റ് ജോലി കിട്ടൂല എന്നുള്ളത് പോലെ തന്നെയാണ് എല്ലാ ആളുകൾക്കും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാനും പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഏരിയയിൽ നിങ്ങൾ അത് കണ്ടെത്താനും അതിൽ നിങ്ങൾ ഒരു സ്റ്റേബിൾ കരിയർ ഡെവലപ്പ് ചെയ്യാനും ട്രൈ ഔട്ട് ചെയ്യാനുള്ളതാണ്. അത് എന്ത് തരത്തിലുള്ള തൊഴിൽ മേഖല. അപ്പോൾ കപ്പിൾ തെറാപ്പി അടിപൊളിയായിരിക്കും. അതിൽ എനിക്ക് നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്ന ആളുകൾക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യാം. മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറാപ്പികളോട് നിങ്ങൾക്ക് എല്ലാ സമയത്തും ഒരു മെഡിറ്റേഷണൽ സെൻസ് നിൽക്കുള്ളിൽ, നിങ്ങൾ മെഡിറ്റേഷണൽ ഇന്റലിജൻസ് നിൽക്കുന്നുണ്ട്. ഈ മെഡിറ്റേഷണൽ നേച്ചർ കൊണ്ട് നിങ്ങൾക്ക് അത് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്പികളിൽ പ്രാക്ടീസ് ചെയ്യുക. സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പികളിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഒരു തെറാപ്പിസ്റ്റ് ആയിട്ടോ കൗൺസിലർ ആയിട്ടോ, ഇനി ഇതല്ല ആർട്ട് ബേസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, കോർപ്പറേറ്റ് നേച്ചറിലുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഏരിയയെ കണ്ടെത്തി അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏത് ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലായിരിക്കണം, എങ്ങനെയൊക്കെ കൊളാബറേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ്. സൈക്കോളജി സ്വാഭാവികമായിട്ട് ഒരു കോഴ്സ് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടുന്ന പ്രകൃതി ഇനി ഉണ്ടാവില്ല. പകരം നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്ന കരിയറാണ് നമ്മളുടെ കരിയറായിട്ട് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, യുകെയിലാണ് വർക്ക് ചെയ്യണെന്ന് പറഞ്ഞല്ലോ. അപ്പോ എന്തായിട്ടാണ് വർക്ക് ചെയ്യണേ? ഇപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് പിള്ളേര് UK-യിലേക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നാലും സൈക്കോളജിയിൽ എന്താണ് സ്കോപ്പുകൾ എന്നൊന്ന് പറയാമോ? ഓക്കെ, UK-യിൽ UK പോലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ആളുകൾ വരുന്നത് ഗ്ലോബൽ കരിയറിനെ മോഹിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതും എന്ത് തരത്തിലുള്ള കരിയർ ആവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോ UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഒക്കെ പോലത്തെ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലേക്കാൾ കുറച്ചും കൂടി അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ UK-യിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സിന് ശേഷം ഒരു 3 ഇയർ ക്ലിനിക്കൽ സൈക്കോളജി പോലത്തെ ഒരു കോഴ്സോ നിശ്ചിത അവർ ക്ലിനിക്കൽ പ്രാക്ടീസിലൂടെയൊക്കെ ഒരു HCPC അഫിലിയേറ്റഡ് സൈക്കോളജിസ്റ്റ് ആയിട്ട് മെമ്പർഷിപ്പ് കിട്ടി റെഗുലർ പ്രാക്ടീസ് കിട്ടും. കാരണം ഒട്ടുമിക്ക ക്ലിനിക്കൽ കൗൺസിലിംഗ് പ്രാക്ടീസിനും നമ്മുടെ നാട്ടിൽ PhD-ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ക്ലിനിക്കൽ പ്രാക്ടീസും വേണ്ടി വരും എന്നുള്ളതാണ്. അതിനുശേഷം
സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് അതാണ് പ്രധാനമായിട്ടും. ഇനി ബിസിനസ് സൈക്കോളജി, ഓർഗനൈസേഷൻ സൈക്കോളജി പോകുന്ന ആളുകളുണ്ട്, അങ്ങനെ ഓർഗനൈസേഷൻ ജോലികൾ, ഈ ചൈൽഡ് ഗൈഡൻസ് ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിലിംഗിൽ പോകുന്ന ആളുകളുണ്ട്, ഈ ചില ആളുകൾ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് വർക്കർ, ചൈൽഡ് സപ്പോർട്ട് വർക്കർ, ഡിസബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ UK, കാനഡ പോലത്തെ രാജ്യങ്ങളിലൊക്കെ വരുന്ന ആളുകൾ അവർ പഠിക്കുന്ന കോഴ്സുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാകുക. കൂടുതൽ ആളുകൾ ഞാൻ കണ്ടിട്ടുള്ളത് സപ്പോർട്ട് വർക്കുമായി ബന്ധപ്പെട്ട്, അതൊരു കൈൻഡ് ഓഫ് അസിസ്റ്റീവ് സൈക്കോളജിക്കൽ കരിയർ ആണ്. ഒരു 1-to-1 കൺസൾട്ടേഷൻ ഒക്കെ കൊടുക്കുന്ന സൈക്കോളജിസ്റ്റ് ആവുക, കൗൺസിലർ ആവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല, നാട്ടിലെ പോലെ അത്ര എളുപ്പം അല്ല, എസ്പെഷ്യലി ഡെവലപ്ഡ് ആയ രാജ്യങ്ങളിൽ. എന്ന് പറഞ്ഞാൽ അസാധ്യമൊന്നും അല്ല, പക്ഷെ ഒരു നിശ്ചിത അളവ് ക്ലിനിക്കൽ പ്രാക്ടീസ് ഉണ്ടാവും. ഓരോ രാജ്യങ്ങളിലും അതത് PPSC, APA, കനേഡിയൻ സൈക്കോളജിക്കൽ അസോസിയേഷനിലെ കൗൺസിൽ രജിസ്ട്രേഷൻ ആവശ്യമാണ്, അവിടുത്തെ പ്രൊഫഷണൽ ബോഡിയിൽ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതൊക്കെ ഒരു സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെയാണ് ഓരോ ആളുകളും അതത് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊരു ഡിഗ്രി കൊണ്ട് നേരിട്ട് വർക്ക് ചെയ്യൽ അത്ര എളുപ്പമാവില്ല. ഹലോ സാർ. സർ ഹലോ സാർ. സർ ഞാൻ ഹലോ സാർ, ഞാൻ മെഡിക്കൽ പ്രൊഫഷണലാണ്. ഞാനിപ്പം MA സൈക്കോളജി ക്ലിനിക്കൽ ഇഗ്നോന്ന് ഇപ്പം കഴിഞ്ഞിറങ്ങിയാണ്. പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ്. അപ്പം എനിക്ക് എന്റെ പ്രാക്ടീസിനോടൊപ്പം കൗൺസിലിംഗ് ചെയ്യുന്നതിന് പറ്റില്ലേ? കൗൺസിലിംഗ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഇല്ല എന്നുള്ളതാണ്. കൗൺസിലിംഗ് ചെയ്യുക എന്നുള്ളതിനുള്ള ഒരു റെഗുലേഷൻസിൽ ഇന്ന ആളായിരിക്കണം കൗൺസിലർ എന്നുള്ളത് അങ്ങനെ ഒരു നിബന്ധനയില്ല. പൊതുവെ സൈക്കോളജി PG കഴിഞ്ഞ ആളുകൾക്ക് കൗൺസിലറായി വർക്ക് ചെയ്യാം. മാത്രമല്ല, നമുക്കിപ്പോ ഹെൽത്ത് സെക്ടറിൽ തന്നെ ഫർദർ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഗൈഡൻസ് തരാൻ പറ്റുമോ? എന്തെങ്കിലും തെറാപ്പി ബേസ്ഡ് ആയിട്ട് നിങ്ങളൊരു മെന്റൽ ഹെൽത്ത് കേസുകളൊക്കെ എടുക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ഒപ്പീനിയൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ രജിസ്റ്റേർഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയി പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളത് നല്ലതായിരിക്കും, എസ്പെഷ്യലി ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് ഒരു RCA റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജി ലൈസൻസിങ് കിട്ടുന്ന കോഴ്സ് ഒരു ബെറ്റർ റെക്കമെൻഡേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു, ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് മെന്റൽ ഹെൽത്ത് കേസ്. ഓക്കെ സാർ, അതിന്റെ ഫർദർ ആയിട്ട് എന്തെങ്കിലും എനിക്ക് കുറെ കേട്ടപ്പോൾ ഓക്കെ, എൻ്റെ ഒരു ഒപ്പീനിയൻ അതൊക്കെ ഒന്ന് PDC, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ സൈക്കോളജിയോ അതല്ലെങ്കിൽ MPhil ക്ലിനിക്കൽ സൈക്കോളജി പോലത്തെ കോഴ്സസ് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഓക്കെ സാർ, ഈ ഹെൽത്ത് കൗൺസിലർ എന്നൊരു പദം പറഞ്ഞല്ലോ, അതെന്താണ് എനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പോഴത്തെ നിലയ്ക്ക് പറ്റില്ലല്ലോ. ഹെൽത്ത് കൗൺസിലർ എന്നുള്ള സംഗതി അത് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഞാൻ അപ്പോളോ ഹോസ്പിറ്റലൊക്കെ ഹെൽത്ത് കൗൺസിലറെ കണ്ടിട്ടുണ്ട്. ഹെൽത്ത് കൗൺസിലർ എന്ന് പറഞ്ഞാൽ നാനാവിധ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് പൊതുവിൽ ഇന്നത്തെ ഒരു ഉണ്ടോന്ന് എനിക്ക് അറിയേണ്ടത്. അതായത് വേറെ ഡിഗ്രി മീൻസ് അതർ ദാൻ PG നമുക്ക് അതൊരു വേറെ സെക്ടർ തന്നെ പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഒരു സംശയം വന്നു. നമ്മൾ അങ്ങനത്തെ കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ഈ സൈക്കോ ഓങ്കോളജി പോലത്തെ കോഴ്സസുകളൊക്കെ ചെന്നൈ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് സൈക്കോളജിയിൽ തന്നെ PhD പ്രോഗ്രാം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി സൈക്കോ ഓങ്കോളജി പ്രോഗ്രാം, അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് സൈക്കോളജി കോഴ്സസ് ഒക്കെ അങ്ങനെ അപൂർവം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊരു എമർജിംഗ് ഫീൽഡ് ആയിട്ടാണ് നിലവിൽ കണക്കാക്കുന്നത്. ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് BA BCBA സർട്ടിഫിക്കേഷൻ കോഴ്സസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാമോ? അതുപോലെ കേരളത്തിൽ എവിടേക്ക് ഈ കോഴ്സസ് ഉള്ളത്? ഓക്കെ, ഈ ABA തെറാപ്പി എന്ന് പറയുന്നത് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ ആളുകൾ വിശിഷ്യ ബിഹേവിയർ തെറാപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു തെറാപ്പി പ്രോഗ്രാമാണ് ABA എന്ന് പറയുന്നത്. അതിന് ഇന്റർനാഷണൽ ആയിട്ടുള്ള കൗൺസിൽ രജിസ്റ്റർ 2 കൗൺസിലുകളാണുള്ളത്, PACBയും മറ്റൊന്ന് QABA. അത് രണ്ടും ഇന്റർനാഷണൽ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ആണ്. അപ്പൊ അതിന് ലേണിംഗ് സെന്ററുകളായിരിക്കും ഉണ്ടാവും. ഞാൻ ഇന്ത്യയിൽ അങ്ങനെ ലേണിംഗ് സെന്ററുകളൊന്നും ആ അർത്ഥത്തിൽ കണ്ടിട്ടില്ല. മിഡിൽ ഈസ്റ്റിൽ ദുബായ് അടക്കമുള്ള സ്ഥലം, ദുബായ് ഓട്ടിസം സെന്റർ ഒക്കെ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ അവർ രജിസ്റ്റർ ചെയ്ത്, അപ്പൊ നിങ്ങൾ QABയുടെയും BACBയുടെയും ഒക്കെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ റെക്കഗ്നൈസ് ചെയ്ത ലേണിംഗ് സെന്ററുകൾ ഉണ്ടാവും. ഈ ലേണിംഗ് സെന്ററുകളിൽ നിങ്ങൾ പോയി അവരെ എൻക്വയറി ചെയ്തിട്ട് ഇത് കേവലം ഒരു ഓൺലൈനായി കോഴ്സ് പഠിച്ചാൽ മാത്രം പോരാ, സൂപ്പർവിഷന് വേണ്ടി വരും. അപ്പൊ സൂപ്പർവൈസറി ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ രജിസ്ട്രേഡ് ABA തെറാപ്പിസ്റ്റ് ആവുക. 2 കൗൺസിലുകളാണുള്ളത്. ഈ 2 കൗൺസിലുകളും ഇന്ത്യൻ കൗൺസിലുകളല്ല, ഇന്റർനാഷണൽ കൗൺസിലുകളാണ് ഉള്ളത്. അതത് കൗൺസിലുകളുടെ രജിസ്ട്രേഷന് പ്രൊവൈഡ് ചെയ്യുന്ന ലേണിംഗ് സെന്ററുകളായിരിക്കും ഉണ്ടാവുക.
നമ്മൾ രജിസ്ട്രേഡ് ഇപ്പോൾ ഒരു സൂപ്പർവിഷൻ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു രജിസ്ട്രേഡ് ABA തെറാപ്പിസ്റ്റിനും വേണമെങ്കിൽ എന്ത് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ അങ്ങനെ രജിസ്ട്രേഡ് ABA തെറാപ്പിസ്റ്റുകളെ ലിങ്ക്ഡിൻ വഴിയൊക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടാൻ വേണ്ടി സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം തന്നെ QABയുടെയും BSBയുടെയും വെബ്സൈറ്റും ഇതിൽ എവിടേക്കാണ് ലേണിംഗ് സെന്ററുകൾ ഉള്ളത്, റെക്കഗ്നൈസ്ഡ് സെന്ററുകൾ എവിടേക്കാണുള്ളത്. ഞാൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. അതൊരു പരിമിതമായ അറിവാണ്. സർ, ഞാൻ MSc കൗൺസിലിംഗ് സൈക്കോളജി കഴിഞ്ഞതാണ്. അപ്പം നമുക്ക് റിസർച്ച് ചെയ്യാൻ കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റീസാ, അതിന്റെ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു തരാമോ സർ? ഈ പുതിയ UGC നോട്ടിഫിക്കേഷൻ പ്രകാരം റിസർച്ച് ചെയ്യാൻ PhD ചെയ്യുക എന്നുള്ളതിന് UGC നെറ്റ് എന്നുള്ള ക്വാളിഫിക്കേഷൻ അനിവാര്യമാണ് എന്നാണ് പുതിയ റെഗുലേഷൻസ്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ ട്രൈ ഔട്ട് ചെയ്യുക അല്ല എന്നുള്ളതാണ്. സാർ, ഞാൻ 48 ഇയേഴ്സ് ആണ്. അപ്പൊ എനിക്ക് നെറ്റ് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അല്ലാതെ നമ്മുടെ യൂണിവേഴ്സിറ്റി എൻട്രൻസ് നെറ്റിന് ഏജ് ഉണ്ടല്ലോ. ലിമിറ്റ് ഇല്ല. JRFന് മാത്രമേ ഏജ് ലിമിറ്റ് ഉള്ളൂ, ഓക്കെ നെറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല. ഇത് ഓക്കെ അഡ്മിഷൻ റിക്വയർമെന്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓക്കെ ഏറ്റവും പുതിയ റെഗുലേഷൻസ് ആണ്. ഇത് ഏറ്റെടുക്കാത്ത യൂണിവേഴ്സിറ്റികൾ, ഇപ്പൊ MC യൂണിവേഴ്സിറ്റിക്ക് ലാസ്റ്റ് അഡ്മിഷൻ നടത്തിയതിൽ പിന്നെ ഈ നെറ്റ് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ വെച്ചിട്ടില്ല. അതൊക്കെ ഒരു പല തരത്തിലുള്ള ഒരു കോർട്ട് ഡിസ്പ്യൂട്ടിലൊക്കെ നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പൊതുവിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ കുറച്ചുകൂടി ഏത് എളുപ്പമായിട്ടാണ് യൂണിവേഴ്സിറ്റിയാ സർ? MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി MG യൂണിവേഴ്സിറ്റി. ഓക്കെ ഓക്കെ. ഇനി സാർ ഇതല്ല എങ്കിൽ പിന്നെ അല്ല സാർ, ഈ കഴിഞ്ഞിട്ടില്ല, SV അത് കഴിഞ്ഞു. യൂണിവേഴ്സിറ്റി ഇല്ലേ, തിരുപ്പതി SV യൂണിവേഴ്സിറ്റി, ആ തിരുപ്പതി, ആ അവര് നെറ്റ് ആ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ സർ. അത് നിങ്ങൾ അതത് യൂണിവേഴ്സിറ്റികളെ നോക്കട്ടെ. ഇപ്പൊ യൂണിവേഴ്സിറ്റി ക്വാളിഫിക്കേഷൻ വെക്കല ചെയ്യുന്നത്. UGC അങ്ങനെ ഒരു ആ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. PhDക്ക് ഓക്കെ നിങ്ങൾ ആളുകളെ എടുക്കുമ്പോൾ സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് UGC നെറ്റ് എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ വെക്കണം, സെപ്പറേറ്റ് എൻട്രൻസ് ടെസ്റ്റ് നടത്തേണ്ടതില്ല എന്നുള്ളത്. ആ പണ്ടൊക്കെ ഒരു സെപ്പറേറ്റ് എൻട്രൻസ് ടെസ്റ്റ് വഴി മാത്രമാണ് PhDക്ക് ആളുകളെ എടുത്തിരുന്നത്. പക്ഷെ ഇനി ഓക്കെ അങ്ങനെ വേണ്ട. UGCയുടെ നെറ്റിന്റെ ക്വാളിഫിക്കേഷൻ മാർക്ക് എത്ര, അത് പ്രകാരം നിങ്ങൾ എടുത്താൽ മതി എന്നുള്ളതാണ്. ചില യൂണിവേഴ്സിറ്റികൾ അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, അത് അഡോപ്റ്റ് ചെയ്യാത്ത യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള സാധനം നോക്കിയാൽ മതി. അന്വേഷിക്കണം പൊതുവെ അല്ലേ? PhD ഓക്കെ സർ. എൻറോൾമെന്റിന്റെ രീതി ഒന്ന് അതത് യൂണിവേഴ്സിറ്റിയിലെ നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ നമ്മൾ അപേക്ഷിക്കുക. ഓക്കെ അപേക്ഷക്കനുസരിച്ചിട്ട് അവരുടെ ഇന്റർവ്യൂവിൽ, അത് ആദ്യം അപേക്ഷ എടുക്കുന്ന അപേക്ഷയിൽ സെലക്ഷൻ ലിസ്റ്റിലാണെങ്കിൽ നമ്മൾ ഇന്റർവ്യൂവിന് നമ്മൾ റിസർച്ച് പ്രപ്പോസൽ തയ്യാറാക്കണം. എന്ത് തരത്തിലുള്ള റിസർച്ച് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ഇന്റർവ്യൂവിന്റെ ക്രൈറ്റീരിയ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ എൻറോൾ ചെയ്യുക. പലപ്പോഴും ഇത് ഒരു ഔദ്യോഗികമായ രീതിയാണ്. ഇങ്ങനെ അനൗദ്യോഗികമായിട്ട് സ്വാഭാവികമായിട്ടും ആളുകൾ അതത് യൂണിവേഴ്സിറ്റികൾ നമ്മൾ റിസർച്ച് ഗൈഡ് ആവാൻ പറ്റുന്ന ആളുകളുമായിട്ട് ഡയറക്ട്ലി കണക്ട് ചെയ്തിട്ട് അഡ്മിഷൻ ഉറപ്പിക്കുകയാണ് പൊതുവിൽ ചെയ്യാറുള്ളത്. ഓക്കെ എസ്പെഷ്യലി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾ ഡയറക്ട്ലി എൻക്വയറി ചെയ്ത് നമുക്കൊരു റിസർച്ച്, നമ്മളൊരു ഗൈഡ് അവിടെ കണ്ടെത്തുകയും ആ ഗൈഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്താണ് അവരുടെ സെലക്ഷൻ ക്രൈറ്റീരിയ അതിലൂടെ പോവുകയാണ് പൊതുവിൽ ഉണ്ടാവാറ്. ഓക്കെ സർ. സാറിന്റെ അഭിപ്രായത്തിൽ ഈ തിരുപ്പതി SV യൂണിവേഴ്സിറ്റി സാറിന്റെ അഭിപ്രായത്തിൽ നല്ലതല്ലേ? റെക്കഗ്നൈസ്ഡ് ആയ യൂണിവേഴ്സിറ്റിയാണ്, കുഴപ്പമില്ല. ഓക്കെ. ഇങ്ങനെ അല്ല, റെക്കഗ്നൈസ്ഡ് ആണ്. സൈക്കോളജിക്ക് അത് അല്ല, ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയല്ലേ ഇത്? അങ്ങനെ ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഞാൻ യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ട് എന്നല്ലാതെ നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ കമ്പയറബിൾ ആയിട്ടുള്ള ഓക്കെ യൂണിവേഴ്സിറ്റി അല്ല. പക്ഷെ ഓക്കെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അംഗീകൃത യൂണിവേഴ്സിറ്റി. ഓക്കെ ഓക്കെ. താങ്ക് യു സർ. സാർ, എല്ലാ പാർട്ടിസിപ്പൻസിന്റെയും ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ്, നമുക്ക് ടൈമിന് വൈൻഡ് അപ്പ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് 2 ക്വസ്റ്റ്യൻസും കൂടിയാണ് അലൗ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു സെഷൻ വെച്ച് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യാവുന്നതാണ്. 2 ക്വസ്റ്റ്യൻസിനും കൂടിയേ നമുക്ക് ടൈം ഉള്ളൂ കേട്ടോ. സാറേ, ഓക്കെ ഹലോ, ഒരു സംശയം ചോദിക്കട്ടെ. ഞാൻ ഓൾറെഡി UG സയൻസ് ആണ് ചെയ്തത്. അതിനകത്ത് MA ക്ലിനിക്കൽ സൈക്കോളജി ഇഗ്നോയിൽ ചെയ്തു. അപ്പം ഇഗ്നോയിൽ ചെയ്തതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഇങ്ങനെ പലയിടത്തും ജോലിക്ക് വെക്കുമ്പോൾ റിജക്റ്റഡ് ആകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഇപ്പൊ ഞാൻ MSW റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ MSW ഇപ്പൊ ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിയുമ്പം ഈ ക്ലിനിക്കൽ സൈക്കോളജിയുടെ സർട്ടിഫിക്കറ്റും MSW കമ്പൈൻ ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും ജോലി സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? അതെ, ഇതിൽ ചെറിയ പ്രശ്നം ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാനുള്ള ഒരു യോഗ്യതയിൽ വരുന്നത് നിലവിൽ ഇനി നിങ്ങൾ വരുന്ന സമയത്താണ് എങ്കിൽ ഒന്ന് സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സിന് ശേഷം RC റെക്കഗ്നൈസ്ഡ് ആയ ഒരു സ്ഥാപനത്തിൽ നമ്മൾ എൻറോൾ ചെയ്യുക എന്നുള്ളതാണ്. 2026 ശേഷം ആണ് എങ്കിൽ നിങ്ങൾ ഡിഗ്രിയും സൈക്കോളജി ആവണം എന്നുള്ള നിലവിലുള്ള റെഗുലേഷൻ. അപ്പൊ അതുകൊണ്ട്
നിങ്ങൾക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവേണ്ട തരത്തിലുള്ള കോഴ്സ് പഠിക്കണം. അതിന് നിലവിലാണ് എങ്കിൽ എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജി, PDCP ഒക്കെ പോലത്തെ കോഴ്സുകളാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. പക്ഷേ ഇനി ഈ കോഴ്സ് ഈ വർഷം കൂടിയേ റൺ ചെയ്യുള്ളൂ, 26-ൽ തീരുമല്ലോ, 25-ലും കൂടിയേ റൺ ചെയ്യുള്ളൂ. അങ്ങനെ തീരുന്ന സന്ദർഭത്തിൽ വെച്ചാൽ പിന്നെ അവിടെ വരുന്ന കോഴ്സിന്റെ പേര് MA ക്ലിനിക്കൽ സൈക്കോളജി എന്നായിരിക്കും. എംഫിലിന് പകരം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ആ കോഴ്സിന്റെ യോഗ്യതയിൽ ഡിഗ്രിയും PGയും ഒരുപോലെ സൈക്കോളജി പഠിക്കേണ്ടി വരും എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സും സോഷ്യൽ വർക്കും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ സിമിലർ ആയ രീതിയിൽ കൗൺസിലർ ആയിട്ടോ സൈക്കോ തെറാപ്പിസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ എന്നെ കേൾക്കുന്ന ആളുകൾ, ഇപ്പൊ നിങ്ങൾ ഒരുപാട് ആളുകളും എന്നെ കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ നിങ്ങളെ പല ആളുകൾ ഈ ആശങ്കയെ എനിക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഞാൻ അതുകൊണ്ട് മനസ്സിലായി, ക്ലിനിക്കൽ സൈക്കോളജി ഈസ് ദ ഓൺലി വൺ വേ എന്നുള്ള അർത്ഥത്തിൽ തന്നെ ചിന്തിക്കേണ്ട. RCI ലൈസൻസ് എന്നുള്ളത് മാത്രമാണ് എന്നുള്ളത് ചിന്തിക്കേണ്ട. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഞാനൊരു എന്താണ് പച്ച മലയാളത്തിൽ പറയാന്ന് പറഞ്ഞ രീതിയിൽ ഇന്ത്യയിൽ സൈക്കോളജിസ്റ്റ് ആയി പ്രാക്ടീസ് ചെയ്യുന്ന ഏറ്റവും ശമ്പളം വാങ്ങുന്ന 100 പേരെടുത്ത് എനിക്ക് വെച്ചാൽ അതിൽ 10 പേർക്ക് മാത്രമേ RCI ലൈസൻസ് ഉണ്ടാവുള്ളൂ, 90 പേർക്ക് ഉണ്ടാവില്ല. എനിക്ക് വ്യക്തിപരമായി അറിയുന്ന 100 കണക്കിന് ആളുകൾ. അപ്പം ലൈസൻസ് ഒക്കെ തന്നെ. പക്ഷെ നിങ്ങൾക്കൊരു സ്പെസിഫിക് തെറാപ്യൂട്ടിക് മേഖല, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വരും. ഇപ്പൊ ഈ സൈബ്രിഡ്ജ് കോഴ്സ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ എക്സ്പോഷർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ഔട്ട് ചെയ്യുക. ഇപ്പൊ ഇഗ്നോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അല്ലാത്ത PG കഴിയുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങളുടെ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്യുക. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, RCI ലൈസൻസ് കിട്ടണം, എൻട്രൻസ് ക്രാക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള ആളുകൾ അങ്ങനെ തന്നെ പോയിക്കോട്ടെ. അതെനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ആ കോമ്പറ്റീഷനും ആ ഒരു ഫോക്കസ് ഉള്ള ആളുകൾ അങ്ങനെ പോകണം. പക്ഷെ എല്ലാവരും അങ്ങനെ പോകണം എന്ന് നിർബന്ധമില്ല. അതല്ലാത്ത ഒരു വഴി, ഇത് ഗതി കെട്ടിട്ട് അതിന് വേണ്ടി നിൽക്കണം, എല്ലാവരും അത് പറയുന്നു എന്നുകൊണ്ട് നിൽക്കണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇപ്പൊ കരിയർ കൗൺസിലർ ആവാൻ ആഗ്രഹമുണ്ടോ, ഐ എം റെഡി ടു ഹെൽപ്പ് യു. പിന്നെ അതല്ലാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഏരിയ കണ്ടെത്തിയിട്ട് അതിൽ റെഗുലറായി പ്രാക്ടീസ് ചെയ്യാനും ട്രെയിനിങ് എടുക്കാനും ഒക്കെ ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ള ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ കരിയറിനെ കാണാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്യുക. അതിൽ നോളജും സ്കില്ലും ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ളിൽ വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശ്രമകരമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഈ ഗ്രാജുവൽ പ്രാക്ടീസ് നിങ്ങൾ അതിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും സംഭവിക്കാൻ സാധ്യത ഉള്ളത്, നമ്മൾ ചെയ്താൽ തെറ്റോ ശരിയാകൂലെ, ഇത് ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്ത്, ഇങ്ങനെ പലതരത്തിലുള്ള ആങ്സൈറ്റി, ഉത്കണ്ഠ നമ്മളെ പിറകോട്ട് വലിക്കുന്നുണ്ടാവും. പക്ഷെ അതിനെ മറികടക്കാൻ ഒരു സൂപ്പർവൈസറി ട്രെയിനിങ് ആണ് എങ്കിലും നമ്മളൊരു നല്ല കൊളാബറേറ്റീവ് നെറ്റ്വർക്ക് ആണെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യും എന്നാണ് വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും ഐഫറിന്റെ സൈബ്രിഡ്ജ് കോഴ്സ് ഇതിന് നിങ്ങളെ എക്വിപ്ഡ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യൻ കൂടിയാണെന്നല്ലേ പറഞ്ഞ? ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഓക്കെ. സർ? ഓക്കെ സർ, യെസ്, ഈ ഫാമിലി കൗൺസിലിംഗ്, മാരിറ്റൽ കൗൺസിലിംഗിൽ നമുക്ക് ട്രെയിനിങ് കിട്ടാനായിട്ട് നമ്മൾ എവിടെ പഠിക്കേണ്ടത് സർ? അങ്ങനെ ഫാമിലി കൗൺസിലിംഗും മാരേജ് കൗൺസിലിംഗുമായിട്ട് ഒരു പ്രത്യേക കോഴ്സ് ഞാൻ അങ്ങനെ അതിനായിട്ടൊരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈനോ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിമിലർ ആയിട്ടുള്ള ഫാമിലി കപ്പിൾ തെറാപ്പി റിലേറ്റഡ് ആയ PG കോഴ്സും ഡിപ്ലോമ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു അധിക യോഗ്യതയാണ്. അതില് MSc ചെയ്തു സർ. അതില് MSc ചെയ്തു, ഇഗ്നോയിലെ ഫാമിലി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പിയിൽ MSc ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് ഈ പ്രാക്ടിക്കൽ സെൻസ്, അത് തിയറട്ടിക്കൽ നോളജ് അല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ പ്രാക്ടിക്കൽ സെൻസ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ അതിനുള്ളിൽ ഇപ്പോ സൈബ്രിഡ്ജ് പോലത്തെ കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഓഫ് കോഴ്സ്. ഒപ്പം തന്നെ എനിക്ക് തോന്നിയ സാധനം, എക്സിസ്റ്റിംഗ് ആയി ഫാമിലി തെറാപ്പിസ്റ്റോ ഫാമിലി കൗൺസിലേഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അണ്ടറിൽ ട്രെയിനിങ് എടുക്കാനോ സൂപ്പർവിഷൻ എടുക്കാനോ ഒക്കെ ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളത് നല്ലതാണ്. നിങ്ങൾ കേരളത്തിന്റെ മാത്രം ഞാൻ ഇതിനുള്ളിൽ എനിക്ക് പ്രാക്ടിക്കലി തോന്നിയൊരു സാധനം, കേരളത്തിനുള്ളിൽ അങ്ങനെ സൂപ്പർവൈസറി ട്രെയിനിങ്, ഒരാളെ അണ്ടറിൽ കോച്ച് വർക്ക് ചെയ്യുക അങ്ങനത്തെ സംവിധാനം വളരെ വളരെ കുറവാണ്. എക്സിസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സീനിയർ സൈക്കോളജിസ്റ്റുകളും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും അതിനെ അനുവദിക്കാറില്ല. അതേസമയം നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഇത് ലാർജ് ചെയ്തിട്ട് നോർത്ത് ഇന്ത്യയിലാണെങ്കിലും മറ്റൊക്കെ ഞാൻ ലിങ്ക്ഡിനിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ പ്രൊഫൈലുകളെ കാണാറുണ്ട്. അവർ പല അർത്ഥത്തിലുള്ള സൂപ്പർവിഷനും ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്.
സൈബ്രിഡ്ജ് പോലത്തെ കോഴ്സസ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഒപ്പം എക്സിസ്റ്റിംഗ് ആയിട്ട് നിങ്ങളെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഒരു പ്രാക്ടീസിങ് ഫാമിലി തെറാപ്പിസ്റ്റിനെ, കപ്പിൾ കൗൺസിലേഴ്സിനെ ഒക്കെ കാണുക. ഇനി ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയ ഇഷ്ടം പോലെ ആളുകളുണ്ട്. നിങ്ങൾ എസ്തർ പറയലിനെയൊക്കെ പോലുള്ള ഈ ഗ്ലോബലി ഈ ഫാമിലി കപ്പിൾ തെറാപ്പി വിഷയങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവരുടെയൊക്കെ കണക്ട് ചെയ്യുക. അവരൊക്കെ പല ആളുകളും പല കോഴ്സ്, ഇപ്പൊ എസ്തർ പറയലൊക്കെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇന്റർനാഷണൽ റെക്കഗ്നൈസേഷന് വേണ്ടിയിട്ടും ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഇതിൽ നിരന്തരം സെർച്ച് ചെയ്യും. അതിനുള്ളിൽ ആരൊക്കെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, എന്തൊക്കെയാണ് പുതിയ തരത്തിലുള്ള മാറ്റങ്ങൾ നടക്കുന്നത്, പുതിയ തെറാപ്പികളും പുതിയ അപ്രോച്ചുകളും ഇതിനുള്ളിൽ വന്നിട്ടുണ്ടോ, ഈ നിലയ്ക്ക് നമ്മൾ ഇതിൽ അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളത് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിവേ എനിക്ക് നിങ്ങൾ എല്ലാ ആളുകളുടെയും ചോദ്യങ്ങൾക്ക് ഇതുപോലെ ഇരുന്ന് മറുപടി തരണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ സമയം വളരെ പരിമിതിയാണ്. പല ആളുകളുടെയും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള കുറ്റബോധം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ മറ്റൊരു അവസരത്തിൽ തീർച്ചയായിട്ടും അതിന് ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും ഐഫറിന്റെ അണ്ടറിൽ തന്നെ അതിന് സാഹചര്യം ഉണ്ടാവുമെന്ന് കരുതുന്നു. വലിയ സന്തോഷം നിങ്ങൾ എല്ലാ ആളുകളെയും കാണാൻ കഴിഞ്ഞതിൽ. മറ്റൊരവസരത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഇത്തരത്തിലുള്ള ആശങ്കകളെയും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെയും ഒക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു അവസരം ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പല ആളുകളെയും ക്വസ്റ്റ്യൻസിന് മറുപടി പറയാൻ കഴിയാത്തതിൽ ക്ഷമാപേക്ഷണത്തോടു കൂടി നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഐഫറിന്റെ സൈബ്രിഡ്ജ് പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഐഫറിൽ നിന്ന് ട്വിങ്കിൾ മാം ഉണ്ട് നമ്മുടെ കൂടെ ഈ വെബിനാറിൽ. സോ മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ട്. Yes. So, hello everybody. So, firstly, I would like to thank Riyaz sir. കാരണം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2 hours സാർ നമുക്ക് ഒരുപാട് നോളജ് നമുക്ക് ഷെയർ ചെയ്തു. നമ്മളുടെ സൈക്കോളജി ഫീൽഡിൽ തന്നെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഇതൊക്കെ ഉണ്ടെന്ന് അറിയെങ്കിലും ഇവിടെ എന്തൊക്കെ ജോബ് പോസിബിലിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഒന്ന് സാർ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അറ്റ് ദ സെയിം ടൈം മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നമുക്ക് എല്ലാവർക്കും കുറെ കാലമായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു വേദി കൂടിയായിരുന്നു ഇന്നത്തെ വെബിനാർ. സോ ആൻഡ് സാറിനോട് നമ്മൾ വെബിനാറിന് വേണ്ടി ചോദിച്ചപ്പോൾ സാറ് ഒരുപാട് തിരക്കുള്ള ഒരു ഫാക്കൽറ്റി ആണെങ്കിൽ കൂടി ഇപ്പോഴും ആള് അബ്രോഡ് ആണ് ഉള്ളത്. ബട്ട് സ്റ്റിൽ ആള് നമുക്ക് ഓക്കെ പറയായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു വെബിനാർ നടത്താൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഹി വാസ് ഓൾ ഓക്കെ ഫോർ us. സോ താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ ടൈം ആൻഡ് എഫേർട്ട്. ആൻഡ് സാർ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു സൈക്കോളജി ഫീൽഡിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്കിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇസ് റിയലി ഇമ്പോർട്ടന്റ്. അതിപ്പോ നമ്മൾ ഏതൊരു രീതിയിലായാലും നമ്മൾ തന്നെ അത് എൻഹാൻസ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മളുടെ തന്നെ ഒരു ഡ്യൂട്ടിയാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യാനായിട്ട് അതുപോലെ തെറാപ്പറ്റിക് സ്കിൽസ് എല്ലാം എൻഹാൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആവാൻ പോകുന്ന ഒരു കോഴ്സാണ് സൈബ്രിഡ്ജ് എന്ന് പറയുന്ന കോഴ്സ്. സോ കോഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മളിപ്പോ സൈക്കോളജി പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ഒരുപാട് തിയറീസ് നമ്മുടെ തിയററ്റിക്കലി നമ്മൾ ഒരുപാട് തിയറീസ് കവർ ചെയ്ത് പോകുന്നുണ്ട്. ആ തിയറി എന്ന് കുറെ തിയറീസ് കവർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ആ തിയറീസ് എല്ലാം നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും അപ്ലൈ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മളുടെ ആ ഒരു പഠനം കംപ്ലീറ്റ് ആവുന്നത്. സോ സൈബ്രിഡ്ജ് ഇസ് ഓൾ അബൌട്ട് ബ്രിഡ്ജിങ് ദിസ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഈ തിയറി ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു കേസ് മുന്നിൽ വരുമ്പോൾ ഒരു ക്ലയന്റ് മുന്നിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് അപ്ലൈ എങ്ങനെ ചെയ്യാം, ലൈക്ക് നിങ്ങൾക്ക് ക്ലിനിക്കൽ റീസണിങ് നമുക്ക് എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ അബ്നോർമൽ സൈക്കോളജി ഒക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ലൈക്ക് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, മൂഡ് ഡിസോർഡേഴ്സ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഓരോ ഡിസോർഡേഴ്സിനും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള CBT കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ട്രെയിനിങ് ആണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ കൊടുക്കുന്നത്. അറ്റ് ദ സെയിം ടൈം കൗൺസിലിംഗ് ട്രെയിനിങ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത്രയും ബെനിഫിഷ്യൽ ആവാൻ പോകുന്ന തെറാപ്പറ്റി സ്കിൽസ് എല്ലാം ഇംപ്രൂവ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് അത്രയും ബെനിഫിഷ്യൽ ആവാൻ പോകുന്ന ഒരു സ്കില്ലായിരിക്കും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഴ്സിന്റെ ഫാക്കൽറ്റീസ് ആണ്. നമുക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ ഫാദർ ആണ് ആരോൺ ബെക്ക് അല്ലെ. സോ ആരോൺ ബെക്കിന്റെ ഡയറക്ട് സ്റ്റുഡൻസ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. IIT മുംബൈയിലും ഖരഗ്പൂരും വർക്ക് ചെയ്യുന്ന സീനിയർ സൈക്കോളജിസ്റ്റുകളാണ് നമ്മളുടെ കോഴ്സ് ഫാക്കൽറ്റീസ് ആയിട്ട് വരുന്നത്. ഒപ്പം തന്നെ നമ്മുടെ വർക്കിംഗ് ഡയറക്ടർ ഓഫ് ഐഫർ, അതുപോലെ തന്നെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ജസീദ് സർ, അറ്റ് ദ സെയിം ടൈം നമ്മുടെ കേരളത്തിൽ തന്നെ പയനിയർ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ ലിൻജോ സർ, ലൂയിസ് മൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ലിൻജോ സർ, പ്ലസ് IITയിൽ വർക്ക് ചെയ്യുന്ന നമ്മളുടെ ഷൗക്കത്ത് അലി സർ, ഷംസീർ സർ, അതുപോലെ തന്നെ അബീർ സർ. ഇവരാണ് നമ്മുടെ 5 മെയിൻ ഫാക്കൽറ്റി. സോ ഇവരിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആവാം. ഇതൊരു 6 month ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണ്. സോ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ നമ്പർ ഇവിടെ ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഗ്രൂപ്പിലും നമ്പർ ഷെയർ ചെയ്യാം. സോ നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ ടൈം ലിമിറ്റ് ആയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സോ കൂടുതൽ കോഴ്സ് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ താഴെ നമ്പർ കൊടുക്കാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ റിയാസ് സാറിനും അതുപോലെ തന്നെ പ്രചോദി കോളേജിനും HODക്കും അതുപോലെ തന്നെ നമ്മുടെ ഹോസ്റ്റ് ആയിട്ട് കീർത്തനയ്ക്കും താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു
വെബിനാർ, ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള വെബിനാർ അസോസിയേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് താങ്ക് യു. സോ താങ്ക് യു സോ മച്ച് എവറിബഡി. സോ സൈക്കോളജിയിലെ ഒരു കരിയറിന്റെ പോസിബിലിറ്റീസിനെ കുറിച്ചുള്ള ഒരു വലിയ ലോകത്തെ തന്നെ നമുക്ക് സാർ ഇന്ന് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ അതിന്റെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റ് ആവുമ്പോൾ ഉള്ള അവരുടെ സമഗ്രമായിട്ടുള്ള ഒരു വളർച്ചയുടെ പ്രാധാന്യത്തെ കുറിച്ചും നമുക്ക് സാർ ഇന്നിവിടെ വളരെ നന്നായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ പ്രചോദി നികേതൻ കോളേജ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ഐ ഫോർ എഡ്യൂക്കേഷൻ സൈബ്രിഡ്ജ് പ്രോഗ്രാമിന്റെ പേരിലും റിയാസ് റൂമി സാറിന് ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ വെബിനാറിന്റെ കൊളാബറേറ്റേഴ്സ് ആയിട്ടുള്ള പ്രചോദി നികേതൻ കോളേജ് പുതുക്കാട് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിനെയും ഐ ഫോർ എഡ്യൂക്കേഷൻ സൈബ്രിഡ്ജ് പ്രോഗ്രാമിനും എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. And I sincerely thank Dr. Suganya B. Menon, Head of Department, Prajodi Niketan College, Psychology Department, and Ms. Tinkle, I for Education, for making this webinar possible. Last but not the least, I thank all the participants who actively participated in this webinar. Once again, I thank you all. Thank you.